Hello everyone. Hello. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? വീഡിയോ ഓഡിയോ ഒക്കെ ക്ലിയർ ആണോ? കമൻറ്റ് ചെയ്യാവോ? ചാറ്റിലിടാവോ? ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ ആണോ? ഹലോ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു അജിത് ബാബു. ഓക്കെ, സോ ഹലോ എവ്രി വൺ, ഐ ആം ഇഷിത രാജ്, 2021 MBBS ബാച്ച് സ്റ്റുഡൻറ്റ് ഫ്രം GMC Trivandrum. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാറ്റമി പേപ്പർ 2-ൻ്റെ ഡിസ്കഷനാണ്. നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പേപ്പർ 1-ൻ്റെ ഫുൾ ഡിസ്കഷൻ ചെയ്തായിരുന്നു. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നല്ല ക്ലിയർ ആയില്ലേ ഇത്? അപ്പം നമ്മൾ ഇന്ന് അനാറ്റമി പേപ്പർ 2-ൻ്റെ എസ്സേസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ കുറേയൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മിക്കതിൻ്റെ ആൻസേഴ്സ് ഒക്കെ അറിയായിരിക്കും. കൂളാണ്. ഇനി എന്താണ്, ഒരു 2 വീക്സ് ആണ് എക്സാംസിനുള്ളത്. അപ്പോൾ കൂളായിട്ടിരുന്ന് ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കേട്ട് ബ്രഷപ്പ് ചെയ്ത് പോയാൽ മതി. കൂളല്ലേ? തുടങ്ങാം നമുക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. First question. A 12-year-old boy following an advertent intramuscular injection in the gluteal region developed certain neurological deficits including difficulty to dorsiflex the foot. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ഗ്ലൂട്ടിയൽ റീജിയനിൽ എന്താണ് വേറൊരു പൊസിഷനിലാണ് ഇഞ്ചക്ട് ചെയ്തത്. സോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഡിഫിക്കൽട്ടി ടു ഡോർസിഫ്ലെക്സ് ദ ഫുട്ട്. So first question is structures under the cover of gluteus maximus. Name the structure which is affected in this case. ഈ കേസിൽ ഏത് സ്ട്രക്ചർ ആയിരിക്കും അഫക്റ്റഡ് ആയിട്ടുള്ളത്? ദാറ്റ് ഈസ് ഒരു നെർവാണ്. ആ നെർവാണ് ഇതിന് റീസൺ. ആൻഡ് ദാറ്റ് ഇസ് ദ സയാറ്റിക് നെർവ്. ഓക്കെ, സയാറ്റിക് നെർവ്. സോ സയാറ്റിക് നെർവാണ് മെയിൻലി ഇതിന് വരുന്നത്. റീസൺ എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ലെഗിൽ ആ ഒരു ഗ്ലൂട്ടിയൽ റീജിയൻ്റെ ആ ഒരു ബാക്ക് ആ ഒരു ഗ്ലൂട്ടിയൽ റീജിയൻ്റെ മെയിൻലി ഒരു നെർവേ ഉള്ളൂ മേജറായിട്ട് പറയാനായിട്ട്. അതാണ് സയാറ്റിക് നെർവ്. ബിക്കോസ് ആ നെർവിനൊരു പ്രശ്നം ഉണ്ടായാലോ അത് കാരണം ഇതിൽ കുഴപ്പം വരുമോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ മെത്തേഡ് കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് അപ്പർ ലാറ്ററൽ ക്വാഡ്രൻറ്റ്. ഓക്കെ, upper lateral or upper outer quadrant of gluteal regionിലാണ് നമ്മൾ മെയിൻലി ഇഞ്ചക്ഷൻ ചെയ്യാൻ ഓക്കെ എന്ന് പറയുന്ന സ്ഥലം. ബിക്കോസ് സയാറ്റിക് നെർവ് പോകുന്നത് കണ്ടോ, ഈ സയാറ്റിക് നെർവ് പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്. നമുക്ക് സയാറ്റിക് നെർവിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? structures under the cover of gluteus maximus. So these are the structures under the cover of gluteus maximus. അപ്പോൾ structures under the cover of gluteus maximus എന്ന ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഈ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. സോ ദിസ് ഡയഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. മെയിൻലി സ്ട്രക്ചേഴ്സ് അണ്ടർ ദ കവർ ഓഫ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. അപ്പോൾ എന്താണ്, ആദ്യമേ തന്നെ നമ്മളിങ്ങനെ കുട പോലെ നമ്മളുടെ ഗ്ലൂട്ടിയസ് മാക്സിമസിനെ നമ്മൾ വരയ്ക്കണം. ഓക്കെ, ആസ് യു കൻ സീ ഹിയർ ദിസ് ഇസ് ദ ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഇനി എന്താണ് ഇവിടെ ഇതിനടുത്ത് വരാണ്ട ആർട്ടറീസ് ആരൊക്കെയാണ്? സുപ്പീരിയർ ഗ്ലൂട്ടിയൽ ആർട്ടറി ആൻഡ് ഇൻഫീരിയർ ഗ്ലൂട്ടിയൽ ആർട്ടറി. ഗ്ലൂട്ടിയസ് മാക്സിമസ് റിലേറ്റ് ചെയ്ത് ഗ്ലൂട്ടിയൽ റീജിയൻ റിലേറ്റ് ചെയ്ത് വരേണ്ടതാണല്ലേ. അപ്പോൾ അവരെയും കണ്ടു നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസിൻ്റെ അകത്ത് ആരൊക്കെ വരണം എന്തായിരുന്നാലും ഗ്ലൂട്ടിയസ് മീഡിയസും വരണം, മിനിമസും വരണം അല്ലേ. സോ അതും ഉണ്ട്. ദെൻ നമ്മുടെ ഹിപ്പ് ജോയിൻ്റ് ഏറ്റവും അകത്തുണ്ട്. അതിൻ്റെ ക്യാപ്സ്യൂളൊക്കെ ആയിട്ട് അത് സുഖമായിട്ട് ജീവിക്കുവാണ്. ആൻഡ് നെക്സ്റ്റ് തിങ്സ് ആർ നമ്മളുടെ ജെമിലായി മസിൽസ് ഒക്കെ അല്ലേ, നമ്മുടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ മസിൽസ്. പിന്നെ ഒബ്ട്രേറ്റർ ഇൻറ്റേർണസ്. ഈ ഒബ്ട്രേറ്റർ ഇൻറ്റേർണസ്. ദെൻ വി ഹാവ്
nerve to quadratus femoris and quadratus femoris and adductor magnus, biceps femoris, like that. And the main thing is sciatic nerve. So നമുക്ക് ഈ ഒരു ബോക്സ് വെച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോവാം. ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളിങ്ങനെ എല്ലാം ഒന്നും കാണാതെ പഠിക്കേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂട്ടിയസ് മാക്സിമസിൻ്റെ അണ്ടറിൽ നിങ്ങൾ ഡിസെക്ഷൻ ഹാളിലൊക്കെ കണ്ടത് എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആയിരുന്നു ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. മീഡിയസും മിനിമസും പിന്നെ അവിടെ അടുത്തുള്ള വേറെ ജെമിലയും ഈ ഒബ്ട്രേറ്റ് ഇൻറ്റേർണസും ക്വാഡ്രേറ്റസ് ഫെമറിസും അതൊക്കെ ഉള്ളതുകൊണ്ട് അതിന് കൊടുക്കുന്ന നെർവ്സും പിന്നെ ആർട്ടറീസും പിന്നെ ഏറ്റവും അകത്ത് നമുക്ക് ഹിപ്പ് ജോയിൻറ്റും അതിൻ്റെ ക്യാപ്സ്യൂളും ജസ്റ്റ് നമ്മൾ എല്ലാം കണ്ടില്ലേ. ഓക്കെ, സോ ഓൾ മസിൽസ് എക്സെപ്റ്റ് ടെൻസർ ഫിഷ്യലേറ്റർ. ടെൻസർ ഫിഷ്യലേറ്റർ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ലൈക്ക് അതിൻ്റെ എന്താ ഗ്ലൂട്ടിയൽ മാക്സിമസിൻ്റെ അകത്ത് വരുന്നതല്ല. പിന്നെ ഹാംസ്ട്രിങ്സിൻ്റെ ഒറിജിൻ, റെക്ടസ് ഫെമോറസിൻ്റെ റിഫ്ലക്റ്റഡ് ഹെഡ്, അഡക്ടർ മാഗ്നസിൻ്റെ അപ്പർ ഫൈബേഴ്സിൻ്റെ ഇൻസേർഷൻ ഇവിടെയാണ് നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോയാൽ മതി നിങ്ങൾ സ്ട്രക്ചേഴ്സ് അണ്ടർ ദ കവർ ഓഫ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഈ സ്ട്രക്ചേഴ്സ് അണ്ടർ ദ കവർ ഓഫ് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറഞ്ഞ് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഈ പോയിന്റ്സ് എല്ലാം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. പറ്റുമെങ്കിൽ ഈ ഡയഗ്രം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അല്ലെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഇങ്ങനെ മസിൽസ്, വെസൽസ്, നെർവ്സ്, ജോയിൻറ്റ്സ് ആൻഡ് ലിഗമെന്റ്സ്, ബേഴ്സി അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ക്വസ്റ്റ്യൻ്റെ മാർക്കിൻ്റെ വെയിറ്റേജ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 2 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോ നീഡ് ടു ഡ്രോ ദ ഡയഗ്രം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മാർക്കിൻ്റെ വെയിറ്റേജ് കൂടെ നോക്കിയിട്ടേ ഡയഗ്രം വരയ്ക്കാൻ നോക്കാവൂ. ഇപ്പോൾ 1 അല്ലെങ്കിൽ 1.5 മാർക്സ് ഉള്ള ക്വസ്റ്റ്യന് വെറുതെ അത് ഒരു 4 മാർക്കിൻ്റെ രീതിയിൽ എഴുതുന്ന ആൻസർ അവിടെ എഴുതി വെക്കുമ്പോൾ നമുക്ക് അത്രയും ടൈം കുറയുവാണ്. അത് നിങ്ങൾ ഓർക്കണം. ഓക്കെ, next is name the structure which is affected in case. What is that? Sciatic nerve. Sciatic nerve. Then give its origin, cause and distribution in the thigh. Origin, cause and distribution in the thigh ആണ് ക്വസ്റ്റൻ എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സയറ്റിക് നെർവ് ഒന്ന് ഓടിച്ചൊന്ന് പറയാം. ഓക്കെ, ഒറിജിൻ, കോസ് ലൈക്ക് സയറ്റിക് തൈയിൽ കാണുന്നതാണ് ഈ ഡയഗ്രത്തിൽ കാണുന്നത്. എന്തൊക്കെയാണ് ആദ്യമേ തന്നെ അതിൻ്റെ ഒറിജിൻ പറയാം. L4, L5, S1, S2, S3. L4, L5, S1, S2, S3 താഴെയുള്ള എല്ലാവരും ഉണ്ട്. L4, L5, S1, S2, S3 ആണ് സയറ്റിക് നെർവ്. സോ സയറ്റിക് നെർവ് L4, L5, S1, S2, S3 ഇപ്പോഴേ തന്നെ പഠിച്ചു പോവുക. കാണുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു പോവുക. ഏതെങ്കിലും ഒന്നും നോക്കാതെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കി പോവുക. ഓക്കെ, നെക്സ്റ്റ് അവർ വന്നിട്ട് നമുക്കതിൽ 2 കമ്പോണൻസ് ആണുള്ളത്. നമ്മുടെ പൈറിഫോമസ് മസിലിൻ്റെ അണ്ടിൽ അത് വന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിന് 2 കമ്പോണൻറ്റ് ഉണ്ട്. ഏതൊക്കെയാണ് കമ്പോണൻസ്? കോമൺ പെരിനിയൽ നെർവും പിന്നെ ടിബിയൽ നെർവും. അപ്പോൾ കോമൺ പെരിനിയൽ കമ്പോണൻറ്റ് ആൻഡ് ടിബിയൽ കമ്പോണൻറ്റ് ഓഫ് സയറ്റിക് നെർവ്. ഇവർ ഇത് 2ആയിട്ട് ഡിവൈഡ് ആകുന്നത് നമ്മുടെ പൊപ്രീറ്റിയൽ ഫോസൈലിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴാണ്. സോ അതുവരെയാണ് നമ്മളുടെ തൈയുടെ ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. സോ അതുവരെ നമുക്ക് എന്തൊക്കെയാണ് അത് സപ്ലൈ കൊടുക്കുന്നത്? സെമി ടെൻഡിനോസിസ്, സെമി മെംബ്രൈനോസിസ്, ലോങ് ഹെഡ് ഓഫ് ബൈസെപ്സ് ഫെമോറിസ് ആൻഡ് അഡക്ടർ മാഗ്നസ്, ഹാംസ്ട്രിങ് പാർട്ട്. ഓക്കെ, ദെൻ നമ്മുടെ കോമൺ പെരോണിയൽ നെർവ് എന്ന് പറയുന്നത് ഷോർട്ട് ഹെഡ് ഓഫ് ബൈസെപ്സ് ഫെമോറിസിലാണ് സപ്ലൈ കൊടുക്കുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ തൈയിൽ കൊടുക്കുന്ന സപ്ലൈ. നമുക്ക് അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ആ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ എഴുതണം. പക്ഷേ ഇനി വേറൊരു ക്വസ്റ്റ്യനിലൊക്കെ ഇനി ഫുൾ സയറ്റിക് നെർവ് കോസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടിബിയലും കോമൺ പെരോണിയലും കൂടെ എഴുതണം. ഫുൾ ലോവർ ലിംബ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ സയറ്റിക് നെർവ് മെയിൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐ വിൽ ഷോ യു. L4, L5, S1, S2, S3 അതിന് ഡിസ്ട്രിബ്യൂഷൻ മോട്ടർ ഡിസ്ട്രിബ്യൂഷൻ സെൻസറിയിലും പോകുന്നുണ്ട്. അപ്പോൾ മോട്ടർ എന്ന് പറയുമ്പോൾ അൺഡിവൈഡഡ് ട്രങ്കിൽ നിന്ന് നമ്മുടെ ബാക്ക് ഓഫ് തൈയിലെ മസിൽസിലോട്ട് പോകും. അത് ഏതൊക്കെയാണ്? നമ്മുടെ സെമി ടെൻഡിനോസിസ്, മെംബ്രെയിനോസിസ്, ദെൻ ബൈസെപ്സ് ഫെമറിസിൻ്റെ ലോങ് ഹെഡ്, അഡക്ടർ മാഗ്നസ്, ഷോർട്ട് ഹെഡ് ഫ്രം ദ കോമൺ പെരിനിയൽ കമ്പോണൻറ്റ്. കിട്ടിയല്ലോ. ഇനി നമ്മളുടെ ടിബിയൽ നെർവിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് അങ്ങനെ പറയുവാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ടിബിയൽ നെർവ് ക്ലിയർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഒരു 1 മിനിറ്റിനകത്ത് നമ്മൾ എത്തുന്നതായിരിക്കും. നിങ്ങൾ ഇത്രയൊന്ന് റിവൈസ് ചെയ്ത് നോക്കൂ സയറ്റിക് നെർവിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? സോ ടിബിയൽ നെർവ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സയറ്റിക് നെർവ് എന്ന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ടിബിയൽ നെർവും
എന്താ കോമൺ പെരനിയൽ നെർവ് കൂടി എഴുതണം. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞതാണ് നമ്മളുടെ ഈ ഒരു സൈൻ ബോർഡ്, നമ്മൾ ഏത് നെർവ് അല്ലെങ്കിൽ എന്ത് കാര്യം എഴുതുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സുപ്പീരിയർ, ഇൻഫീരിയർ, മീഡിയൽ, ലാറ്ററൽ എന്താണ് അവിടെ ഉള്ളത്, ഇപ്പോൾ ആൻറ്റീരിയർ, പോസ്റ്റീരിയർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, റൈറ്റ് ലെഫ്റ്റ് എങ്ങനെയാണോ ആ ഒരു ഡിറക്ഷൻ നമ്മൾ കൊടുക്കണം. അതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഡയറക്ഷൻ, അപ്പോൾ ഓക്കെ നമുക്ക് മനസ്സിലായി ഈ സൈഡിലുള്ള എല്ലാം ലാറ്ററലാണ്, ഈ സൈഡിലുള്ള എല്ലാം മീഡിയലാണ്, ഓക്കെ അത് അപ്പോഴേ അണ്ടർസ്റ്റുഡാണ്. അല്ലാതെ ലേബൽ ചെയ്ത കാര്യം എടുത്തിട്ട് ഓ അങ്ങനെ നോക്കി ആ ഒരു രീതി വരത്തില്ല. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് ഡ്രോ ദിസ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് തീരെ ലൈക്ക് എന്താ ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു എക്സാമിന് കയറുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഓർക്കണം അങ്ങനെ പറഞ്ഞ് തന്നെ നിൽക്കണം. ബിക്കോസ് ഞാൻ അങ്ങനെയാണ് പരീക്ഷയ്ക്ക് പോയത്, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഹായ് ഹെൻറി വിക്ടർ, ഹലോ. ഓക്കെ, സോ ടിബിയൽ നെർവ് എന്താണ്, പൊപ്ലിറ്റീവ് ഫോഴ്സ് എത്തിയിട്ട് മുതലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ നമ്മുടെ ഗാസ്ട്രോനിമസ്, പ്ലാന്റാരിസ്, പിന്നെന്താ പൊപ്ലീറ്റിയസ്, ആ ഒരു മസിൽസിനൊക്കെയാണ് കൊടുക്കുന്നത്. ടിബിയൽ നെർവ് മെയിൻലി ആ ഏരിയയിൽ വന്നിട്ട് സോളിയസ്, ഫ്ലെക്സേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫ്ലെക്സേഴ്സിനെല്ലാം കൊടുക്കുന്നുണ്ട് ടിബിയൽ. കോമൺ പെരനിയൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പെരനിയസ് ലോങ്ങസ്, ബ്രെവിസ്, ടിബിയാലിസ് ആൻഡ് എക്സ്റ്റെൻസേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എന്ന് വെച്ചാൽ ടിബിയൽ നെർവ് എന്ന് പറയുമ്പോൾ എല്ലാ ഫ്ലെക്സേഴ്സിനും എന്ന് പറഞ്ഞാൽ എന്താ ബാക്കിലിരിക്കുന്ന മസിൽസിനെല്ലാം കൊടുക്കുന്നത് ടിബിയൽ നെർവ്. അങ്ങനത്തെ ഒരു രീതി പഠിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിലുള്ള മസിൽസാണ്, നമ്മൾ എക്സ്റ്റെൻസേഴ്സും ടിബിയാലിസ് ആൻറ്റീരിയർ ഒക്കെ വരുന്നത് ഫ്രണ്ടിലുള്ള മസിൽസ് ആണല്ലോ. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള മസിൽസിന് കൊടുക്കുന്ന കോമൺ പെരോണിയൽ. ഇപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ച് വെക്കുക. ഫ്രണ്ടിലുള്ളത് കോമൺ പെരോണിയൽ, ബാക്കിലുള്ളത് ടിബിയൽ നെർവ്. കിട്ടിയല്ലോ? സോ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഇപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇറ്റ്സ് ഒറിജിൻ, കോസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ തൈ, അതുവരെയുള്ളൂ. അപ്പോൾ നമ്മുടെ അൺഡിവൈഡഡ് ട്രങ്ക് മാത്രം എഴുതിയാൽ മതി. സോ സെമി ടെൻഡിനോസിസ്, മെംബ്രേനോസിസ്, ബൈസെപ്സ് ഫെമോറിസ് ആൻഡ് വാട്ട് ടെൻഡിനോസ്, മെംബ്രേനോസ്, അഡക്റ്റർ മാഗ്നസിൻ്റെ ഹാംസ്ട്രിങ് പാർട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ ക്യൂട്ടീനിയസ് ഇന്നർവേഷൻ ഓഫ് ലോവലിനും ബിലോ നീ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിലോ നീ വെച്ചിട്ട് ചോദിക്കാം, ഫൂട്ട് മാത്രമായിട്ട് ചോദിക്കാം, അത് ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പറയാം, ഫ്രണ്ട് ഓഫ് ലെഗ്, പിന്നെ ബാക്ക് ഓഫ് ലെഗ്, പിന്നെ നമുക്ക് ഫൂട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. സോ നമുക്ക് ഫ്രണ്ട് ഓഫ് ലെഗ് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സഫീനസ് നെർവ് വരുന്നുണ്ട്. ഓക്കെ, ഇൻഫ്രാപെറ്റലാർ ബ്രാഞ്ച് ഓഫ് സഫീനസ് നെർവ് എന്ന് പറഞ്ഞാൽ ഏത് നെർവിൻ്റെ കണ്ടിന്യൂഷനാണ്? ഫെമറൽ നെർവിൻ്റെ കണ്ടിന്യൂഷനാണ് അല്ലേ. അപ്പോൾ ഇൻഫ്രാപെറ്റലാർ ബ്രാഞ്ച് ഓഫ് സഫീനസ് നെർവ്, പിന്നെ ലാറ്ററൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് കാൾഫ്. നമ്മളിപ്പോൾ ക്യൂട്ടേനിയസ് സപ്ലൈ ആണല്ലോ പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൈൻഡ് നമുക്ക് വേണം. നമ്മളിപ്പോൾ പറയുന്നത് ക്യൂട്ടേനിയസ് നെർവ് ആണ്. അപ്പോൾ ഒരിക്കലും മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് നെർവ്സ് നമ്മളിവിടെ അബദ്ധവശാൽ പോലും എഴുതാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ക്യൂട്ടീനിയസ് നെർവ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും സൂപ്പർഫിഷ്യലി കാണുന്ന ക്യൂട്ടീനിയസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഏതൊക്കെ നെർവ്സ് ആണ്? ഇൻഫ്രാപെറ്റലാർ ബ്രാഞ്ച് ഓഫ് സഫീനസ് നെർവ്, ദെൻ സഫീനസ് നെർവ് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ മീഡിയൽ സൈഡ് ഫുൾ നമ്മുടെ സഫീനസ് നെർവ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് പ്രശ്നം? നമുക്ക് മനസ്സിലാവുന്നില്ല ഏതാണ് മീഡിയൽ ഏതാണ് ലാറ്ററൽ എന്നല്ലേ. അപ്പോൾ നമ്മൾ അവിടെ ഒരു സൈൻ ബോർഡ് വരച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അല്ലേ. മീഡിയലും ലാറ്ററലും കാണിക്കുന്ന ഒരു സൈൻ ബോർഡ് വെച്ചിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. സോ യു ഷുഡ് ഡ്രോ ലൈക്ക് ദാറ്റ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഈ സൈഡ് സഫീനസ് നെർവ് സപ്ലൈസ് ദ മീഡിയൽ പാർട്ട് ഓഫ് ലെഗ് ബിലോ ദ നീ. ലൈക്ക് ദാറ്റ് you will get an idea. Then in between the big toe and the second toe you have deep peroneal nerve. ആ ഒരു വെബ് സ്പേസിൽ നമുക്ക് ഡീപ്പ് പെരനിയൽ നെർവ് ആണ്. ആൻഡ് നമ്മുടെ നീൽസ് ആ ഒരു റീജിയനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മീഡിയൽ പ്ലാന്റാർ നെർവും ആദ്യത്തെ 3.5 and 1.5 നമുക്ക് ലാറ്ററൽ പ്ലാന്റാർ നെർവ് കാണാൻ പറ്റും. ആൻഡ് സൈഡിൽ നമ്മുടെ കുഞ്ഞി വിരലിൻ്റെ ആ ഒരു സൈഡിൽ മാത്രമായിട്ട് the distribution is by the sural nerve and the laterally by the superficial peroneal nerve. Like that you have to study. Just എന്താണെന്ന് വെച്ചാൽ ഓക്കെ നിങ്ങളുടെ ലെഗിൽ തന്നെ ടച്ച് ചെയ്ത് പഠിക്കുക. ഓസോ മൈ മീഡിയൽ പാർട്ട് ഓഫ് ലെഗ്, ദിസ് ഈസ് സഫീനസ്. ലൈക്ക് ദാറ്റ് you should touch and study. ഓക്കെ, നോ ദ മെത്തഡ്. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബാക്ക് ഓഫ് ലെഗ് ആണ് പറയാൻ പോകുന്നത്. ബാക്ക് ഓഫ് ലെഗിൽ എന്താണ്? ലാറ്ററൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് തൈ, മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് തൈ, ദെൻ പോസ്റ്റീരിയർ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് തൈ. ഇത് സിമ്പിൾ അല്ലേ.
തൈയുടെ തന്നെ ലാറ്റർ ക്യൂട്ടീനിയസ്, മീഡിയൽ ക്യൂട്ടീനിയസ്, പോസ്റ്റീരിയർ ക്യൂട്ടീനിയസ് നെർവ് ഓഫ് തൈ. പിന്നെ നമ്മുടെ സ്യൂറൽ കമ്മ്യൂണിക്കേറ്റിംഗ് നെർവ്, നമ്മുടെ സഫീനസ് നെർവും വരുന്നുണ്ട്. സ്യൂറൽ നെർവാണ് നമ്മൾ ഫ്രണ്ടിൽ വന്നപ്പോൾ കണ്ടത് അല്ലേ, ആ ഒരു കുഞ്ഞി വിരൽ താഴെയായിട്ടുള്ള കുറച്ച് പാർട്ടിലായിട്ട്. പിന്നെ മീഡിയൽ കാൽക്കീനിയൽ ബ്രാഞ്ച് ഓഫ് ടിബിയൽ നെർവ്, മീഡിയൽ കാൽക്കീനിയൽ ബ്രാഞ്ച് അത് നമ്മുടെ ഹീലിൻ്റെ ഏരിയയിലായിട്ടാണ് വരുന്നത്. ആസ് യു കെൻ സീ ഹിയർ, മീഡിയൽ കാൽക്കീനിയൽ ബ്രാഞ്ച് ഓഫ് ടിബിയൽ നെർവ്. സോ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞ് പഠിക്കുക. ഫ്രണ്ട് ഓഫ് ലെഗിൽ എന്തൊക്കെയാണ്, ബാക്ക് ഓഫ് ലെഗിൽ എന്തൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഏറ്റവും കൂടുതൽ പീക്ക് ചോദിച്ചിട്ടുള്ളത്. ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ക്യൂട്ടീനിയസ് ഇന്നവേഷൻ ഓഫ് ഫുഡ്. ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡോർസോ എഴുതണം, സോളോ എഴുതണം, ഡോർസോ എഴുതണം, സോളോ എഴുതണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ എനിക്ക് ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റിയ അബദ്ധമാണ്. എല്ലാം അറിയായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചത് ഫ്രണ്ടും എഴുതണം ബാക്കും എഴുതണം. ഓഫ് ലെഗ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ബിലോ നീ അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, ഫ്രണ്ട് മാത്രം വരച്ചപ്പോഴത്തേക്കും കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാൻ പോയി. സോ ബാക്കും എഴുതണം. നമ്മൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് ഓഫ് കോമൺ ആയിട്ടുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനകത്തുള്ള പാർട്സ് എല്ലാം എഴുതണം. അത് നിങ്ങൾ തെറ്റിപ്പോവരുത്, അബദ്ധവശാലൊന്നും തെറ്റരുത്. ഓക്കെ ഓക്കെ സോ നമ്മളുടെ ഡോർസമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഡോർസത്തിൽ എന്താ കാണുന്നത്, സഫീനസ് നെർവാണ് കാണുന്നത്. സഫീനസ് നെർവാണ് നമ്മുടെ മീഡിയലി കാണുന്നത്. പിന്നെ നമുക്ക് എന്താ കാണാം, സൂപ്പർഫിഷ്യൽ പെരോണിയൽ നെർവ് കാണാം. നമ്മുടെ ഒരു ക്ലെഫ്റ്റിൽ ഞാൻ പറഞ്ഞു ഡീപ്പ് പെരോണിയൽ നെർവാണ്. ദെൻ സ്യൂറൽ നെർവാണ് നമ്മൾ ലിറ്റിൽ ഫിംഗറിൻ്റെ സൈഡിലായിട്ട് കാണുന്നത്. സ്യൂറൽ നെർവാണ്, ലിറ്റിൽ ടോയുടെ സൈഡിലായിട്ട് കാണുന്ന സ്യൂറൽ നെർവാണ്. പിന്നെ ലാറ്ററൽ 1.5 ഓഫ് ടോസിൻ്റെ ആ ഒരു ടിപ്പിൽ നമുക്ക് കിട്ടുന്നത് ലാറ്ററൽ പ്ലാന്റർ നെർവ്. അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ മീഡിയൽ പ്ലാന്റർ നെർവ്. കിട്ടിയല്ലോ, ക്ലിയർ ആണോ? താങ്ക് യു അച്ഛാ, താങ്ക് യു. ഓക്കെ സോ നെക്സ്റ്റ് സോൾ ഓഫ് ഫുട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോൾ ഓഫ് ഫുട്ട് നമ്മൾ പറഞ്ഞു കാൽക്കീനിയൽ ബ്രാഞ്ചസ് ഓഫ് ടിബിയൽ നെർവ്. കാൽക്കീനിയൽ ബ്രാഞ്ചസ് ഓഫ് ടിബിയൽ നെർവ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഹീലിൻ്റെ പാർട്ട്. നമ്മൾ നേരത്തെ ഡയഗ്രത്തിലും കണ്ടായിരുന്നു, ഹീലിൻ്റെ പാർട്ടാണ് കാൽക്കീനിയൽ ബ്രാഞ്ചസ് ഓഫ് ടിബിയൽ നെർവ്. നെക്സ്റ്റ് ബ്രാഞ്ചസ് ഓഫ് സ്യൂറൽ നെർവ്. ബ്രാഞ്ചസ് ഓഫ് സ്യൂറൽ നെർവ് ആണ് സൈഡിലുള്ളത്. ബ്രാഞ്ചസ് ഓഫ് സഫീനസ് നെർവ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ നമ്മുടെ മീഡിയലി കാണുന്നത് സഫീനസ് നെർവാണ്, കുറച്ച് അവിടെ ഒരു സപ്ലൈ പോകുന്നുണ്ട്. പിന്നെ മീഡിയൽ സൈഡിൽ വരുന്നതാണ് മീഡിയൽ പ്ലാൻ. ഇതിപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ടഫായിട്ട് തോന്നുന്നത്, നമ്മളിവിടെ ഒരു സൈൻ ബോർഡ് വരച്ചിട്ടില്ല. മീഡിയൽ ലാറ്ററൽ, ഇപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടോ? ലാറ്ററലി മീഡിയലി ഉള്ളത് മീഡിയൽ പ്ലാന്റർ. പിന്നെ മീഡിയലി വരുന്നത് സഫീനസ് നെർവ്, നേരത്തെ കണ്ടിന്യൂഷൻ. ലാറ്ററലി ലാറ്ററൽ പ്ലാന്റർ. ഏറ്റവും ബാക്കിൽ കാൽക്കീനിയൽ ബ്രാഞ്ചസ് ഓഫ് ടിബിയൽ നെർവ്. ടിബിയൽ നെർവ് ബിക്കോസ് അത് ബാക്കിൽ വരുന്നതുകൊണ്ടാണ് കാൽക്കീനിയൽ. സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ സ്യൂറൽ നെർവ് ലിറ്റിൽ ടോയുടെ അടുത്തുള്ള ആ ഒരു ഏരിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ പുതിയൊരു ഡയഗ്രാം വരുമ്പോഴത്തേക്കും നേരത്തെ കണക്ട് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ആണോ? യെസ് അജിത് ബാബു, താങ്ക് യു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡോർസിഫ്ലെക്ഷനും എവേർഷൻ ഓഫ് ഫൂട്ടിനും വേണ്ടിയിട്ടുള്ള ഡോർസിഫ്ലെക്ഷൻ ഓഫ് ഫൂട്ടിനും ഇവേർഷൻ ഓഫ് ഫൂട്ടിനുള്ള മസിൽസ് ഏതൊക്കെയാണ്? സോ ആ മൂവ്മെൻറ്റ്സ് ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ പഠിച്ചെന്താണെന്ന് വെച്ചാൽ ഡോർസിഫ്ലെക്ഷൻ, എനിക്ക് പ്ലാന്റർ ഫ്ലെക്ഷൻ, ഇത് രണ്ടും കൂടി എനിക്ക് തിരിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചെന്താണെന്ന് വെച്ചാൽ ലൂസിഫറിലെ ലാലേട്ടൻ അടിക്കുന്നത് ഡോർസിഫ്ലെക്ഷനാണ്. ലൈക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നത്, ഓക്കെ, ആൻഡ് ഡൗൺവേർഡ് രീതി പോകുന്നത് പ്ലാന്റർ ഫ്ലെക്ഷൻ. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ തൊടുന്നോടാന്ന് പറഞ്ഞ് ചവിട്ടുന്ന ആ ഒരു സീനിൽ ഞാൻ ഡോർസിഫ്ലെക്സ് ചെയ്യുന്നോടാ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. സോ ഡോർസിഫ്ലെക്ഷൻ, സോ എന്താണ് ഇങ്ങനെ ചവിട്ടുന്ന രീതി, ഡോർ ചവിട്ടി പൊട്ടിക്കുക, ദാറ്റ് ഇസ് ഡോർസിഫ്ലെക്ഷൻ. ഓക്കെ, സോ ഡോർസിഫ്ലെക്ഷൻ അതിൻ്റെ പ്രിൻസിപ്പൽ മസിൽ എന്ന് പറഞ്ഞാൽ ടിബിയാലിസ് ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മളുടെ ഇപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ മസിൽ പിടിച്ച് വലിക്കണം. സോ ഫ്രണ്ടിലുള്ള മസിൽ ഇസ് ടിബിയാലിസ് ആൻറ്റീരിയർ. സോ ഇങ്ങനെ വലിക്കുമ്പോഴേ നമുക്ക് അവിടെ ഡോർസിഫ്ലെക്ഷൻ വരുള്ളൂ. സോ ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പൽ മസിൽ ആൻഡ് ദാറ്റ് ഇസ് ദ ടിബിയാലിസ് ആൻറ്റീരിയർ. ദെൻ അബൌട്ട് ദ പ്ലാന്റർ ഫ്ലെക്ഷൻ. പ്ലാന്റർ ഫ്ലെക്ഷൻ ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ ഡോർസിഫ്ലെക്ഷൻ ഇവേർഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പ്ലാന്റർ ഫ്ലെക്ഷനും എന്താണ് ഇൻവേർഷനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കമ്പയർ ചെയ്ത് നമ്മൾ പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡോർസിഫ്ലെക്ഷൻ, ടിബിയാലിസ് ആൻറ്റീരിയർ, ഞാൻ പ്രിൻസിപ്പൽ മസിൽസ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ ഫ്രണ്ടിലുള്ള അടുത്തുള്ള മസിൽസ് ആണ് അതിൻ്റെ ബാക്കി വരുന്നത്. ഓക്കെ, ദെൻ പ്ലാന്റർ ഫ്ലെക്ഷനിൽ വരുന്നത് എന്താണ്, ബാക്കിലുള്ള മസിൽ. അപ്പോൾ ഏതാണ് ഗ്യാസ്ട്രോനിമസും സോളിയസും. സിമ്പിൾ ആയില്ലേ? പ്ലാന്റർ ഫ്ലെക്ഷൻ ഇങ്ങനെ വരാനായതുകൊണ്ട് ഇങ്ങോട്ട് വലിക്കണം. സോ താഴെയുള്ള മസിൽസ്. ഡോർസിഫ്ലെക്ഷൻ ഇങ്ങനെ നിൽക്കേണ്ടതുകൊണ്ട് ഇങ്ങോട്ട് വലിക്കണം. സോ
tibialis anterior. Next is about inversion and eversion. Inversion and eversion. So inversion means tibialis anterior and posterior. Tibialis ന്റെ ആൾക്കാരെല്ലാം invert ചെയ്യുന്നത് and eversion ന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ peroneus ആണ്. Okay, ഇത്രയും ക്ലിയർ ആയോ? ജസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ മതി. ഇന്ത്യ എന്നാണ് ഞാൻ പഠിച്ചത്. Okay, so inversion tibialis anterior and posterior. Then eversion വരുമ്പോൾ peroneus longus and brevis. Peroneus ആണ് വരുന്നത്. I hope this question is clear. Clear ആണോ? നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോട്ടെ. സോ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മളിപ്പോൾ സ്ട്രക്ചേഴ്സ് യെസ് ക്ലിയർ. താങ്ക് യു അജിത് ബാബു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? തുടങ്ങുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 65-year-old man presented with dilated veins around the umbilicus and vague pain in the epigastric region. പിന്നെ അതുപോലെ തന്നെ there is history of bleeding per rectum. റേഡിയോളജിക്കൽ എക്സാമിനേഷൻ ചെയ്തപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ head and neck of pancreasൽ there is an abnormal growth. So name the structure that would have been compressed by the pancreatic growth. അറിയോ എന്താന്ന്? ഇവിടെ എന്താണ് ഈ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് മനസ്സിലായോ? പോർട്ടൽ വെയിൻ. വെരി ഗുഡ് നേഹ സന്തോഷ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സോ പോർട്ടൽ വെയിൻ ആണ് ഇവിടെ കംപ്രസ്ഡ് ആയത്. സോ അതെന്തുകൊണ്ടാണ് കംപ്രസ് ആയതെന്ന് വെച്ചാൽ ദർ ഇസ് ഹെഡ് ആൻഡ് നെക്കിൽ ഓഫ് പാൻക്രിയാസിൽ ക്യാൻസർ ആണ്. സോ വിച്ച് ആർ ദ സ്ട്രക്ചേഴ്സ്? സോ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോർട്ടൽ. യെസ്, വെരി ഗുഡ് അജിത് ബാബു, വെരി ഗുഡ്. പോർട്ടൽ വെയിൻ, യെസ്. സോ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ആണ് നമ്മളുടെ ഇവിടുത്തെ കണ്ടീഷൻ. സോ ഒബ്സ്ട്രക്ഷൻ ഓഫ് പോർട്ടൽ വെയിൻ ഓർ ഇറ്റ്സ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ദർ ഇസ് ഇൻക്രീസ് പ്രഷർ. സോ ദാറ്റ് കോസസ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, അതാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇത് മെയിൻലി കാണുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് സിറോസിസിലൊക്കെ കാണാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഈ ട്യൂമർ ഓഫ് പാൻക്രിയാസ് കംപ്രസ് ചെയ്യുമ്പോഴും പോർട്ടൽ വെയിൻ ഒബ്സ്ട്രക്റ്റഡ് ആയി, കംപ്രസ്ഡ് ആയി, ഒബ്സ്ട്രക്റ്റഡ് ആയി ഇത് വരാറുണ്ട്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കാം? സ്പ്ലീനോമെഗാലി, അസൈറ്റിസ്, ഈസോഫേജിയൽ വാരിസസ്, ഹെമറോയിഡ്സ് ആൻഡ് ക്യാപിഡ് മെഡൂസെ. ക്യാപിഡ് മെഡൂസ എന്താണെന്നറിയോ? ക്യാപിഡ് മെഡൂസ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അംബ്ലിക്കസിന് ചുറ്റും you can see dilated veins. സോ ആ ഒരു പ്രസൻറ്റേഷനാണ് നമ്മൾ ക്യാപിഡ് മെഡൂസ എന്ന് പറയാം. പിന്നെ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെക്കൻഡ്, സ്ക്രീൻ പോയി തോന്നുന്നു. ഇപ്പം കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, സോ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ റെക്ടൽ വെയിൻസിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് പറയുന്നുണ്ട്. വി വിൽ കം ടു ദാറ്റ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് നെയിം ദ സ്ട്രക്ചർ ദാറ്റ് വുഡ് ഹാവ് ബീൻ കംപ്രസ്ഡ്. ദാറ്റ് ഇസ് പോർട്ടൽ വെയിൻ. യെസ്, റെഡിയാണ്. താങ്ക് യു അജിത് ബാബു, താങ്ക് യു. നെക്സ്റ്റ്, ഗിവ് ദ ഫോർമേഷൻ, കോസ്, റിലേഷൻസ് ആൻഡ് ടെർമിനേഷൻ ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഏത് സ്ട്രക്ചറാണ് ഉദ്ദേശിക്കുന്നത്? പോർട്ടൽ വെയിൻ. സോ പോർട്ടൽ വെയിൻ ആരൊക്കെയാണ് ഫോം ചെയ്തത്? അതാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഫോർമേഷൻ എഴുതണം. ആദ്യമേ തന്നെ പോർട്ടൽ വെയിൻ എവിടെ വെച്ചിട്ടാണ് ഫോം ആവുന്നത്? ദാറ്റ് ഇസ് ബിഹൈൻഡ് ദ പാൻക്രിയാസ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പാൻക്രിയാസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? ഈ ഡയഗ്രത്തിൽ കണ്ടാൽ പാൻക്രിയാസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് അത് അവിടെ പാൻക്രിയാസ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഡയഗ്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ദാറ്റ് ഓക്കേഴ്സ്, ദാറ്റ് ഫോർമേഷൻ ഇസ് ബിഹൈൻഡ് ദ പാൻക്രിയാസ്. കിട്ടിയല്ലോ? അപ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ ഫോർമേഷന് കാരണമായിട്ടുള്ളത്? ദാറ്റ് ഇസ് ബൈ ദ സ്പ്ലനിക് വെയിൻ ആൻഡ് സുപ്പീരിയർ മെസെൻട്രിക് വെയിൻ. സുപ്പീരിയർ മെസെൻട്രിക് വെയിൻ ആൻഡ് സ്പ്ലനിക് വെയിൻ നിങ്ങൾക്ക് ഇത് അറിയാമല്ലോ. സുപ്പീരിയർ മെസെൻട്രിക് വെയിൻ ആൻഡ് സ്പ്ലനിക് വെയിൻ ആണ് ജോയിൻ ആയി വരുന്നത്. സോ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പാർട്സ് നോക്കുവാണെങ്കിൽ 3 പാർട്സ് ആണുള്ളത്. സുപ്രാഡിയോഡിനൽ, റിട്രോഡിയോഡിനൽ, ഇൻഫ്രാഡിയോഡിനൽ. അത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനം വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, സുപ്രാഡിയോഡിനം എന്ന് പറയുമ്പോൾ ഡിയോഡിനത്തിൻ്റെ മുകളിലുള്ള പാർട്ട്, റിട്രോഡിയോഡിനം എന്ന് പറയുമ്പോൾ ഡിയോഡിനത്തിൻ്റെ ബാക്കിലുള്ള പാർട്ട്, ഇൻഫ്രാഡിയോഡിനം എന്ന് പറയുമ്പോൾ ഡിയോഡിനത്തിന് താഴെയുള്ള പാർട്ട്. സോ ദാറ്റ് ഇസ് ദ സുപ്രാഡിയോഡിനൽ, റിട്രോഡിയോഡിനൽ ആൻഡ് ഇൻഫ്രാഡിയോഡിനൽ പാർട്സ് ഓഫ് പോർട്ടൽ വെയിൻ. ക്ലിയർ ആണോ? ആൻഡ് വി ഹാവ് ടു സ്റ്റഡി ദ റിലേഷൻ ഓൾസോ. So about the relations, first of the infradiodinal part. Infradiodinal, which are the structures? The thing which you have to understand is portal vein തൊട്ട് ബാക്കിൽ IVC ആണ് ഉള്ളത്. So posterior relations of all these parts is IVC. ഇപ്പോഴേ തന്നെ ക്ലിയർ ആയിക്കോളൂ IVC. So next about the each part. First is anterior. Anteriorly, infradiodinal part, you can see neck of pancreas. Okay, infradiodinal part, anteriorly you can see the neck of pancreas, right? Then because
ഫോർമേഷൻ നടക്കുന്നതിനകത്താണ്. സോ ജസ്റ്റ് കഴിയുന്നതും കാണുന്നത് നെക്ക് ഓഫ് പാൻക്രിയാസ് ആണ് അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. നെക്സ്റ്റ് റിട്രോഡിയോണൽ പാർട്ടിൻ്റെ ഫ്രണ്ടിൽ ആരായിരിക്കും? റിട്രോഡിയോഡൽ പേര് വന്നത് തന്നെ ഡിയോഡിനത്തിൻ്റെ ബാക്കിലായതുകൊണ്ടാണ്. സോ ആൻറ്റീരിയർലി കാണുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനം ആൻഡ് ബൈൽ ഡക്ട് ആൻഡ് ഓൾസോ ഗ്യാസ്ട്രോഡിയോണൽ ആർട്ടറി. ഓക്കെ, നെക്സ്റ്റ് സുപ്രാഡിയോഡിനൽ പാർട്ട്. അവിടെ നമുക്ക് ആൻറ്റീരിയർലി കാണുന്നത് എന്താണ്? ഹെപ്പാറ്റിക് ആർട്ടറിയും ബൈൽ ഡക്റ്റും ആണ് കാണുന്നത്. കുറെ കൂടെ മുകളിലോട്ട് എത്തി. സോ ലിവറിൻ്റെ അടുത്തെത്തി. സോ യു ക്യാൻ സി ഹെപ്പാറ്റിക് ആർട്ടറി ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ബൈൽ ഡക്റ്റ് ഓൺ ദ റൈറ്റ്. ഇത്രയും ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് അബൌട്ട് ദ പാർട്സ് ഓഫ് പോർട്ടൽ വെയിൻ ആൻഡ് റിലേഷൻസ് ആൻഡ് ദ കോസ് നമ്മൾ പറഞ്ഞു. രണ്ടുപേരും ജോയിൻ ചെയ്തിട്ട് ദാറ്റ് കോസ് ദ ഫോർമേഷൻ ഓഫ് ദ പോർട്ടൽ വെയിൻ. ആൻഡ് പോർട്ടൽ വെയിൻ എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസ് ഉണ്ട്. സോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ച്. ദിസ് റൈറ്റ് ബ്രാഞ്ച് ഇസ് ഷോർട്ടർ ആൻഡ് വൈഡർ. റൈറ്റ് ഷോർട്ടർ ആൻഡ് വൈഡർ ആണ്. ആൻഡ് ദാറ്റ് എൻറ്റേഴ്സ് ദ റൈറ്റ് ലോബ് ഓഫ് ലിവർ. സിമ്പിൾ അല്ലേ? ഷോർട്ടർ ആൻഡ് വൈഡർ എൻറ്റേഴ്സ് ദ റൈറ്റ് ലോബ് ഓഫ് ലിവർ. ആൻഡ് വാട്ട് അബൌട്ട് ദ ലെഫ്റ്റ് ബ്രാഞ്ച്? ലെഫ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ലോങ് ആൻഡ് നാരോവർ. ആൻഡ് ദാറ്റ് ആക്ച്വലി എന്താണ്? ലെഫ്റ്റ് ലോബിലാണ് പോകുന്നത്. ഓക്കെ, സിമ്പിൾ ടോപ്പിക്. ഇനി ഇൻട്രാ ഹെപ്പാറ്റിക് കോഴ്സോട് ജസ്റ്റ് പറയാം. നമ്മുടെ ഒരു ഹിസ്റ്റോളജി റിലേറ്റഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. നോട്ട് ദാറ്റ് മച്ച് നീഡഡ്, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഐ എം ഡിസ്കസിങ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഓരോ ബ്രാഞ്ചും അവിടെ എത്തുന്നു. ആഫ്റ്റർ ദാറ്റ് ദോസ് അലോങ് ലൈക്ക് ഹെപ്പാറ്റിക് ആർട്ടറി പോലെ തന്നെ ദി ഡിവൈഡ്സ് ആൻഡ് ഫൈനലി സൈനോസോയിഡ്സ് ആവുന്നു. ഇത് സൈനോസോയിഡ് വീനസ് ബ്ലഡ് ആൻഡ് മിക്സ്ഡ് വിത്ത് ദ ഹെപ്പാറ്റിക് ആർട്ടീരിയൽ ബ്ലഡ് ഓൾസോ. ആൻഡ് ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ഒരു സെപ്പറേഷൻ ഇസ് ജസ്റ്റ് എ സിംഗിൾ ലെയർ ഓഫ് ഫാഗോസൈറ്റ്സ്. You studied that in the histology part and the details of the liver like that. Second year ഇത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. In the cirrhosis, same things. Okay, so I hope this much it's clear. Next about the tributaries. Tributaries എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രിൻസിപ്പൽ ആയിട്ട് വരുന്ന tributaries, they are നമ്മുടെ formatory veins എന്ന് പറയുന്ന ആരൊക്കെയാണ്? നമ്മുടെ formative veins, like form ചെയ്യുന്ന veins. Formative tributaries, they are the splenic vein and the superior mesenteric vein. Primary ആയിട്ടുള്ള ആൾക്കാരാണ്. Then you can see superior pancreatoduodenal vein, then right gastric veins, then you can see left gastric vein. Then after branching you can see some tributaries like paraumbilical veins and cystic veins. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ബ്രാഞ്ച്, ദിസ് ഇസ് റൈറ്റ് ലെഫ്റ്റ്. എന്തുകൊണ്ട് നമുക്ക് ഇവിടെയും പറ്റുന്നില്ല? നമ്മളിവിടെ സൈൻ ബോർഡ് എഴുതിയിട്ടില്ല അല്ലേ? റൈറ്റ് ലെഫ്റ്റ് എന്ന് എഴുതിയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ, റൈറ്റ് അല്ലേ? സോ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ നമ്മൾ എപ്പോഴും സൈൻ ബോർഡിൻ്റെ കാര്യം ഓർക്കുക. ഓക്കെ, സൈൻ ബോർഡ് എപ്പോഴും ഓർക്കുക. ഏത് ഡയഗ്രം കിട്ടിയാലും സൈൻ ബോർഡ് ഓർക്കുക. ഓക്കെ, ദാറ്റ് വിൽ ഗിവ് യു ബെറ്റർ മാർക്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷനാണ്. കുട്ടിക്ക് നന്നായിട്ട് അറിയാം, കുട്ടിക്ക് എങ്ങനെയാണ് ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ട്രിബ്യൂട്ടറീസ്. നെക്സ്റ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിലോട്ട് പോകാം. ഓക്കെ, so first two questions ആയിട്ടുണ്ട്. Name all the possible sites where this could be dilated veins ഉള്ളത് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ആയിരിക്കും ഈ ഒരു കണ്ടീഷനിൽ ഡൈലേറ്റഡ് വെയിൻസ് കാണുക. ഗിവിംഗ് ദ നെയിംസ് ഓഫ് ദ വെയിൻസ് ഇൻവോൾവ് വിത്ത് റീസൺസ് ആൻഡ് ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻ. 3 മാർക്സ് ആട്ടോ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കോഴ്സ് ഓഫ് റിലേഷൻ ലൈക്ക് ആൻഡ് ട്രിബ്യൂട്ടറീസ് എവറിത്തിങ് ഫോർമേഷൻ, ഇതെല്ലാം കൂടി നമുക്ക് 4 മാർക്സ് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തു. പോർട്ടൽ വെയിൻ 1 മാർക്ക് കിട്ടി. ആൻഡ് നൗ പോസിബിൾ സൈറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് നമ്മളുടെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇത് മാത്രമായിട്ട് 4 മാർക്സിന് ചോദിക്കുകയാണ്. ദാറ്റ് ഇസ് ദ പോർട്ടോകേവൽ അനസ്റ്റമോസിസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. എനിക്ക് അറിയത്തില്ല ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയണത്, അത്രയ്ക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോർട്ടോകേവൽ അനസ്റ്റമോസിസ്. എന്താണ് പോർട്ടോകേവൽ അനസ്റ്റമോസിസ്? സോ അബൌട്ട് ദ പോർട്ടോകേവൽ അനസ്റ്റമോസിസ്. സോ ഫസ്റ്റ് നമുക്ക് ഓരോരോ ഏരിയ ആയിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ ഈസോഫേഗസിൻ്റെ ഏരിയയിലാണ് പറയാൻ പോകുന്നത്. ഈ ഇവിടെ വയലറ്റ് കളറിൽ കാണുന്നത് പോർട്ടൽ സിസ്റ്റവും നമ്മളുടെ ബ്ലൂ കളർ കാണുന്ന സിസ്റ്റമിക് സിസ്റ്റമാണ്. ജസ്റ്റ് അത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ അടുത്ത് ഞാൻ പറയാൻ വന്നൊരു കാര്യം വെച്ചാൽ നിങ്ങളൊരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്യുക. സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ആ കളർ തന്നെ വെച്ചിട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് എഴുതുക. സോ അത് വീണ്ടും നമുക്ക് ക്ലിയർ ആവും. അല്ലെങ്കിൽ നമ്മൾ എന്താ കുറേ വായിച്ചു വന്നിട്ടാണ് ഓ ഇതാണല്ലേ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഒരാളുടെ ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് ക്ലിയർ, ഇറ്റ്സ് എവിഡൻറ്റ്, റൈറ്റ്? So like that you should present the answer. So presenting the answer is also a very important part to fetch your marks. Okay, fetch more marks. So coming to the topic, first is at the esophagus. Esophagus is esophageal tributaries of axillary hemizygous vein and esophageal branch of left gastric vein. So this fully I discuss cheyanonnundo ninge just ee diagram thanne nannayittu padikkanam. So
ഞാൻ ജസ്റ്റ് സൈറ്റ്സ് പറയാം. ഫസ്റ്റ് സൈറ്റ് ഇസ് അറ്റ് ദ ഈസോഫേഗസ്. അതെന്ന് പറയുമ്പോൾ ആക്സറി ഹെമിസൈഗസ് വെയിനും നമ്മുടെ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെയിൻ്റെ ബ്രാഞ്ചും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 2 ഇസ് അറ്റ് ദിസ് ഏനൽ കനാൽ. ഇവിടെയാണ് നമുക്ക് എന്ത് കാണുന്നത്? ഹെമറോയിഡ്സ് കിട്ടുന്നത് അല്ലേ. നമ്മളുടെ സുപ്പീരിയർ റെക്ടൽ വെയിനും മിഡിൽ ആൻഡ് ഇൻഫീരിയർ റെക്ടൽ വെയിനും കൂടി അനസ്റ്റോമോസിസ് നടക്കുന്നത് അവിടെയാണ്. സോ ദാറ്റ്സ് ആക്ച്വലി ഹെമറോയിഡ്സിൻ്റെ ഫോർമേഷൻ റീസൺ ഇതാണ്. സോ ഫസ്റ്റ് ഈസോഫേഗസ് പറഞ്ഞാൽ അവിടെ എന്താണ്? ഈസോഫേഗിയൽ വാരിസസ് കിട്ടിയല്ലോ. തേർഡ് പോയിന്റ് എവിടെയാണ്? ദ സൂപ്പർഫിഷ്യൽ വെയിൻസ് ഓഫ് ആൻറ്റീരിയർ അബ്ഡോമിനൽ പാരാംബിലിക്കൽ വെയിൻസ് കൂടിയുള്ളത് അവിടെയാണ് എന്തുണ്ടാക്കുന്നത്? ക്യാപിഡ് മെഡൂസെ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഫോർത്ത് പാർട്ട് എവിടെയാണ്? യെസ്, ഹിയർ യു ക്യാൻ സീ ഫ്രണിക് വെയിൻസ് ആണ് വരുന്നത് അല്ലേ. ഫ്രണിക് വെയിൻസും നമ്മളുടെ ബെയർ ഏരിയ ഓഫ് ലിവറിൽ നടക്കുന്ന ഒരു അനസ്റ്റോമോസിസ് ആണ്. ഫ്രണിക് വെയിൻ ആൻഡ് ഓൾസോ എ ട്രിബ്യൂട്ടറി ഓഫ് hepatic veins. Okay, so that is systemic and also what? Portal system നമ്മുടെ പോർട്ടൽ വെയിൻ്റെ ബ്രാഞ്ചും ഫ്രണിക് വെയിനും കൂടെ ഉള്ള അനസ്റ്റോമോസിസ് ആണ്. സോ പോർട്ടൽ വെയിൻ ഇറ്റ്സെൽഫ് ഇസ് ആക്ച്വലി ഒരു ബ്രാഞ്ച് വരുന്നുണ്ട് ആൻഡ് ഫ്രണിക് വെയിൻ അതാണ് ഫോർത്ത് ബ്രാഞ്ചിൽ വരുന്നത്. ദെൻ ഫിഫ്ത്ത് ഇസ് ബിറ്റ്വീൻ ദ കോളിക് വെയിൻസ് ആൻഡ് റീനൽ വെയിൻസ്. ഹിയർ യു ക്യാൻ സീ ബിറ്റ്വീൻ ദ കോളിക് വെയിൻ ആൻഡ് റീനൽ വെയിൻ. ഓക്കെ, ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതർ സ്ട്രക്ചേഴ്സ് ഇൻവോൾവ്. ഏതൊക്കെ അതർ സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ഏതായിരിക്കും? ഈ കംപ്രഷൻ വേറെ ആർക്കൊക്കെ സംഭവിക്കാം? കോമൺ ബൈൽ ഡക്റ്റിന് സംഭവിക്കാം അല്ലേ. സോ CBDക്ക് സംഭവിക്കാം. ദെൻ ഞാനിപ്പോൾ പറഞ്ഞ പോർട്ടൽ വെയിന് സംഭവിക്കാം. പിന്നെ റയർലി ചിലപ്പോൾ സ്റ്റൊമക്കിന് സംഭവിക്കാം. സോ ദീസ് ആർ ദ മെയിൻ 3 structures that have the compress due to the carcinoma of head of pancreas. Clear ആണോ? So next question was development of pancreas. Development of pancreas mainly ഇത്രയും കാണുമ്പോൾ നിങ്ങൾ പേടിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു 4 ഡയഗ്രാം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഇതിൻ്റെ സമ്മറൈസ്ഡ് വേർഷൻ നിങ്ങൾ എഴുതിയാൽ മതി. 2 മാർക്സിനാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. നമുക്ക് 3 മാർക്സ് ഓഫ് ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാം. പാൻക്രിയാസ് എസ് ആയിട്ട് വന്നാൽ കുറച്ചുകൂടെ മാർക്ക് വെയിറ്റേജ് വരും. സോ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചുകൂടി എഴുതാൻ അറിഞ്ഞിരിക്കണം. സോ മെയിൻലി അറിയേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് എ വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് ആൻഡ് ഡോസൽ പാൻക്രിയാറ്റിക് ബഡ്. ഞാൻ ജസ്റ്റ് അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. യു ഹാവ് വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് ആൻഡ് യു ഹാവ് ഡോസൽ പാൻക്രിയാറ്റിക് ബഡ്. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡക്സ് ഉണ്ട്. ഡ്യൂറിങ് ദ റൊട്ടേഷൻ ഓഫ് ഗട്ട് എന്താണ് നമ്മൾ വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് ചെറുതാണല്ലേ. അതിൻ്റെ അഡൽട്ട് ഡെറിവേറ്റീവ് ആണ് അൺസിനേറ്റ് പ്രോസസ് ഓഫ് പാൻക്രിയാസ്. ആ ഒരു ഇതാണല്ലോ പാൻക്രിയാസ്. അപ്പോൾ ദിസ് ഇസ് ദ അൺസിനേറ്റ് പ്രോസസ് ഓഫ് ദ പാൻക്രിയാസ്. ഈ ഒരു സ്ട്രക്ചർ വന്നതാണ് ഇതിൽ നിന്നാണ് വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ്. അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഇത് കറങ്ങി വന്നിട്ട് ലൈക്ക് ദാറ്റ് ഇതിൻ്റെ അടുത്തേക്ക് എത്തി അല്ലേ, നമ്മുടെ ഡോസൽ പാൻക്രിയാറ്റിക് ബഡിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ടത് രണ്ടുപേരും കൂടി ഫ്യൂഷൻ സംഭവിക്കുകയാണ്. പിന്നെ അവരുടെ ഡക്സ് തമ്മിലും ഫ്യൂഷൻ സംഭവിക്കുകയാണ്. ഇതാണ് ആക്ച്വലി നമ്മളുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇപ്പം ഭയങ്കര ക്ലിയർ അല്ലേ? നമുക്ക് 2 ബഡ് ഉണ്ട്. സോ സിമ്പിളാണ്. ഓക്കെ, സോ ഇനി ഓരോ ബഡും എവിടെ നിന്നാണ് എറൈസ് ചെയ്ത് വരുന്നത് നോക്കാം. വെൻട്രൽ ബഡ് കണ്ടോ, നമ്മൾ ബൈൽ ഡക്റ്റിൻ്റെ ഒക്കെ അടുത്താണ്. സോ നമ്മുടെ ഹെപ്പാറ്റിക് ബഡ് ഉണ്ടായതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് വെൻട്രൽ ബഡ് കിട്ടിയത്. ഡോർസൽ ബഡ് എന്ന് പറഞ്ഞാൽ പ്രോക്സിമലി നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനേക്ക് മുന്നേ ഡയറക്ട്ലി ഫ്രം ദ ഡിയോഡിനാണ് വന്നത്. ഓക്കെ, സോ ഇതാണ് എൻ്റെ സോഴ്സസ് ഓഫ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ക്വസ്റ്റൻ അതായത് സോഴ്സസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് പാൻക്രിയാസ് ആയിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ജസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് പാൻക്രിയാസ് ഫുള്ളി പഠിച്ചു കഴിഞ്ഞു. വെൻട്രൽ ബഡ് ഉണ്ട്, ഡോസൽ ബഡ് ഉണ്ട്. ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് എഴുതുമ്പോൾ വീണ്ടും ഒരു പോയിന്റാണ്. സ്മോളർ വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ്, ലാർജർ ഡോസൽ പാൻക്രിയാറ്റിക് ബഡ്. സ്മോളർ വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് എവിടെയാണ്? ഹെപ്പാറ്റിക്കിൻ്റെ കൂടെ, ഹെപ്പാറ്റിക് ബഡിൻ്റെ കൂടെ ഉണ്ടായതാണ്. ലാർജർ ഡോസൽ പാൻക്രിയാറ്റിക് ബഡ് എന്ന് പറഞ്ഞാൽ ഡിയോഡിനത്തിൽ നിന്ന് ഡയറക്റ്റ്ലി വന്നതാണ്. റൊട്ടേഷൻ്റെ സമയത്ത് എന്താണ്? അത് തിരിഞ്ഞു വരുന്നു. സോ ഈ തിരിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം പറ്റുക അല്ലേ. തിരിഞ്ഞു വന്നത് കറക്റ്റായിട്ടല്ല വന്നതെങ്കിൽ ഈ ഒരു ഡിയോഡിനത്തിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ ഇത് എന്താണ് ഇങ്ങനെ ഒരു റിംഗ് പോലെ വരാൻ പറ്റും ഈ പാൻക്രിയാസിന്. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആനുലാർ പാൻക്രിയാസ്. സോ ദാറ്റ്സ് എ ഡെവലപ്മെന്റൽ അനോമലി, കൺജന്റൽ അനോമലി ഓഫ് പാൻക്രിയാസ്. ക്ലിയർ ആണോ? അതാണ് അതിൻ്റെ ഒരു ക്ലിനിക്കൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡക്സ് പറയുവാണെങ്കിൽ കണ്ടോ, ആക്സറി പാൻക്രിയാറ്റിക് ഡക്ട്. ഇത് ആക്ച്വലി പോയിട്ട് മെയിൻ ഡക്റ്റും ആക്സറി പാൻക്രിയാറ്റിക് ഡക്റ്റും ആണുള്ളത്. ഡോസലി എന്ന് വരുന്നത് നമുക്ക് ആക്സസറി പാൻക്രിയാറ്റിക് ഡക്റ്റ് ആവും. ഈ കറങ്ങി തിരിഞ്ഞ് വന്ന ആൾ പിന്നെ അങ്ങ് മെയിൻ ആവും. സോ ദാറ്റ്സ് എ മെയിൻ പാൻക്രിയാറ്റിക് ഡക്ട്. സോ ദാറ്റ്സ് അബൌട്ട് ദ കൺജന്റൽ അനോമലീസ് എന്ന് പറയുമ്പോഴത്തേക്കും ആനുലാർ പാൻക്രിയാസ് ഇറ്റ്സ് എ ഡെവലപ്മെന്റൽ അനോമലി. ഞാൻ പറഞ്ഞില്ല, എൻസർക്കിൾ ചെയ്യും സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനത്തിൽ. നെക്സ്റ്റ് ആക്സറി പാൻക്രിയാറ്റിക് ടിഷ്യൂ. ആക്സറി പാൻക്രിയാറ്റിക് ടിഷ്യൂ എന്താണ്?
ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. ആക്സറി പാൻക്രിയാറ്റിക് ടിഷ്യൂ നമുക്ക് സ്റ്റൊമക് വാളിലും ഡിയോഡിനത്തിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും മെക്കൽസ് ഡയബറ്റിക്കിലും അടുത്തുള്ള സ്ട്രക്ചേഴ്സിൽ പാൻക്രിയാറ്റിക് ടിഷ്യൂ വന്നിരിക്കാമല്ലോ. സോ അങ്ങനെ പറഞ്ഞാൽ മതി, കൂളാണ്. സോ നിങ്ങൾ എല്ലാ സ്ട്രക്ചേഴ്സും ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിയും അതിനടുത്ത് ആരൊക്കെ ആയിരിക്കുന്നു ലോജിക്കലി ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഒരിക്കലും സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. ഡയഗ്രാം വെച്ചിട്ട് ഓടിച്ച് നോക്കിയാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ ആദ്യമേ തന്നെ ആ ഒരു കോൺഫിഡൻസ് മൈൻഡിൽ കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഓരോന്ന് ഡയഗ്രാം വെച്ചിട്ട് എയർ അനാറ്റമി ചെയ്ത് റിവൈസ് ചെയ്യുക. ഒരിക്കലും വരയ്ക്കാൻ നിൽക്കരുത്. എനിക്ക് പറ്റിയ ചെറിയൊരു അബദ്ധമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഒരിക്കലും ഇങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആവരുത്. ഈ ഒരു എക്സാമിൻ്റെ സ്റ്റഡി ലീവിന് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആവാൻ നിങ്ങൾ നിൽക്കരുത്. ഓക്കെ, so that's about the pancreas and also this portal hypertension, portal vein, everything. So I hope it's clear ആണോ? കമൻറ്റിൽ ഇടാവോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ടോപ്പിക്കിൽ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാവോ? റിപ്ലൈ ഇടൂ ഗൈസ്. Yes. Thank you so much. Okay. So next question like പോവാണ്. Okay, next question. A 60-year-old man while rushing to catch the train in railway station felt severe chest pain with profuse sweating and tingling sensation along. ഇത് എന്താണ് സംഭവം? ഇത് MI ആണല്ലേ. സോ ലെഫ്റ്റ് ആർമിലേക്ക് റേഡിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എപ്പോൾ നിങ്ങൾ കണ്ണടച്ച ഉറങ്ങുമ്പോഴായിരുന്നാലും എൻ്റെ ആൻസർ പറയണം, ബിക്കോസ് അത്ര ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് സിവിയർ ചെസ്റ്റ് പെയിൻ വന്നിട്ടുണ്ട്, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, ടിംഗ്ലിംഗ് സെൻസേഷൻ, മീഡിയൽ ആസ്പെക്ട് ഓഫ് ലെഫ്റ്റ് ആമിലോട്ട് റേഡിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. സൂൺ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ECGയിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്നു. ബ്ലഡ് പ്രഷർ പെട്ടെന്ന് ഡ്രോപ്പായി വേഗം കോമയിലോട്ട് എത്തി. വിത്തിൻ സെവറൽ മിനിറ്റ്സ് മരിച്ചുപോയി. ആൻഡ് നമ്മൾ പോസ്റ്റ്മോർട്ടം നോക്കിയപ്പോഴത്തേക്കും ടോട്ടൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയാണ് കണ്ടത്. നിയർ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ഓഫ് റൈറ്റ് കൊറോണറി ആർട്ടറിയും സംഭവിച്ചിട്ടുണ്ട്. So the question is how a coronary artery produces retrosternal pain, tingling sensation. ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നു? അപ്പോൾ നമ്മൾ nerve supply ആണ് അവിടെ പറയേണ്ടത്. So the afferent pain fibers from the heart reaches the upper 4 or 5 thoracic spinal segments. So T4 അല്ലെങ്കിൽ T5 വരെയൊക്കെ ഉള്ള ഫൈബേഴ്സ് ആണ്. പെയിൻ ആയിട്ട് afferent pain fibers, പെയിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫൈബേഴ്സ്. ഓക്കെ, പെയിൻ ക്യാരി ചെയ്യുന്ന ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ upper 4 അല്ലെങ്കിൽ 5 thoracic spinal segments. ഓക്കെ, അവരാണ് ഇത് ക്യാരി ചെയ്യുന്നത് ത്രൂ ദ കാർഡിയാക് ബ്രാഞ്ചസ് ഓഫ് സിമ്പതറ്റിക് ട്രങ്ക്സ്. ഓക്കെ, അത് ലെഫ്റ്റ് സൈഡിലാണ്, മെയിൻലി ഓൺ ദ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വെറുതെ ലെഫ്റ്റ്, അല്ലാതെ വെറുതെ ലെഫ്റ്റിലോട്ടൊരു ചായവിൻ്റെ ആവശ്യമില്ലല്ലോ. സോ ദാറ്റ്സ് ദ റീസൺ. So upper 4 or 5 segments, thoracic spinal segments through the cardiac branches of sympathetic trunk. ഈ സെൻറ്റൻസ് ഇതുപോലെ പഠിക്കുക, ഇപ്പോഴേ വേണമെങ്കിൽ പഠിച്ചു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പെയിൻ ഫൈബേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സാധാരണ ഇത് ഫിസിയോയിൽ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് അനാറ്റമിയിലും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈവൻ ഇത് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്? 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വെറുതെ ഒരു 2 മാർക്ക് കിട്ടുവാണ് ഈ ഒരു സെൻറ്റൻസ് പഠിക്കുന്നതിലൂടെ. ഓക്കെ, സോ അപ്പർ T4 to T5 സെഗ്മെൻറ്റ്സിൽ നിന്ന് ത്രൂ ദ കാർഡിയക് ബ്രാഞ്ചസ് ഓഫ് സിമ്പതറ്റിക് ട്രങ്ക്സ് യൂഷ്വലി ഇൻ ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ പെയിൻ നമുക്ക് ലെഫ്റ്റ് പെരികാർഡിയത്തിലോട്ടാണ് മെയിൻലി കിട്ടുന്നത്. T4 and T3 ഡെർമറ്റോംസ് ആൻഡ് മീഡിയൽ സൈഡ് ഓഫ് ആം. T2 T1 ഡെർമറ്റോം, സെയിം ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പെയിൻ്റെ തിയറീസും കാര്യങ്ങളൊക്കെ ഫിസിയോയിൽ, അത് സെയിം സാധനം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൊറോണറി ആർട്ടറീസിൻ്റെ origin, cause and areas of distribution. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഐറിസ് ലേണിങ്ങിൻ്റെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയാം, ബിക്കോസ് ഇത് തന്നെ ഒരു 1 hour ടോപ്പിക്കാണ്. ഈ ഒരു കൊറോണറി ആർട്ടറി ഹാർട്ട് എന്ന് പറയുന്ന ഒരു 1 hour ടോപ്പിക്കാണ്. ഐ ഹോപ്പ് യു ഗൈസ് നോ അബൌട്ട് ദാറ്റ്. സോ ജസ്റ്റ് നോട്ടിച്ച് പറയാം അതിൻ്റെ ഒറിജിൻ, കോസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഒറിജിൻ, അതിന് മുന്നേ ഈ ഒരു ഡയഗ്രം നോക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഞാൻ ഈസിക്ക് പഠിച്ചതാണ്, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. സോ അയോട്ടിക് സൈനസ്, നമ്മുടെ അയോട്ടിക് സൈനസിന് യു ഹാവ് ആൻറ്റീരിയർ പാർട്ട്. നമ്മുടെ അയോട്ടിക് സൈനസ് ഡിവൈഡായി, ആൻറ്റീരിയർ ആയിട്ട് ഡിവൈഡായി, പോസ്റ്റീരിയർ ആയിട്ട് ഡിവൈഡായി. ഈ പോസ്റ്റീരിയർ ആയിട്ട് ഡിവൈഡ് ആയത് പിന്നെ റൈറ്റും ലെഫ്റ്റും ആയിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്. സോ ദിസ് ആൻറ്റീരിയർ അയോട്ടിക് സൈനസ്, ആൻറ്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നുണ്ടായതാണ് റൈറ്റ് കൊറോണറി ആർട്ടറി. പിന്നെ
പോസ്റ്റീരിയർ അയോട്ടിക് സൈനസിൽ രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്, ലെഫ്റ്റ് പോസ്റ്റീരിയർ ആൻഡ് റൈറ്റ് പോസ്റ്റീരിയർ. ഈ ലെഫ്റ്റ് പോസ്റ്റീരിയറിൽ നിന്ന് വന്നതാണ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആൻഡ് റൈറ്റ് പോസ്റ്റീരിയറിൽ നിന്ന് വന്നതാണ് നോൺ കൊറോണറി സൈനസ്. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഇതൊന്ന് പറയാം. നമ്മളുടെ ഈ ഒരു കൊറോണറി ആർട്ടറീസിൻ്റെ ഒറിജിൻ വരുന്നത് അയോട്ടിക് സൈനസിൽ നിന്നാണ്, from the aortic sinus. So coronary arteries arises from the aortic sinus. We have some compartments. Aortic sinus is divided into anterior and posterior parts. This anterior part leads to the formation of right coronary artery, and this posterior part is further divided into left and right regions. This left posterior part leads to the formation of left coronary artery, and right posterior part leads to the formation of non-coronary sinus. I hope it's clear. So ഇനി നമുക്ക് ഇതിൻ്റെ ഒറിജിൻ എഴുതാൻ പറ്റും. ഇനി റൈറ്റ് കൊറോണറി നോക്കിയപ്പോൾ നമ്മൾ എന്ത് എഴുതും? ആൻറ്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദ അസെൻഡിങ് അയോട്ട. ക്ലിയർ അല്ലേ? സോ ആദ്യമേ തന്നെ ഇത് കുറച്ച് കോണസിൻ്റെ ബ്രാഞ്ചസ് കൊടുക്കും. ലൈക്ക് നമ്മുടെ റൈറ്റ് കോണസ് ആർട്ടറി, അതാണ് നമ്മൾ ആദ്യമേ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ സൈനോ ഈട്രിയൽ നോഡൽ ആർട്ടറി കൊടുക്കുന്നുണ്ട്. സോ SA നോഡിന് കൊടുക്കുന്നത് ഏത് കൊറോണറി ആർട്ടറിയാണ്? റൈറ്റ് കൊറോണറി ആർട്ടറി. SA നോഡിൽ കൊടുക്കുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറിയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, 5 സ്റ്റാർ പോയിന്റ് ആണിത്. വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. SA നോഡൽ ആർട്ടറിക്ക് ലൈക്ക് SA നോഡിന് ആരാണ് സപ്ലൈ കൊടുക്കുന്നത്? റൈറ്റ് കൊറോണറി ആർട്ടറി. Then it has some atrial branches. അതെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ in between the right auricle, in the AV, right AV groove or like coronary sulcusലൂടെ ഇത് പോകുന്നുണ്ട്. And then it reaches the junction of the inferior and right border of the heart, and after that it turns and goes posteriorly. Okay, as you can see here, posteriorly, and then they will before going there they will give another branch at the junction, and that is the marginal branch, and after going that goes actually in the posterior AV AV groove. Clear? It's very simple, and it gives some branch in the one important branch in the interventricular septum, posterior interventricular septum also. Like that, left coronary artery that arises from the left posterior aortic sinus, and from that they come between the left auricle and the pulmonary trunk, and then they divides. ആദ്യം എന്താണ്? സർക്കംഫ്ലക്സ് ആർട്ടറി ആകും. സർക്കംഫ്ലക്സ് എന്ന് പറയുമ്പോൾ സർക്കിൾ ആയിട്ട് പോകണം അല്ലേ? സോ ഇത് കറങ്ങി തിരിഞ്ഞ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. ആസ് യു കെൻ സീ ഹിയർ, ദേ വൈൻഡ്സ് അറൗണ്ട് ആൻഡ് ദേ ഗോസ് ബാക്ക്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടറി, ഒരു ബ്രാഞ്ച് ആണ്, ദാറ്റ് ഇസ് ദ ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി. ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറിയുടെ വേറൊരു പേരെന്താണ്? ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, LAD, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ഓക്കെ, സോ അതും പിന്നെ വന്ന് എപ്പെക്സിൽ വന്നിട്ട് അത് വൈൻഡ് ചെയ്ത് ബാക്കിലോട്ട് പോകും. പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ അനദർ ബ്രാഞ്ചസ് ഡയഗണൽ ആർട്ടറി, ലെഫ്റ്റ് മാർജിനൽ ആർട്ടറി ആൻഡ് ഓൾ. സോ ഇത് നിങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഇത് ഷോർട്ടാക്കി, വളരെ ഷോർട്ടാക്കിയാണ് നിങ്ങൾക്കിത് പറഞ്ഞു തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഓവർവ്യൂ തന്നേ ഉള്ളൂ ഈ ഡയഗ്രത്തിന്. അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ ഡയഗ്രത്തിന്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുവാണ്. സോ യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ ഒറിജിൻ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ മെയിൻലി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് ആർട്ടറി ഡോമിനൻസ്. സോ ഞാൻ വീണ്ടും പറയുന്നു, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് സ്റ്റഡി ദിസ്. ഈ ഡയഗ്രാം മാത്രമല്ല, യു ഹാവ് ടു സ്റ്റഡി ദ ഡിസ്ട്രിബ്യൂഷൻ. ഏതൊക്കെയാണ് ബ്രാഞ്ചസ്, എവിടേക്കാണ് ഇതിൻ്റെ സപ്ലൈ, ലൈക്ക് ദറ്റ് ഈ പോകുന്ന സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ ഏട്രിയ, പോസ്റ്റീരിയർ പാർട്ട് ഓഫ് വെൻട്രിക്കിൾ, പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൻ്റെ കുറച്ച് പാർട്ട്, കോണസ്, റൈറ്റ് ഏട്രിയൽ നോഡ്, അതാണ് റൈറ്റ് കൊറോണറി ആർട്ടറി. അതുപോലെ തന്നെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി പറയുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം? ഇവിടെ ലെഫ്റ്റ് കോണസ് സ്ഥലത്ത് വരുന്നുണ്ട്. ദെൻ യു ഹാവ് എ ഡയഗണൽ ബ്രാഞ്ച്, അത് ഈ ഒരു ഏരിയയിൽ എപ്പെക്സിൽ വരെ കൊടുക്കുന്നുണ്ട്. ഐ മീൻ ദെൻ ഈ LAD ഇവിടെ വെൻട്രിക്കിൾസ്, മിക്ക വെൻട്രിക്കിൾസിൻ്റെ പാർട്ട്, മോസ്റ്റ് ഓഫ് ദ വെൻട്രിക്കിൾ, ദെൻ ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റം, ലൈക്ക് ലെഫ്റ്റ് സൈഡ്. അങ്ങനെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയത്. ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടും, ജസ്റ്റ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ലെഫ്റ്റ് ആർട്ടറി ഡോമിനൻസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയാലോ, ഇതുവരെയുള്ള ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോകുവാണേ. അനസ്റ്റമോസിസ് ഓഫ് കൊറോണറി ആർട്ടറീസ്. അനസ്റ്റമോസിസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ലൈക്ക് എന്താണ് അനസ്റ്റമോസിസിൻ്റെ യൂസ് എന്താണ്?
ഇപ്പോൾ ഒരു സ്ഥലം ബ്ലോക്ക് ആവുകയാണെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ എത്താൻ വേണ്ടിയിട്ട് വേറൊരു ബ്രാഞ്ച് അവിടെ ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ ഇഷീമിക് ആവില്ല അല്ലേ, അവിടെ ബ്ലഡിൻ്റെ കുറവൊന്നും സംഭവിക്കില്ല, അവിടെ എപ്പോഴും ഹെൽത്തി ആയിട്ട് നിൽക്കും. പക്ഷേ നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം ഫാക്ടർ ഓഫ് ഒക്ലൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് സഡനായിട്ട് ഒക്ലൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അടുത്ത കൊളാറ്ററൽ സർക്കുലേഷൻ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇത് ആക്ച്വലി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി ആൻ അനാറ്റമിക്കൽ അനസ്റ്റമോസിസ് നോട്ട് ഫങ്ഷണൽ എന്നാണ് നമുക്ക് പറഞ്ഞു തന്നത്. ദാറ്റ് മീൻസ് മെയിൻലി ഇതൊരു അനാറ്റമിക്കൽ, കാണുമ്പോൾ എല്ലാവരും അടുത്തടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ, പക്ഷേ അവർ ചകടയാണെന്നല്ല, അവർക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് കൂടി കോപ്പറേഷൻ ഇല്ല. തീരെ ഇങ്ങനെ ഒരാൾ നശിച്ച് പതുക്കെ നശിക്കുകയാണെങ്കിൽ ഓക്കെ കൂട്ടുകൂടാം, ഓക്കെ അങ്ങനെ വിചാരിക്കും. പെട്ടെന്ന് അങ്ങ് നശിച്ചു പോയാൽ അവർ അതേ ഹേറ്റഡ് വെച്ച് നിൽക്കും. ദാറ്റ് മീൻസ് സഡൻ ആയിട്ടാണ് ഒക്ലൂഷൻ സംഭവിക്കുന്നത് എങ്കിൽ ആർട്ടീരിയോൾസ് ഡു നോട്ട് ഗെറ്റ് ടൈം ടു ഓപ്പൺ അപ്പ് ടു പ്രൊവൈഡ് ദ കൊളാറ്ററൽ സർക്കുലേഷൻ. അതേ സമയത്ത് പതുക്കെയാണ് ഒക്ലൂഷൻ സംഭവിക്കുന്നതെങ്കിൽ പതുക്കെ ബാക്കിയുള്ള ബ്രാഞ്ച് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് കൊളാറ്ററൽ സർക്കുലേഷൻ ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെ അനസ്റ്റമോസിസ് ബിക്കംസ് ഫങ്ഷണൽ. യൂഷ്വലി ഇറ്റ്സ് എൻ അനാറ്റമിക്കൽ അനസ്റ്റമോസിസ്, നോട്ട് ഫങ്ഷണൽ. ഇത് ഫങ്ഷണൽ ആവണമെങ്കിൽ ദർ ഇസ് എ കണ്ടീഷൻ, ദ ഒക്ലൂഷൻ ഷുഡ് ഒക്കർ സ്ലോലി. ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ എവിടെയൊക്കെയാണ് അനസ്റ്റമോസിസ് സംഭവിക്കാമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഇല്ല, സോ യു ഹാവ് ടു സ്റ്റഡി. മെയിൻലി 4 പ്ലേസസിലാണ് നമ്മുടെ ഹാർട്ട് നടക്കുന്നത്. Functionally end arteries. Very good. Okay. Next, apex, crux, IV septum and around aorta and pulmonary trunk. Clear ആണോ? So apex, crux, IV septum and around aorta and pulmonary trunk. So നമുക്ക് മെയിൻലി ഈ 4 സ്ഥലത്താണ് അനസ്റ്റമോസിസ് കാണുന്നത്. സോ ഫസ്റ്റ് വൺ എപ്പെക്സിലാണ്. എപ്പെക്സിൽ എന്താണ്, വെൻട്രിക്കുലർ ആർട്ടറീസ് തമ്മിലുള്ള അനസ്റ്റമോസിസ് ആണ് കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്രക്സിലാണ് കാണുന്നത്. ക്രക്സ് എന്താണ്? ക്രക്സ് ഈ എല്ലാ ഗ്രൂവിൻ്റെയും ജംഗ്ഷനെയാണ് നമ്മൾ ക്രക്സ് എന്ന് പറയുന്നത്. എല്ലാ ഗ്രൂവിൻ്റെയും ജംഗ്ഷൻ മീൻസ് യു ക്യാൻ സീ എ പോസ്റ്റീരിയർ atrioventricular septa and you can see IV septa here. I will change this color. Okay, as you can see here, okay, ഇതിലെല്ലാത്തിൻ്റെ ജംഗ്ഷനാണ് ഈ കാണുന്നത് അല്ലേ, this part. So that's the crux. Okay, that's the crux. Clear? സോ നമ്മൾ അപ്പെക്സ് പറഞ്ഞു, ക്രക്സ് പറഞ്ഞു. നെക്സ്റ്റ് ഇസ് IV septum. IV septum എന്ന് ഇന്റർവെൻട്രിക്കുലർ ആർട്ടറീസ് ആണ്. നമ്മുടെ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ വരുന്നത് ഇന്റർവെൻട്രിക്കുലർ ആർട്ടറീസ് ആണ്. നെക്സ്റ്റ് അയോർട്ട ആൻഡ് പൾമണറി ട്രങ്ക്. അവിടെ നമുക്ക് കോണസ് ആർട്ടറീസ് ആണ് കാണുന്നത്. അതായത് നമ്മുടെ കോണസ് എന്ന് പറയുന്ന ഏരിയയിലുള്ളത് കോണസ് ആർട്ടറീസ്. അപ്പോൾ മെയിൻലി ഈ 4 സ്ഥലത്താണ് അനസ്റ്റമോസിസ് ഉള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. ക്ലിയർ ആണോ? അപ്പെക്സ്, ക്രക്സ്, IV septum ആൻഡ് അറൗണ്ട് അയോർട്ട ആൻഡ് പൾമണറി ട്രങ്ക്. ആർട്ടറീസും അറിഞ്ഞിരിക്കാം. Okay, so next question is, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കൂ. Obstruction to which coronary artery is more likely to produce irregularities in heart rhythm and why? നമ്മുടെ മെയിൻലി നമ്മുടെ ഹാർട്ടിൻ്റെ റിതം റെഗുലർ ആക്കുന്ന ഒരു സ്ട്രക്ചറിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിക്ക് ഇഞ്ചുറി പറ്റും, ഒബ്സ്ട്രക്ഷൻ പറ്റുമ്പോഴായിരിക്കുമല്ലോ. സോ നമ്മുടെ LAD more than not LAD, നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഹാർട്ട് റിതത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? SA നോഡ് അല്ലേ. അപ്പോൾ നമ്മുടെ SA നോഡിനെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? SA നോഡിനെ സപ്ലൈ ചെയ്യുന്നത് SA നോഡൽ ആർട്ടറി. വെരി ഗുഡ്. SA നോഡൽ ആർട്ടറി വരുന്നത് എവിടെ നിന്നാണ്? റൈറ്റ് കൊറോണറി ആർട്ടറി. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? റൈറ്റ് കൊറോണറി ആർട്ടറി. സോ SA നോഡൽ ആർട്ടറി, നമ്മുടെ SA നോഡാണ് നമ്മൾ മെയിൻലി നമ്മുടെ ഹാർട്ട് റിതം നോക്കുന്നത്. നമ്മുടെ ഹാർട്ട് റിതം റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ 72 ബീറ്റ്സ് പെർ മിനിറ്റ്. അതിന് കാരണം നമ്മുടെ SA നോഡാണ്. അപ്പോൾ SA നോഡിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറി. സോ ദാറ്റ് ഇസ് ആക്ച്വലി SA nodal artery, that is from the right coronary artery. So ഏത് coronary artery എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എന്തെഴുതും? റൈറ്റ് coronary artery. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ ഗൈസ്? മനസ്സിലായോ അത്? സോ അതൊരു ആ ഡയഗ്രത്തിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ബട്ട് ദാറ്റ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ട്രിക്കി, റൈറ്റ്?
എപ്പോഴും നമ്മൾ LAD ആണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ കൂടുതലും ഒബ്സ്ട്രക്ഷൻസ് അത് ക്ലിയർ ആണ്. യെസ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെൻഷൻ ദ സൈറ്റ്സ് വേർ ദ ബ്രാഞ്ചസ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊറോണറി ആർട്ടറീസ് അനസ്റ്റമോസ്. അത് നമ്മൾ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ലെഫ്റ്റും റൈറ്റും കൊറോണറി ആർട്ടറീസ് എവിടെയൊക്കെയാണ് അനസ്റ്റമോസ് ചെയ്യുന്നത്? എവിടെയൊക്കെയാണ്? ക്രക്സിലുണ്ട്, അപ്പെക്സിലുണ്ട്, കോണസിലുണ്ട്, ദെൻ അയോട്ട ആൻഡ് പൾമണറി അത് പറഞ്ഞു, ക്രക്സിൻ്റെ കോണസിലുണ്ട്, ദെൻ IV സെപ്റ്റം. 4 സ്ഥലത്താണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ, ഫുള്ളി ക്ലിയർ ആണല്ലോ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ ഇതിനകത്തുള്ള സബ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അബൌട്ട് ദ ലെഫ്റ്റ് കൊറോണറി ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി ഏത് കൊറോണറി ആർട്ടറിയിൽ നിന്നാണ് വന്നത്? And that is dominance. ഏതിൽ നിന്നാണ് വന്നത്? That artery will be dominant. So the posterior interventricular artery, if it is from the right coronary artery, that's called right coronary dominance. If it is from the left coronary, circumflex branch of the left coronary artery, then it's called left coronary dominance. Dominance means the posterior interventricular artery എവിടെ നിന്നാണോ വരുന്നത്, that artery will be dominant. Clear? So that's about that question. I hope it's clear. Coming to the next question. Okay? Pakka? Okay. So next question is, a 65-year-old man came to the hospital with difficulty of passing urine, then frequency of micturition increased during night time. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് എന്താണെന്ന് വെച്ചാൽ BPH ആണ്, benign prostatic hypertrophy. So we have to name the lobe which is usually involved in this condition. ഈ കണ്ടീഷനിൽ ഏറ്റവും ഇൻവോൾവ് ആയ ലോബ് ഏതാണ്? മീഡിയൻ ലോബ്. ഓക്കെ, മീഡിയൻ ലോബ് ഇത് പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മീഡിയൻ ലോബാണ് യൂഷ്വലി ഈ ഒരു എന്താണ് BPHന് ഇൻവോൾവ് ആയിട്ടുള്ളത്. BPHൽ മെയിൻലി ഇൻവോൾവ് ആയിട്ടുള്ള ലോബ് എന്ന് വെച്ചാൽ മീഡിയൻ ലോബാണ്. ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്ന 1 വേർഡ് ടൈപ്പ് ഓഫ് പോയിന്റ്സ് ആണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക, മറക്കുന്നു തോന്നുകയാണെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡിസ്ക്രൈബ് ദ ഇറ്റ്സ് കവറിങ്സ്, ലോബ്സ്, വീനസ് ആൻഡ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. സോ നമ്മുടെ 1 മാർക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫോർ ദ 4 മാർക്സ്. സോ ജസ്റ്റ് നമുക്ക് ആദ്യം കവറിങ്സ് പറയുമ്പോൾ നമുക്ക് ക്യാപ്സ്യൂൾസ് ആണ്. നമുക്ക് ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളത് ഒരു ട്രൂ ക്യാപ്സ്യൂൾ ഉണ്ട്, ഒരു ഫോൾസ് ക്യാപ്സ്യൂൾ ഉണ്ട്. True capsule will be from the substance of the prostate and false capsule will be by the fascia. So true capsule is formed by the condensation of the peripheral fibrous stroma of the gland. So intimately related to the gland. The false capsule is the prostatic sheath that is derived from the pelvic fascia. Clear ano? Then we have another capsule, that's a surgical or pathological capsule. That means if there is an adenoma, okay, that is getting enlarged. So the peripheral part of that organ become compressed and that acts like a sheath, and that is called a pathological or surgical sheath. The capsule, the main things which you should know is the true capsule and the false capsule. So this is the diagram for the true capsule and the false capsule. As you can see here, false capsule is actually a pelvic fascia that covers both the coronary urinary bladder. From the urinary bladder is continuous. Then about the true capsule is actually within the gland, intimately related to the gland. Okay, in between that you can see the venous plexus, prostatic venous plexus. That's of clinical significance. If you do prostatectomy, like prostate gland removal, then you should leave both the capsules behind. Okay, you should just come to the gland and take that gland only. Okay, clear? Next about the coverings, lobes and venous. Okay, about the lobes, you can see, just study this diagram. Okay, in between the urethra and the opening of the prostatic utricle, that is in between the openings you can see the median lobe or the middle lobe. So that is actually the common lobe involved in the BPH, because that's in the center. So if that becomes enlarged, then everything will be compressed. So that's the common lobe that causes this damage. So that's about the median lobe. Then anterior lobe actually does not contain any glandular tissue, it just acts like a connection between 2 lateral lobes. So that's the lateral lobe. Then you can see a posterior lobe that connects the lateral lobes posteriorly. Then you can see ejaculatory duct opening and prostatic utricle opening, then prostatic urethra. So that's about this diagram. So okay, next is about the venous drainage. Simple, prostatic venous plexus, I already told that it's between the true capsule and the false capsule. Then just that continues with the
vesical venous plexus, that's of the urinary bladder. Then into the internal iliac veins, what's the drainage? Okay, two pathways of drainage. So one is into the internal iliac vein, next is into the external and internal vertebral venous plexus of Batson. So one is to the vertebra, other is to the internal iliac veins. So both front and back regions is study like that. Okay, I studied like that, and this is very important chart. You have that's about the metastasis. That is, if this prostatic plexus drains into the internal iliac vein and that drains into the IVC, that leads to the metastasis of cancer prostate into the heart and lungs. Then prostatic venous plexus, if it drains into the vertebral venous plexus of Batson, what happens? That reaches the intracranial dural venous sinus. We discussed about that yesterday. So that leads to the formation of the cancer metastasis in the vertebral column as well as the brain. So that's the clinical significance. I hope it's clear. Then about the lymphatic drainage, that leads to the internal iliac, external iliac, sacral group of lymph nodes. Internal, external and sacral group of lymph nodes. I hope it's clear. Okay, Pakka. Next question, mention the types of gland found in the prostate with the help of a diagram. And the next question was, name the part of urethra passing through it and its internal features. So about the glands. Glands, you can see as in this diagram, you have three parts. According to that, we divided into three zones. Okay, just study like that. They are the structural zones. Okay, structural zones. So the outer part, you can see the prostatic gland proper. As you can see here, prostatic gland proper, the main prostatic glands. Then you can see the submucosal glands in the middle and mucosal glands in the inner part. Okay. Coming to its diagram, this is a histology diagram. You all studied that, I know, but still, this is the amyloid body. Just study your diagram in your histologic book. Okay. You can see amyloid body or copper amylaceae in the lumen. Then you can see the glandular tissue seen as follicles lined by the columnar epithelium, then papillary projections you can see, and fibromuscular stroma, and mainly the tubulo-alveolar gland. The type of gland is what? Tubulo-alveolar gland. What? Tubulo-alveolar gland. I hope this is clear. Next, about the name the part of urethra. About the part of urethra. Okay. Next question was, name the part of urethra. Okay. Present in this part. Which is that? That's the prostatic part of urethra. Clear? Prostatic part of urethra. These are the features, internal features of the prostatic part. Yes, prostatic urethra. Very good, very good, very good, Mekat. Very good. So, prostatic part of urethra. So, this internal features to this diagram. This is very, very important. Okay? Very, very important. Just draw one thing. That is the urethral crest. Then you can see the opening of the prostatic utricle in the center and also ejaculatory ducts near them, and okay, in the ejaculatory ducts near them. Then you can see colliculus seminalis or verumentanum. Then you can see the prostate gland surrounding them, and then I can see that elevated thing, that is actually the prostatic sinus. Okay. I hope this is clear. So, prostatic part, it's within the prostate, the 3 cm, horseshoe shaped, widest and most dilatable part of urethra. It's the widest and most dilatable part of urethra. Then you can see openings, prostatic utricle, ejaculatory ducts and prostatic glands. I hope this question is clear. Fully we discussed this part. So, we discussed the prostate fully. This is an essay, right? So, we got 10 out of 10. Clear? Yes, clear. Thank you, Ajit Babu. Thank you so much. Next question. 52-year-old man presented with shortness of breath and coughing up small volumes of blood. Okay. Shortness of breath, coughing up small volumes of blood. Then on clinical examination, you can see multiple dilated veins around the neck.
multiple dilated veins around the neck. On chest X-ray, it's demonstrated that a tumor mass involving upper part of right lung and elevated right dome of diaphragm. So, what is this? Compression of which structure is responsible for this dilated veins? അറിയുമോ? ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ ലങ്ങിൻ്റെ അപ്പർ പാർട്ടിൽ ഒരു ട്യൂമറാണ് സംഭവിച്ചത്. നമ്മൾ ക്ലിയർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കണം, കുറച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ലങ്ങിൻ്റെ അപ്പർ പാർട്ടിൽ ഒരു ട്യൂമർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു സ്ട്രക്ചർ കംപ്രസ്സായി. ആ കംപ്രസ് ആയത് കാരണം നെക്കിൽ ഡൈലേറ്റഡ് വെയിൻസ് ഉണ്ട്. ഓക്കെ, നെക്കിൽ ഡൈലേറ്റഡ് വെയിൻസ് ഉണ്ട്. ആൻഡ് അവിടെ പ്രസൻറ്റേഷൻ ഒന്നും ഭയങ്കര ഷോർട്ട്നെസ് ഓഫ് ബ്ലഡ്. അപ്പോൾ അവിടെ ഒരു കംപ്രഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് സ്മോൾ വോളിയൂംസ് ഓഫ് ബ്ലഡ് കഫ് ചെയ്ത് കളയുന്നുമുണ്ട്. അപ്പോൾ നമ്മളുടെ കംപ്രസ്ഡ് പാർട്ടാണ് അറിയണമെങ്കിൽ നമ്മളുടെ ലങ്ങിൻ്റെ റൈറ്റ് ലങ്ങിൻ്റെ റിലേഷൻ നമുക്ക് നോക്കണം. റൈറ്റ് ലങ്ങിൻ്റെ റിലേഷൻ നോക്കുകയാണെങ്കിൽ ആസ് യു കെൻ സീ ഹിയർ, ദിസ് അത്ര നല്ല ഡയഗ്രം അല്ല, നമുക്ക് ഞാൻ ക്ലിയർ ആയിട്ട് വരച്ചൊരു ഡയഗ്രം ഉണ്ടായിരുന്നു. അതെനിക്ക് ഈ ടൈം കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വീട്ടിൽ ഞാൻ ബുക്സ് നോക്കി, പക്ഷേ കിട്ടിയില്ല. സോ ഡയഗ്രം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഇംപ്രഷൻസിൻ്റെ ഡയഗ്രം ഉണ്ടല്ലോ, മീഡിയസ്റ്റനൽ സർഫസ് ഓഫ് ലങ്ങിൻ്റെ ഇംപ്രഷൻ ഉള്ള ഡയഗ്രം വേണം. നമുക്ക് റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങിൻ്റെയും പഠിക്കണം. നിങ്ങൾ ഇത് മാത്രമല്ല, റൈറ്റ് മാത്രമല്ല പഠിക്കേണ്ടത്, റൈറ്റിൻ്റെ ലെഫ്റ്റിൻ്റെ മീഡിയസ്റ്റനൽ ഇംപ്രഷൻ സർഫസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ആണ്. സോ നമുക്കിവിടെ അടുത്ത് വരുന്നത് ആരാണ്? അപ്പർ പാർട്ട് ഓഫ് ഈ ഒരു ഏരിയയിലാണ് കംപ്രഷൻ സംഭവിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ സുപ്പീരിയർ വീന കവ ഒബ്സ്ട്രക്ഷൻ. സോ ദിസ് ഇസ് എ ക്ലാസിക് കേസ് ഓഫ് സുപ്പീരിയർ വീന കവ ഒബ്സ്ട്രക്ഷൻ ഓർ മീഡിയാസ്റ്റനൽ സിൻഡ്രോം എന്ന് നമുക്ക് പറയാം. മീഡിയാസ്റ്റനത്തിൽ കംപ്രഷൻ ഉണ്ടാവാൻ വേണ്ടി ഒരു ട്യൂമറൊക്കെ വന്നു. സോ അത് കാരണമുള്ള SVC ഒരു കിക്കിഡിലം ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അധികം അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ടോപ്പിക്സ് എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നല്ല ഇമ്പോർട്ടൻ്റ് ആണ് SVC. So that is SVC. അധികം നമ്മൾ ഇങ്ങനെ പറയാത്തൊരു ടോപ്പിക്കാണ് SVC. So this is SVC obstruction. So compression of which structure in the chest by tumor is responsible for the dilated veins around the neck? That is SVC. Then injury to which structure is responsible for the elevated diaphragm on the right side? നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ in this diagram you can see, നമുക്ക് കണ്ടോ SVCയുടെ ഇംപ്രഷൻ ആണ്. SVCയുടെ ഈ കാണുന്ന SVC ഇവിടെ കംപ്രസ് ആയി. ഇതേ സ്ഥലത്ത് തന്നെ കംപ്രസ് ആകാൻ വേണ്ടിയിട്ട് ഒരാളുകൂടി ഉണ്ട്. ആ നെർവ് ഏതാണ് നെർവ്? ദാറ്റ്സ് ദ റൈറ്റ് ഫ്രെനിക് നെർവ്. സോ ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ എലവേഷൻ ഓഫ് ദ റൈറ്റ് ഡോം ഓഫ് ഡയഫ്രം. നമ്മുടെ ഡയഫ്രം സപ്ലൈ ചെയ്യുന്ന നെർവാണ് ഫ്രെനിക് നെർവ്. സോ റൈറ്റ് സൈഡ് ഓഫ് ഡോമിനാണ് ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് എന്താണ്? അവിടുത്തെ ഫ്രെനിക് നെർവിനാണ് ഡാമേജ് ആയിട്ടുള്ളത്. ഡാമേജ് ആവാൻ കറക്റ്റാണ്, ബിക്കോസ് നമ്മുടെ മീഡിയസ്റ്റനൽ സർഫസ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ റിലേഷനിൽ വരുന്നുണ്ട് ഇവർ രണ്ടുപേരും. സോ ദാറ്റ്സ് എ ക്ലാസിക്കൽ കേസ് ഓഫ് SVC obstruction, and also the injury to the structure involved is actually the phrenic nerve. Next നമ്മൾ extended relation the mediastin ആണ് പറയുന്നത്. ആരുടെ? SVCയുടെ. ഓക്കെ, നമുക്ക് ആ റിലേഷൻ ഞാൻ ജസ്റ്റ് ഇത് ഇൻക്ലൂഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ റൈറ്റിൻ്റെ ലെഫ്റ്റിൻ്റെ റിലേഷൻ നിങ്ങൾ പഠിക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് പറഞ്ഞ് പഠിക്കുക. ഞാനിത് എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ഡിസെക്ഷൻ ഹാളിൽ നിന്ന് തന്നെയാണ് ഞാനിത് പഠിച്ചിരുന്നത്. 2 ലങ്ങും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി തൊട്ട് പറഞ്ഞ് പഠിക്കുകയാണ് ചെയ്തത്. സോ നിങ്ങൾ ഇത് ഡയഗ്രാം ഒക്കെ വെച്ച് നിങ്ങൾ പറഞ്ഞ് പഠിക്കുക. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ടോപ്പിക് അറിയായിരിക്കും, ഐ നോ. സോ സ്റ്റഡി ദിസ്. ക്ലിയർ? നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. എക്സ്റ്റെൻഡ് ആൻഡ് റിലേഷൻ ഇൻ ദ മീഡിയാസ്റ്റനം ഓഫ് SVC. SVCനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആണ് നമ്മൾ പറയുന്നത്. SVC മെയിൻലി നമ്മളുടെ റൈറ്റ് ഏട്രിയത്തിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാലോ, ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിലോട്ടാണ് വരുന്നത്. മുകളിൽ നിന്ന് SVC വരുന്നു. ദാറ്റ് വി നോ. അവിടെ നിന്ന് ഇത് എങ്ങനെയാണ് വന്നത്? സോ ദ ട്രിബ്യൂട്ടറീസ് ആൻഡ് ഓൾ വി ഷുഡ് സ്റ്റഡി. So right and left brachiocephalic veins, then azygous vein and mediastinal and pericardial veins. So these are the veins that is responsible. So finally ഇതൊരു superior vena cava ആയിട്ട് എല്ലാ ട്രിബ്യൂട്ടറിയും കഴിഞ്ഞ് വരുന്നത് it's in the third costochondral junction. ആ ഒരു കോസ്റ്റ് കാർട്ടിലേജ് തേർഡ് കോസ്റ്റ് കാർട്ടിലേജിൻ്റെ ലെവൽ എത്തുമ്പോഴാണ്. ഓക്കെ, സോ at the level of third costal cartilage it drains into the right atrium. So I hope this is clear. So you should study this diagram. Clear ആണോ? ജസ്റ്റ് ഈ ഒരു ഡോട്ടഡ് ലൈൻസ് ഒന്നും വേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് അതിനുള്ള ഇത്രയും ആർട്ടിസ്റ്റിക്കായിട്ട് വരയ്ക്കാനുള്ള ടൈം നമുക്കില്ല. സോ ജസ്റ്റ് നമ്മളുടെ ഫോർമേഷൻ മാത്രം വരയ്ക്കുക. നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്നുണ്ട്. സോ ദിസ് ഇസ് ദ SVC അസൈഗസ് വെയിൻ വരുന്നുണ്ട്. സോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രേക്യോസെഫാലിക് വെയിൻ, and from that like that you have to draw. I hope this is clear.
ട്രിബ്യൂട്ടറീസും ഫോർമേഷനും എല്ലാം ക്ലിയർ ആയല്ലോ. SVCയുടെ എക്സ്റ്റെൻറ്റും റിലേഷനുമാണ് കിട്ടിക്കഴിഞ്ഞു. സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ അതർ സ്ട്രക്ചേഴ്സ് റിലേറ്റഡ് ടു ദ മീഡിയാസ്റ്റൈനൽ സർഫസ് ഓഫ് റൈറ്റ് ലങ്. അതാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ് ലങ്ങിൻ്റെ മീഡിയാസ്റ്റൈനൽ സർഫസിൽ വരുന്നതാണ് റൈറ്റ് ഏട്രിയം, സുപ്പീരിയർ ഇൻഫീരിയർ വീന കവ, അസൈഗസ് വെയിൻ, റൈറ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ, ഈസോഫേഗസ് ആൻഡ് ട്രക്കിയ. Then you can see 3 neural structures: right phrenic vein, right vagus vein, right sympathetic vein. Everything on the right side. So you have to study this for sure. എന്തായാലും വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോകട്ടെ. ബ്രോങ്കോപൾമണറി സെഗ്മെൻറ്റ്സ് ഓഫ് ലങ്സ്. നിങ്ങളിത് പഠിച്ച ടോപ്പിക് ആയിരിക്കും, ബിക്കോസ് ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. ബ്രോങ്കോപൾമണറി സെഗ്മെൻറ്റ്സ് ഓഫ് ലങ്സ് ഒരു പിരമിഡൽ ഷേപ്പ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ആണ്. വെൽ ഡിഫൈൻഡ് വെഡ് ഷേപ്പ് അല്ലെങ്കിൽ പിരമിഡൽ ഷേപ്പ്, വെഡ് ഷേപ്പ് സ്ട്രക്ചേഴ്സ്, സെക്ടേഴ്സ് ഓഫ് ലങ് വിച്ച് ആർ എറേറ്റഡ് ബൈ ടെർഷറി ഓർ സെഗ്മെന്റൽ ബ്രോങ്കി. ടെർഷറി ബ്രോങ്കി അല്ലെങ്കിൽ സെഗ്മെന്റൽ ബ്രോങ്കിയാണ് ഇതിനെ എറേറ്റ് ചെയ്യുന്നത്, ഇതിന് ശ്വാസം കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ നമ്മളിങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കണം. ഒരു മിനിമം 2 സെഗ്മെൻറ്റ്സ്. ഇതാണ് കറക്റ്റ്. 1, 2, 3 3 സെഗ്മെൻറ്റ്സ് ഇങ്ങനെ വരയ്ക്കുക. സോ നമുക്ക് കറക്റ്റ് കാണിക്കാൻ പറ്റും. സോ യു ഹാവ് ടു ഡ്രോ 1 bronchial artery, tertiary or segmental bronchus, and 1 pulmonary artery, segmental branch. Okay, then you can see the intersegmental plane and you can see pulmonary venule in the intersegmental plane. So these are the structures in the so these are the structures in the bronchopulmonary segment. So I hope this is clear. So നമുക്കൊരു വെഡ് ഷേപ്ഡ് ആയിട്ടുള്ള പാർട്ടാണുള്ളത്. അതിനകത്ത് നമുക്ക് സെഗ്മെന്റൽ ബ്രാഞ്ച് ഒക്കെ ഉണ്ട്. ആരുടെ? നമ്മുടെ പൾമണറി ആർട്ടറിയുടെ, ബ്രോങ്കിയൽ ആർട്ടറിയുടെ, പിന്നെ നമുക്ക് സെഗ്മെന്റൽ ബ്രോങ്കസും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്റർസെഗ്മെന്റൽ ഏരിയയിൽ പൾമണറി വെന്യൂളും. ക്ലിയർ? ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയാം. ഇത്രയും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യൂ. ഇപ്പോൾ വരാം. ഓക്കെ, വിത്തിൻ 1 minute. Okay, so bronchopulmonary segments ന്റെ ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷനും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് എൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? നമ്മളുടെ ലോബ് ഓഫ് ലങ്ങിൻ്റെ സബ് ഡിവിഷനാണ്. ഓക്കെ, സബ് ഡിവിഷൻ ഓഫ് ലോബ് ഓഫ് ലങ്. ദെൻ യു ക്യാൻ സീ പിരമിഡൽ ഷേപ്പ്. നമുക്ക് പിരമിഡൽ ഇൻ ഷേപ്പ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Okay, it's pyramidal in shape with apex directed towards the hilum. നോക്കൂ, apex directed towards the hilum അല്ലേ, and base towards the surface of the lung. ജസ്റ്റ് ഇത് കാര്യമായിട്ട് പറയണ്ട, ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. പിരമിഡൽ ഷേപ്പാണ്, അപ്പെക്സ് ഹൈലത്തിലോട്ടാണ്, ബേസ് നമ്മുടെ സർഫസിലോട്ടാണ്. പിന്നെ ഇത് എയറേറ്റ് ചെയ്യുന്നത് സെഗ്മെന്റൽ അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ബ്രോങ്കസ്, ടെർഷറി ബ്രോങ്കസ് ആണ്. then you can see അതിന് തന്നെ ഒരു ആർട്ടറി ഉണ്ട്, സെഗ്മെന്റൽ ബ്രാഞ്ച് ഓഫ് പൾമണറി ആർട്ടറി. പിന്നെ ഇറ്റ്സ് ഓൺ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉണ്ട്. ഇന്റർ സെഗ്മെന്റൽ പ്ലെയിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പൾമണറി വെന്യൂളും കാണാൻ പറ്റും. നമുക്ക് ഫുൾ പോയിന്റ്സും കിട്ടിക്കഴിഞ്ഞു. ഈ ഡയഗ്രത്തിൽ നിന്നാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു 6 points ഒക്കെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് തന്നെ ഇത്രയും പോയിന്റ്സ് അറിയാം. ജസ്റ്റ് ഡ്രോ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ദീസ് പോയിന്റ്സ്, ജസ്റ്റ് ദാറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബ്രോങ്കോപൾമണറി സെഗ്മെന്റ്സ് ആണ്. റൈറ്റ് ലങ്ങിലുണ്ട്, ലെഫ്റ്റ് ലങ്ങിലുണ്ട്. റൈറ്റ് ലങ്ങിൽ നമുക്ക് സുപ്പീരിയർ, മിഡിൽ, ഇൻഫീരിയർ 3 ലോബ് വരുന്നുണ്ട്. ലെഫ്റ്റ് ലങ്ങിൽ നമുക്ക് 2 ലോബേ ഉള്ളൂ. ഓക്കെ, റൈറ്റ് ട്രൈ എന്നാണ് ഞാൻ പഠിച്ചത്, റൈറ്റ് ട്രൈ. സോ റൈറ്റ് ലങ്ങിൽ 3 ലോബ്സ് ആണ് വരുന്നത്, സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ. സോ നമുക്ക് ഓരോന്നായിട്ട് പറയാം. സുപ്പീരിയറിൽ ഞാൻ പഠിച്ചത് എപ്പിക്കൽ, പോസ്റ്റീരിയർ, ആൻറ്റീരിയർ. ഞാൻ അങ്ങനെയൊക്കെയാണ് പഠിച്ചത്, എപ്പിക്കൽ, പോസ്റ്റീരിയർ, ആൻറ്റീരിയർ. പിന്നെ മിഡിലിൽ വരുമ്പോൾ നമുക്ക് ലാറ്ററൽ ആൻഡ് മീഡിയൽ. ഓക്കെ, എപ്പിക്കൽ, പോസ്റ്റീരിയർ, ആൻറ്റീരിയർ, ലാറ്ററൽ ആൻഡ് മീഡിയൽ. ലൈക്ക് അപ്പോൾ നമ്പേഴ്സും എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇൻഫീരിയറിൽ എത്തുമ്പോഴത്തേക്കും എപ്പിക്കൽ അല്ലെങ്കിൽ സുപ്പീരിയർ, മീഡിയൽ ബേസൽ, ആൻറ്റീരിയർ ബേസൽ, ലാറ്ററൽ ബേസൽ, പോസ്റ്റീരിയർ ബേസൽ. ഓക്കെ, കിട്ടിയല്ലോ. സോ epical, posterior, anterior, medial and lateral and medial. Then you can see what superior അല്ലെങ്കിൽ epical, medial basal, anterior basal, lateral basal, posterior basal. Clear?
about the right lung കിട്ടി. അടുത്ത ലെഫ്റ്റ് ലങ് പറയുവാണെങ്കിൽ സുപ്പീരിയർ ഇൻഫീരിയർ 2 ലോബേ ഉള്ളൂ. ദെൻ സുപ്പീരിയർലി നിങ്ങൾക്ക് എപ്പിക്കൽ പോസ്റ്റീരിയർ ആൻറ്റീരിയർ നേരത്തെ സെയിം തന്നെയാണ്. ആ കൂടെ 2 പേര് നമ്മളുടെ അവിടെ ഉണ്ടായിരുന്നവർ ഇവിടെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസം, സുപ്പീരിയർ ലിംഗുലാർ ഇൻഫീരിയർ ലിംഗുലാർ ആയിട്ട് മാറും. ക്ലിയർ? ബാക്കിയെല്ലാം സെയിം ആണ്. സോ നമ്മൾ ബ്രോങ്കോപൾമണറി സെഗ്മെന്റ്സ് വിത്ത് അതിൻ്റെ പേരും കാര്യങ്ങളും ഓർഡറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഫുൾ മാർക്സ് കിട്ടാതിരിക്കും. നിങ്ങൾ തന്നെ പറയും ഇത്രയും നിങ്ങൾക്ക് അറിയാം, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്സ് കിട്ടിക്കൂടാ? വെരി വെരി സിമ്പിൾ, റൈറ്റ്? സോ ഇനി നമുക്ക് അതിൻ്റെ ക്ലിനിക്കൽ ലൈക്ക് അപ്ലൈഡ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ സെഗ്മെന്റൽ റിസെക്ഷൻ ഓഫ് ലങ്. ഓക്കെ, സെഗ്മെന്റൽ റിസെക്ഷൻ ഓഫ് ലങ്. സോ ആസ് യു ക്യാൻ സീ ഹിയർ, നമുക്ക് ഒരു സെഗ്മെന്റ് മാത്രം എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ബിക്കോസ് അതിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആർട്ടീരിയൽ സപ്ലൈ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവരെ എഫക്ട് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് വെരി സിമ്പിൾ. സോ അതിനാണ് നമുക്ക് ഈ ഒരു ബ്രോങ്കോപൾമണറി സെഗ്മെന്റ്സിൻ്റെ ഓരോരോ സെഗ്മെന്റ് നമ്മൾ അറിയേണ്ട ആവശ്യം വരുന്നത്. സോ ദാറ്റ്സ് ഫോർ ദ അഡ്വാൻസ്മെന്റ് ഇൻ ദ കൺസർവേറ്റീവ് ലങ് സർജറി. കൺസർവേഷൻ ലങ് സർജറിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ പുരോഗമിച്ച് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഫംഗ്ഷണൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷണൽ യൂണിറ്റ്സിനെ മാത്രം നമ്മളെടുത്ത് കളയുന്ന ഒരു പ്രോസസ്സാണ്. സോ ദാറ്റ് ഇസ് കോൾഡ് സെഗ്മെന്റൽ റിസെക്ഷൻ. ഓക്കെ, സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ലൈക്ക് ഇത് ഇൻ്റർസെഗ്മെന്റൽ വെയിൻസ്, ബിക്കോസ് അത് ബാക്കിയുള്ളവരെയും കൂടെ പ്രശ്നം ഉണ്ടാക്കും. ബിക്കോസ് അത് ഇൻ്റർസെഗ്മെന്റിലുള്ള വെയിന് നമ്മൾ അധികം കട്ട് ചെയ്യാനൊന്നും പോകരുത്. ബിക്കോസ് സറൗണ്ടിങ് ഹെൽത്തി സെഗ്മെന്റ്സിന് അവരാണ് വെയിൻസ് ഡ്രെയിനേജ് കൊടുക്കുന്നത്. ഓക്കെ, സോ സെഗ്മെന്റൽ റിസെക്ഷൻ അപ്പോൾ നമ്മൾ ഏതിനാണ് ചെയ്യുന്നത്? മെയിൻലി ബ്രോങ്കൈറ്റിസിനാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബ്രോങ്കോപൾമണറി സെഗ്മെന്റ്സ് ആൻഡ് SVC എവറിത്തിങ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമ്മൾ SVC അതിൻ്റെ ട്രിബ്യൂട്ടറീസ് അതിൻ്റെ ഫോർമേഷൻ അതെല്ലാം പറഞ്ഞു. അതിൻ്റെ റിലേഷൻ ഈ സ്ലൈഡ് പോയല്ലേ. റിലേഷൻസ് എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർലി നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? റൈറ്റ് ഇന്റേണൽ തൊറാസിക് വെസൽസ്, മാർജിൻ ഓഫ് റൈറ്റ് ലങ് ആൻഡ് പ്ലൂറ, ചെസ്റ്റ് വാൾ. നമ്മൾ ഫ്രണ്ടിൽ ആലോചിച്ചാൽ മതി. ആൻറ്റീരിയർലി SVCയുടെ ഫ്രണ്ടിൽ ആയിരിക്കും തൊറാസിക് വെസൽസ് ഒക്കെ കാണും അല്ലേ? അവിടെ ഉണ്ട് റൈറ്റ് തൊറാസിക് വെസൽസ് ഉണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് ലങ്ങിൻ്റെ മാർജിൻ കാണാൻ പറ്റും. ചെസ്റ്റ് വാളും കിട്ടും. പോസ്റ്റീരിയർലി നമുക്ക് ട്രക്കിയയും റൈറ്റ് പൾമണറി ആർട്ടറി ആൻഡ് റൈറ്റ് ബ്രോങ്കസ്. ലെഫ്റ്റിൽ നമുക്ക് അസെൻഡിങ് ആയിട്ട് ആൻഡ് ബ്രേക്കിയോസെഫാലിക് ആർട്ടറി ആൻഡ് റൈറ്റിൽ റൈറ്റ് ഫ്രെനിക് നെർവ് ആൻഡ് റൈറ്റ് ലങ്. ജസ്റ്റ് ഈ ഡയഗ്രാം കാണിച്ചതേ ഉള്ളൂ, ഇതൊന്നും പഠിക്കണ്ട, ഈ ഡയഗ്രാം ഒന്നും പഠിക്കണ്ട. ഓക്കെ, ജസ്റ്റ് ആ റിലേഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വച്ചിരുന്നാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, സോ ആൻറ്റീരിയർലി എന്തൊക്കെ കാണും, പോസ്റ്റീരിയർലി എന്തൊക്കെ കാണാമായിരിക്കും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും നന്നായിട്ട് നോക്കിപ്പോയാൽ യു വിൽ ഗെറ്റ് വെരി ഗുഡ് മാർക്സ്. ഓക്കെ, ബിക്കോസ് അത്രയും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? പക്കയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 35-year-old woman with 4 living children and history of all vaginal deliveries attended. So gynecological OP-യിൽ വന്നു. Pelvic heaviness ഉണ്ട്, ഒരു dragging sensation in vagina, protrusion of a mass coming down. അപ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ കണ്ടീഷൻ? യൂട്രൈൻ പ്രൊലാപ്സ്. യൂട്രൈൻ പ്രൊലാപ്സ്. ക്ലിയർ? യൂട്രൈൻ പ്രൊലാപ്സ്. So the question തന്നെ ഉണ്ടായിരുന്നു, prolapse of uterus. Then with your knowledge എന്താണ് anatomical position of non-gravid uterus, peritoneal relation supports arterial supply. In fact ഇത് ഞാൻ തന്നെ ഐറിസ് ലേണിംഗിൻ്റെ നമ്മുടെ ആപ്പിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫുൾ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഓടിച്ച് യെസ്, വെരി ഗുഡ് അജിത് ബാബു. prolapse, yes. So about the normal position and axis of uterus. സോ നമുക്ക് നോർമൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ആൻറ്റിവേർഷൻ ആൻഡ് ആൻറ്റിഫ്ലെക്ഷൻ. V for version, V for vagina. സോ വജൈനയുടെയും സെർവിക്സിൻ്റെയും ലോങ് ആക്സിസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ആൻറ്റിവേർഷൻ. സോ ദാറ്റ് ഇസ് 90 ഡിഗ്രി. നെക്സ്റ്റ് ആൻറ്റിഫ്ലെക്ഷൻ എന്ന് പറയുമ്പോൾ സെർവിക്സിൻ്റെയും യൂട്രസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആൻഡ് ദാറ്റ് ഇസ് 170 ഡിഗ്രി. സോ ദാറ്റ് ഇസ് ദ difference between antiversion and antiflexion. I hope this is clear. ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ആരുടെ പുറത്തായിരിക്കുന്നത്? യൂറിനറി ബ്ലാഡറിൻ്റെ പുറത്താണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്, യൂട്രസ് ഇരിക്കുന്നത്. സോ ദിസ് ഇസ് ദ നോർമൽ പൊസിഷൻ ഇൻ നോൺ ഗ്രാവിഡ് യൂട്രസ്. നോൺ ഗ്രാവിഡ് യൂട്രസ് എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആകാത്ത ഒരാളുടെ യൂട്രസ്. ഗ്രാവിഡ മീൻസ് ഒരാൾ വൺസ് പ്രഗ്നൻ്റ് ആകുമ്പോൾ ലൈവ് പ്രഗ്നൻസി, അതിനാണ് നമ്മൾ ഗ്രാവിഡ് യൂട്രസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ നോൺ ഗ്രാവിഡ് യൂട്രസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത സബ് ക്വസ്റ്റിനിലേക്ക് പോകാം. പെരിറ്റോണിയൽ റിലേഷൻസ് ഓഫ് യൂട്രസ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. റെക്ടോ യൂട്രൈൻ പൗച്ച് ഓഫ് ഡഗ്ലസ് വരുന്നുണ്ട്, യൂട്രോവെസിക്കൽ പൗച്ച് വരുന്നുണ്ട്. റെക്ടോവെസിക്കൽ പൗച്ച് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. റെക്ടോ യൂട്രൈൻ പൗച്ച് ഓഫ് ഡഗ്ലസ് നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. ദാറ്റ് ഈസ് പോസ്റ്റീരിയർ. ബാക്ക് ഫ്രണ്ട് ഒന്നും നിങ്ങൾ പറയരുത്. ആൻറ്റീരിയർ റിലേഷൻ, പോസ്റ്റീരിയർ റിലേഷൻ, നമ്മൾ ടെക്നിക്കൽ ടേംസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ പറഞ്ഞ നമ്മുടെ സൈൻ ബോർഡ് വന്നെത്തി. ഓക്കെ, ആൻറ്റീരിയർ പോസ്റ്റീരിയർ നമ്മൾ അങ്ങനെ എപ്പോഴും എഴുതണം, അത് മറക്കരുത് എഴുതണം. സോ നിങ്ങൾക്ക് അറിയാം റിലേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ബോഡി ഓഫ് യൂട്രസ് എഴുതണം, സെർവിക്സ് എഴുതണം. സോ നമ്മൾ രണ്ട് പാർട്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ നന്നായിട്ടത് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. പെരിട്ടോണിയാണ് ഇതിൻ്റെ ബാക്കിൽ, യൂട്രസ് ബോഡി ഓഫ് യൂട്രസിൻ്റെ ബാക്കിൽ വരുന്നത്. നമ്മുടെ സുപ്രാവജൈനൽ പാർട്ടുണ്ട്, വജൈനൽ പാർട്ടുണ്ട് സെർവിക്സിൽ അല്ലേ. നമ്മുടെ ലൈക്ക് സെർവിക്സിന് രണ്ട് പാർട്ടുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ലൈക്ക് അതിന് ഓരോന്നിൻ്റെ റിലേഷൻസ്, ഫ്രണ്ടിലെയും ബാക്കിലെയും റിലേഷൻസ് പറയാം. ഇതെല്ലാം റെക്ടോ യൂട്രൈൻ പൗച്ചാണ്. റെക്ടോ യൂട്രൈൻ പൗച്ചിൻ്റെ അടുത്ത് നമുക്ക് വേറെ അതിൻ്റെ കൂടെ ആൾക്കാരുണ്ട്, കോയിൽസ് ഓഫ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട് അല്ലേ, ഇലിയോ സിഗ്മോയിഡ് കോളിനൊക്കെ അതിൻ്റെ കോയിൽസൂടെ അതിനകത്ത് ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. ഈ റെക്ടോ യൂട്രൈൻ പൗച്ച് ഓഫ് ഡഗ്ലസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? പൗച്ച് ഓഫ് ഡഗ്ലസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഡിപ്പെൻഡൻറ്റ് പാർട്ടാണ് അല്ലേ, മോസ്റ്റ് ഡിപ്പെൻഡൻറ്റ് പാർട്ടാണ്. സോ അങ്ങനത്തെയൊക്കെ പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. 1 മാർക്കിന് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഥവാ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് വെറുതെ ഒരു എക്സ്ട്രാ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ മാർക്സ്. ഓക്കെ, നമുക്ക് അറിയാവുന്നതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് ടൈം. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫിക് പോയിന്റ്സ് തന്നെ പോകണം. ഓക്കെ, സോ നമുക്ക് 1 മാർക്ക് കിട്ടി, 4 മാർക്സ് കിട്ടി. നെക്സ്റ്റ് സപ്പോർട്ട്സ് ഓഫ് യൂട്രസ്. സപ്പോർട്ട്സ് ഓഫ് യൂട്രസ് നിങ്ങൾക്ക് അറിയോ? പ്രൈമറി സപ്പോർട്ടുണ്ട്, സെക്കൻഡറി സപ്പോർട്ടുണ്ട്. യു ഹാവ് പ്രൈമറി സപ്പോർട്ട് ആൻഡ് സെക്കൻഡറി സപ്പോർട്ട്. എപ്പോഴത്തെ പ്രൈമറി സപ്പോർട്ട് മസ്കുലാർ ഉണ്ട്, വിസറൽ ഉണ്ട്, ഫൈബ്രോ മസ്കുലാർ ഉണ്ട്. സോ മസ്കുലാറിൽ വരുമ്പോൾ എല്ലാ മസിൽസും വരണം. പെൽവിക് ഡയഫ്രം, പെരിനിയൽ ബോഡി, യൂറോജെൻറ്റൽ ഡയഫ്രം. പെൽവിക് ഡയഫ്രം, പെരിനിയൽ ബോഡി ആൻഡ് യൂറോജെൻറ്റൽ ഡയഫ്രം. ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഭയങ്കര ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. വിസറലി യു ക്യാൻ സീ വിസറൽ റിലേഷൻസ് ആർ യൂറിനറി ബ്ലാഡർ, വജൈന ആൻഡ് യൂട്രൈൻ ആക്സസ്. അടുത്തുള്ള വിസറൽ റിലേഷൻസ് ആണ് അത് പറയേണ്ടത്. നെക്സ്റ്റ് മസ്കുലർ. ഫൈബ്രോ മസ്കുലർ നമ്മൾ കാണുന്നത് ട്രാൻസ്വേഴ്സ് സെർവിക്കൽ ലിഗമെന്റ്, പ്യൂബോ സെർവിക്കൽ ലിഗമെന്റ്, യൂട്രോ സേക്രൽ ലിഗമെന്റ് ആൻഡ് റൗണ്ട് ലിഗമെന്റ് ഓഫ് യൂട്രസ്. നമ്മൾ ഈ ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. സപ്പോർട്ട്സ് ഓഫ് യൂട്രസിന് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈമറി ലിഗമെന്റ്സ് ആണ് നമ്മൾ മെയിൻലി വരുന്നത്. ട്രൂ ലിഗമെന്റ്സ്, ഫോൾസ് ലിഗമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. ബ്രോഡ് ലിഗമെന്റ്, യൂട്രോ സെർവിക്കൽ ഫോൾഡ്, റെക്ടോ വെജൈനൽ ഫോൾഡ്. ഇത് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ബ്രോഡ് ലിഗമെന്റിന്റെ പാർട്ടും കാര്യങ്ങളും റിലേഷനും ഒക്കെ പറഞ്ഞതാണ്. വെറുതെ പറഞ്ഞ സമയം കളയുന്നില്ല. ഫുള്ളി ഈ യൂട്രസിൻ്റെ എല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി സപ്പോർട്ട്, സെക്കൻഡറി സപ്പോർട്ട്. സപ്പോർട്ട് ചോദിക്കുമ്പോൾ പ്രൈമറി സപ്പോർട്ട് ഉണ്ട്, സെക്കൻഡറി സപ്പോർട്ട്. സെക്കൻഡറി സപ്പോർട്ടിൽ ഒന്ന് ഫോൾസ് ആയിട്ടുണ്ടായ ലിഗമെന്റ്സ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടീരിയൽ സപ്ലൈ. ആർട്ടീരിയൽ സപ്ലൈ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യൂ. We will come back within 1 minute. Okay? ഓക്കെ, സോ ആർട്ടീരിയൽ സപ്ലൈ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആർട്ടീരിയൽ സപ്ലൈ എന്താണ്? നമുക്ക് ഒവേറിയൻ ആർട്ടറി ഉണ്ട്, യൂട്രൈൻ ആർട്ടറി ഉണ്ട്. നമ്മൾ അതിൻ്റെ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ നമ്മൾ അറിയണം. ഒവേറിയൻ ആർട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ഗൊണാഡൽ ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് അല്ലേ. ഗൊണാഡൽ ആർട്ടറി എന്ന് പറയുമ്പോൾ അബ്ഡോമിനൽ ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ്. പിന്നെ ഓക്കെ, ഇതെവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ ബോഡി ഓഫ് യൂട്രസ്, അതിങ്ങനെ വന്നിട്ട് ഇവർ തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ട്. സോ ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് ഇതിന് ടൈം കളയുന്നില്ല. യൂട്രസ് അത്ര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഓഫ് യൂട്രസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഷുഡ് കമൻറ്റ്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ യു ഷുഡ് സേ യെസ്. നെക്സ്റ്റ് ഇസ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്പർ ലോവർ പാർട്ട് സെർവിക്സ് തന്നെ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഓരോ സ്ഥലത്തും എങ്ങോട്ടാണ് ഡ്രെയിനേജ് പോകുന്നത് എന്നാണ് നോക്കുന്നത്. സോ പ്രീ ആൻഡ് പാരാ അയോട്ടിക് ലിംഫ് നോട്ട്സ്, ഏറ്റവും മുകളിൽ അയോട്ടയുടെ സൈഡിൽ കാണുന്ന ലിംഫ് നോട്ട്സ്, അങ്ങോട്ട് ഡ്രെയിനേജ് പോകുന്നത് ഇതിൻ്റെ അപ്പർ പാർട്ടാണ്. ഓക്കെ, ഫണ്ടസ് ഏരിയ ആണ്. നമുക്ക് ഏറ്റവും ലോവർ പാർട്ട് പോകുന്നത് നമ്മുടെ സേക്രൽ ലിംഫ് നോട്ട്സിലോട്ടും
നമുക്ക് എക്സ്റ്റേണൽ ഇലിയാക് ലിംഫ് നോട്ട്സിലോട്ടും ഒപ്റ്റുറേറ്റ് സൈഡിലുള്ള ഏറ്റവും താഴെയുള്ളത് അതിനനുസരിച്ച് ഏറ്റവും താഴെ വരുന്ന ലിംഫ് നോട്ട്സിലായിരിക്കും. ഓക്കെ, സൂപ്പർഫിഷ്യൽ ഇൻഗ്വാനൽ ലിംഫ് നോട്ട്സ് ലൈക്ക് ദാറ്റ്. I hope this is clear. Study all the diagrams of uterus. അതിന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണത് യൂട്രസ്. സോ നിങ്ങൾക്ക് കുറേയൊക്കെ ഇപ്പോഴും തന്നെ അറിയായിരിക്കും, നിങ്ങൾ മോഡലും എല്ലാം എഴുതി വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേയൊക്കെ അറിയായിരിക്കും. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? പ്ലീസ് പുട്ട് യെസ് if it's clear, and if you have any doubt, please put the doubt. Otherwise we will continue to the next question. Next question pote. Next question. 52-year-old man presented with shortness of breath and coughing up of small volumes of blood. Yeah, we discussed this question earlier, right? Multiple dilated veins around the neck, tumor mass, right lung, right dome of diaphragm. എന്തായിരുന്നു അത്? SVC. നമ്മൾ പറഞ്ഞു SVC ആണ് കംപ്രഷൻ. ഏത് നെർവാണ് ഇഞ്ചുറി ആയത്? റൈറ്റ് ഫ്രെനിക് നെർവ്. റൈറ്റ് ഫ്രെനിക് നെർവ്. നമ്മൾ ഫുള്ളി ഇത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോട്ടെ. കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ ബ്രോങ്കോപൾമണറി സെഗ്മെന്റ്സും കാര്യങ്ങളൊക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35-year സെയിം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് വന്നൊക്കെയാണ്, സോറി. സോ ദി യൂട്രസ് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ, പ്രൊലാപ്സ് ഓഫ് യൂട്രസ്. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ പക്കായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, while driving a car, a 30-year-old man was accidentally hit against a tree. Rushed to the hospital. Chief complaint എന്ന് വെച്ചാൽ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന because of severe pain. Physical examination, limb was slightly flexed, adducted and medially rotated. Shorter than other, X-rays taken. Posterior dislocation of right hip joint. Hip joint ഞാൻ ക്ലാസ് എടുത്ത ടോപ്പിക് ആണ്. That's there in the IRIS learning app. So, but I will just discuss, mention the type and articular surface of hip joint. Type and then it's a synovial joint. Then about the articular surfaces. Which are the articular surfaces? Head of femur and acetabular cavity, acetabulum. So that's the articulation. Acetabulum in the hip bone and the head of femur. That's the articulation. അത് ഫുള്ളി അല്ല, നമ്മുടെ acetabulum എന്ന് പറയുമ്പോൾ acetabular fossa ഉണ്ട്, അവിടെ ഫാറ്റ് ആണ്. നമ്മളുടെ ആ ഒരു ലൂണേറ്റ് സർഫസ്, ആ ഒരു ഹോഴ്സ് ഷൂ ഷേപ്ഡ് സർഫസ് ആണ് നമ്മുടെ ഇവിടുത്തെ ആർട്ടിക്കുലർ സർഫസ്. ക്ലിയർ? നെക്സ്റ്റ് ഇസ് ഡിസ്ക്രൈബ് ദ ലിഗമെന്റ്സ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെടുത്ത ക്ലാസ് ആണ്, ഞാൻ ജസ്റ്റ് നെയിം ചെയ്ത് പോകുവാണ്. സോ ഏതൊരു ജോയിൻറ്റ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആരെയാണ്? ക്യാപ്സുലർ ലിഗമെന്റ് അല്ലേ? ക്യാപ്സുലർ ലിഗമെന്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് ക്യാപ്സ്യൂൾ. ദെൻ യു ഹാവ് സിമ്പിൾ നെയിംസ് ആണ്, ഇലിയോ ഫെമറൽ, ഇഷ്യോ ഫെമറൽ, പ്യൂബോ ഫെമറൽ. അടുത്തുള്ള ഇലിയം ഇഷ്യം പ്യൂബസ് ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫീമർ ആണല്ലോ വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ മൂന്നേരം വെച്ചൊരു പേരിട്ടാൽ മതി, ഇലിയോ ഫെമറൽ, ഇഷ്യോ ഫെമറൽ, പ്യൂബോ ഫെമറൽ. ദെൻ യു ഹാവ് ട്രാൻസ്വേഴ്സ് അസെറ്റാബുലർ ലിഗമെന്റ്. ഈ കാണുന്നതാണ് ട്രാൻസ്വേഴ്സ് അസെറ്റാബുലർ ലിഗമെന്റ്. ഓക്കെ, ആ ഹോളിനെ അടയ്ക്കുന്നത്, അവിടെ ഒരു അസെറ്റാബുലർ നോച്ച് ഉണ്ട്, അതിനെ ക്ലോസ് ചെയ്യുന്നതാ. പിന്നെ നമുക്ക് ലിഗമെന്റം ടീറസ് ഫെമോറിസ്, നമ്മുടെ ഹെഡിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, റൗണ്ട് ലിഗമെന്റ് ഓഫ് ഹെഡ് ഓഫ് ഫീമർ എന്ന് പറയും. സോ ദാറ്റ് ഇസ് ദിസ് വൺ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നമുക്കിവിടെ ക്യാപ്സ്യൂളാണ് കാണുന്നത്. നമുക്ക് ക്യാപ്സ്യൂളിൽ തന്നെ രണ്ട് ഫൈബേഴ്സ് ഉണ്ട്, സോണ ഓർബിക്കുലാരിസ് ആൻഡ് റെറ്റിനാക്കുലർ ഫൈബേഴ്സ്. ഫൈബറസ് ക്യാപ്സ്യൂളിന് രണ്ട് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്, സോണ ഓർബിക്കുലാരിസ് ആൻഡ് റെറ്റിനാക്കുലർ ഫൈബേഴ്സ്. Then you can see the ischiofemoral, iliofemoral ligaments. Okay, this is the ischiofemoral between ischium and the trochanter. Then you can see the iliofemoral, pubofemoral. Iliofemoral is Y-shaped, and you can see the pubofemoral. നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഈ ഇലിയോഫെമറൽ ആണ് സ്ട്രോങ്ങസ്റ്റ്. ഇലിയോ ഇസ് Y-shaped. ഓക്കെ, pubofemoral. ക്ലിയർ ആണല്ലോ? സ്ക്രീൻ പോയി, സോറി. ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ. സോ നെക്സ്റ്റ് ഇസ് അസെറ്റാബുലർ ലേബ്രം. എന്തിനാണ് ഈ അസെറ്റാബുലർ ലേബ്രം എന്ന് പറഞ്ഞാൽ? അസെറ്റാബുലും ഇങ്ങനെയുണ്ട്, പക്ഷേ അസെറ്റാബുലത്തിൻ്റെ സൈഡിലെല്ലാം മതിൽ കെട്ടുക നമ്മൾ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു വലിയൊരു കുഴിവാവും അല്ലേ, വലിയൊരു ഡിപ്രഷനാവും. സോ ദാറ്റ് അതിന് കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റും. കുറച്ചുകൂടി ഇതാ ഇങ്ങനെ വന്ന് അതിന് പിടിക്കാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഇൻക്രീസസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ജോയിന്റ് ആൻഡ് ദാറ്റ് ഇസ് ദ അസെറ്റാബുലർ ലേബ്രം. ക്ലിയർ? Next is the arterial supply of hip joint. You can see medial circumflex, lateral circumflex, superior gluteal, inferior gluteal and obturator.
medial circumflex, lateral circumflex, superior gluteal, inferior gluteal and obturator. Then in the head of femur, you can see some branches, retinacular artery, acetabular branches, then nutrient artery, then capsular, okay, round ligament of head of femur, like that you can see the arterial supply of head of femur, okay. ഈ arterial supply of head of femur significance എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് എന്താ ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ വാസ്കുലർ നെക്രോസിസ്, ദാറ്റ് ഈസ് നമ്മളുടെ ബ്ലഡ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുക. അത് എവിടെ വെച്ചിട്ടാണോ ബ്രേക്ക് അതനുസരിച്ച് ആ ഒരു ഡിഫറൻസ് വരും. വി വിൽ ദിസ് ഇസ് ദ ടോപ്പിക്, ഓക്കെ. നമ്മൾ ന്യൂട്രിയൻ്റ് ആർട്ടറി കൊടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ റെറ്റിനാക്കുലർ വെസൽസ്, നമ്മൾ ഈ റെറ്റിനാക്കുലർ ആർട്ടറി ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ബ്രാഞ്ച് വരുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഒരു ഇത് വരുമ്പോൾ അവാസ്കുലർ, നോക്കൂ, നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് റെറ്റിനാക്കുലർ ഫൈബേഴ്സ്, കണ്ടോ ഇവിടെ റെറ്റിനാക്കുലർ ഫൈബർ ഈ വഴി വരുന്നതുകൊണ്ട് ഈ ഹെഡിന് ഇപ്പോഴും ബ്ലഡ് കിട്ടുന്നുണ്ട്, സോ ആ പ്രശ്നം വരുന്നില്ല. പക്ഷേ കണ്ടോ ഇൻട്രാ ക്യാപ്സുലർ ആയിട്ടുള്ള സബ് ക്യാപിറ്റൽ ഫ്രാക്ചർ, ദാറ്റ് ഈസ് നമ്മുടെ നെക്കിൻ്റെ അവിടെ അത്രയും മുകളിൽ ആണ് ഡിറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ബ്ലഡും കിട്ടുന്നില്ല നമ്മളുടെ ഹെഡിന്, ഓക്കെ. സോ അങ്ങനെയാണ് അവാസ്കുലർ നെക്രോസിസ് ആൻഡ് ഓൾ ദോസ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പറയുന്നത്. സോ കമ്മിങ് ടു ദ മസിൽസ് പ്രൊഡ്യൂസിങ് ഹിപ്പ് ജോയിൻറ്റ്, പ്രൊഡ്യൂസിങ് മൂവ്മെൻറ്റ്സ് ഇൻ ദ ഹിപ്പ് ജോയിൻറ്റ്. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് നിന്നിട്ട്, ഞാൻ ചെയ്ത അങ്ങനെ നമ്മൾ തന്നെ നിന്നിട്ട്, ഓക്കെ, ഫ്ലെക്ഷൻ, extension, abduction, adduction, medial rotation, lateral rotation, like that you have to do. So flexion, which will be the muscles, നമ്മുടെ ഫ്ലെക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് ഫ്ലെക്സ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലുള്ള മസിൽസ് സോവാസും ഇലിയാക്കസും ആണ് ചീഫ് ഫ്ലെക്സേഴ്സ്. പിന്നെ എക്സ്റ്റൻസേഴ്സ് ആണ് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആൻഡ് ഹാംസ്ട്രിങ് മസിൽസ്. ദെൻ അബ്ഡക്ട് ചെയ്യുമ്പോൾ മീഡിയസ് ആൻഡ് മിനിമസ്. അഡക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓൾ ദ അഡക്ടേഴ്സ്, അഡക്ടർ, മാഗ്നസ്, ബ്രെവിസ്, ലോങ്ങസ്, എവറിത്തിങ്. ദെൻ മീഡിയലി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മിനിമസ് ആൻഡ് മീഡിയസ് ആണ്, ചീഫ് മീഡിയൽ റൊട്ടേറ്റേഴ്സ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയൽ റൊട്ടേറ്റേഴ്സ്, മിനിമസ് ആൻഡ് മീഡിയസ്, ഓക്കെ. മീഡിയൻ, മീഡിയസ്, ക്ലിയർ കിട്ടിയില്ലേ? നെക്സ്റ്റ് ലാറ്ററൽ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെയും പറയാത്ത എല്ലാ മസിൽസും ആണ് ലാറ്ററൽ റൊട്ടേറ്റേഴ്സിൽ വരുന്നത്. ദേ ആർ ഷോർട്ട് റൊട്ടേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞു കുഞ്ഞു മസിൽസ്, പൈറിഫോമസ്, ഒബ്ട്രേറ്റർ എക്സ്റ്റേണസ്, അതിൻ്റെ ജെമിലി അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന അങ്ങനെയൊക്കെ സിമ്പിൾ ആൾക്കാർ, ക്വാഡ്രേറ്റേഴ്സ് ഫെമറിസ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? സോ ദാറ്റ്സ് അബൌട്ട് ദ ഹിപ്പ് ജോയിൻറ്റ്. ഹിപ്പ് ജോയിൻറ്റ് ഫുള്ളി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആപ്പിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഡിസ്കസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം പറയാം. സോ നമ്മൾ ടൈപ്പും ആർട്ടിക്കുലർ സർഫസും പറഞ്ഞു, ലിഗമെൻറ്റ്സ് പറഞ്ഞു, ബ്ലഡ് സപ്ലൈ പറഞ്ഞു. വിച്ച് നെർവ് ഇസ് പ്രോൺ ടു ബി ഇഞ്ചേർഡ് ഇൻ ദിസ് കേസ്? നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞത് സയാറ്റിക് നെർവ്. നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് എവിടെ ബാക്കിലായിട്ട് നമുക്കുള്ള സൈറ്റിക് നെർവ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രക്ചേഴ്സ് അണ്ടർ ദ ഗ്ലൂട്ടിയസ് മാക്സിമസ്, ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് മൂവ്മെൻറ്റ്സ് ഓഫ് ഹിപ്പ് ജോയിൻറ്റ്, മസിൽ പ്രൊഡ്യൂസിങ് ദം. സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. ക്ലിയർ ആണോ ഹിപ്പ് ജോയിൻറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഗൈസ് യു ഷുഡ് റെസ്പോണ്ട് ഇൻ ദ കമൻറ്റ് സെക്ഷൻ, ഓക്കെ. നെക്സ്റ്റ് പോവുകയാണേ. ഇറ്റ്സ് ക്ലിയർ, യു ഷുഡ് സീ ദ ഇറ്റ്സ് ക്ലിയർ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pakka. Okay, thank you, Ishitha. Thank you. Okay. Next, a 30-year-old man was brought to the casualty following a road traffic accident. On examination, his right lower limb was short, then flexed, internally rotated. ഇവിടെ എന്താണ്? നമ്മുടെ ഹിപ്പ് ജോയിൻ്റ് ആണ് അല്ലേ? സോ സെയിം ക്വസ്റ്റ്യൻ, വി ഗോട്ട് സെയിം ക്വസ്റ്റ്യൻ ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വന്നു, റൈറ്റ് ലോവർ ലിംബ് ഷോർട്ട്, ഫ്ലെക്സ്ഡ്, ഇന്റേർണലി റൊട്ടേറ്റഡ്. ആ ഒരു ഫോമാണ് നമ്മുടെ എന്താണ് ഹിപ്പ് ജോയിൻറ്റ് വരുന്നത്. സോ വാസ് നോട്ട് ഏബിൾ ടു ഡോസി ഫ്ലെക്സ് ഹിസ് റൈറ്റ് ഫുട്ട്. ക്ലിയർ? സോ ഏത് നെർവായിരിക്കും ഇഞ്ചേർഡ് ആയിട്ടുള്ളത്? നമ്മളിപ്പോഴും പറഞ്ഞതേ ഉള്ളൂ, സയാറ്റിക് നെർവ്. ക്ലിയർ? സയാറ്റിക് നെർവ്. നെക്സ്റ്റ് ആർട്ടിക്കുലർ സർഫസ്, ക്യാപ്സ്യൂൾസ്, ലിഗമെന്റ്, ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ, എവറിത്തിങ് വി ഡിസ്കസ്ഡ്. Name the muscles acting at the hip joint, the movements, then anatomical features that render the joint to that is prone to the, yes, very good Ajbabu, very good, sciatic, very good. So render joint prone to dislocation നുള്ള ചാൻസ് കൂടാനുള്ള റീസൺ എന്താണ്? നമുക്ക് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആ ഒരു ഹിപ്പ് ജോയിൻ്റെ റിലേഷൻ്റെ ഡയഗ്രം നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലൊക്കെ ഇഷ്ടംപോലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, നമുക്ക് മസിൽസ് ഉണ്ട്, ലിഗമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് നല്ല സ്ട്രെങ്ത് ആക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റീരിയറിൽ വരുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് നോ സച്ച് തിങ്സ്. ഓക്കെ, സോ ദിറ്റ്സ് ഒരു ഇൻഫീരിയർ ഡിസ്ലൊക്കേഷൻ. അതിനാണ് നമ്മൾ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ലാക്സിറ്റി ഓഫ് ദി ജോയിൻ്റ് എന്ന് പറയാം, അങ്ങനെ ഉണ്ടാവാം. പിന്നെ ആ ഒരു ഷാലോ, ഇപ്പോൾ ഈ ഒരു അസറ്റാബിലെ ലേബറും കറക്റ്റായിട്ട് വന്നില്ല, അപ്പോൾ ഇതൊരു ഷാലോ സർഫസ് ആയി കഴിഞ്ഞാൽ
തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. So these are the reasons. നമുക്ക് അങ്ങനെ കുറേ simple reasons പറയാം. So I hope that question is clear. So coming to the next question, and that is a footballer is suffering from sustained injury to his right knee while kicking. അപ്പോൾ എന്താണ്, his leg got forcefully abducted and in a slightly flexed position. So ഏത് meniscus ആയിരിക്കും likely to be injured in this case? Then why is that meniscus more prone? ആക്ച്വലി ഇപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഏത് മെനിസ്കസ് ആണെന്ന് നമുക്ക് അറിയില്ല. കൺഫ്യൂസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ദിസ് മെനിസ്കസ് ഇസ് മോർ പ്രോൺ. നമുക്കറിയാം ഇഞ്ചുറിയിൽ മോർ പ്രോൺ ആയിട്ടുള്ളത് മോർ ഇസ് മീഡിയൽ. സോ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്, മോർ പ്രോൺ ടു ഇഞ്ചുറി വിച്ച് മെനിസ്കസ്, ദാറ്റ് ഇസ് മീഡിയൽ മെനിസ്കസ്. സിമ്പിൾ ടോപ്പിക്സ് ആണ് അല്ലേ. സോ മീഡിയൽ മെനിസ്കസ് ഇസ് മോർ പ്രോൺ ടു ഇഞ്ചുറി. medial meniscus is more prone. നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ medial meniscus is more prone to injury than the lateral because firm fixity of the tibial collateral ligament and greater excursion during the rotatory movements. Lateral meniscus നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാളുണ്ട്, popliteus നിൽപ്പുണ്ട്, lateral popliteus വന്ന് നിൽപ്പുണ്ട്. പക്ഷേ because the medial fibers pulls the posterior horn of the meniscus backwards, it's not crushed between the articular surfaces. So ഈ പോയിന്റ്സ് ഇതുപോലെ തന്നെ എഴുതിയ ഫുൾ മാർക്സാണ്. എന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ, മീഡിയൽ മെനിസ്കസ് ആണ് മോർ പ്രോൺ ടു ഇഞ്ചുറി ബിക്കോസ് നമുക്ക് ലാറ്ററലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്, അവിടെ പൊപ്ലീറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ മീഡിയലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലിഗമെന്റ്സ് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു മസിലോ ഒരു ആരുമില്ല, പാവം അല്ലേ മീഡിയൽ. സോ മീഡിയലിന് പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് മോർ പ്രോൺ ടു ഇഞ്ചുറി ആണ്. So the medial fibers pull the posterior horn of meniscus backwards so that it is not crushed between the articular surface. അങ്ങനെയാണ് ലാറ്ററൽ മെനിസ്കസ് രക്ഷപ്പെടുന്നത്. ഈ മീഡിയൽ ഫൈബേഴ്സ് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അവർ ക്രഷ് ആയി പോകത്തില്ലായിട്ട് ഇടയ്ക്ക്. പക്ഷെ നമ്മുടെ ലാറ്ററൽ മെനിസ്കസ് രക്ഷപ്പെട്ടു, ലാറ്ററൽ മെനിസ്കസ് ക്രഷ് ആയി പോകത്തില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നമ്മുടെ പൊപ്ലീറ്റീസ് അവിടെ ഉള്ളത് കൊണ്ട് അവിടുത്തെ മീഡിയൽ മസിൽസിൻ്റെ മീഡിയൽ ഫൈബേഴ്സിൻ്റെ പുള്ള് കാരണം അത് ക്രഷായി പോകുന്നില്ല. സോ ദാർ ഇസ് നോ മെനിസ്കൽ tear in the lateral meniscus, but there is in the medial meniscus. അങ്ങനെയാണ് medial meniscus more prone ആയത്. ക്ലിയർ? അപ്പം പെയിൻ ഓൺ ദ medial rotation on the okay sorry okay. Pain on the medial rotation of tibia on the femur indicates pain on medial rotation of tibia on the femur ആണെങ്കിൽ medial meniscus ആണ്, lateral rotation of tibia on the femur ആണെങ്കിൽ lateral meniscus ആണ്. അത്രയേ ഉള്ളൂ. മെയിൻലി നമുക്ക് medial rotation. ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തേക്കുന്നത്? ക്വസ്റ്റ്യനിൽ അങ്ങനെ കൊടുത്തിട്ട് ലൈക്ക് റൈറ്റ് knee by flexed in the slightly flexed position abducted അങ്ങനെയേ ഉള്ളൂ. നമുക്ക് പക്ഷേ നമുക്കറിയാം why this meniscus is more prone എന്ന് അറിയുമ്പോൾ തന്നെ ദാറ്റ് ഇസ് മീഡിയൽ മെനിസ്കസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ 2 നമുക്ക് 3 മാർക്സ് ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് 3 മാർക്സിലേക്ക് പോവാണ്. അതർ ഇൻട്രാ ക്യാപ്സുലർ സ്ട്രക്ചേഴ്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കോഡ്, മെഡിക്കൽ കോളേജ് ലക്നൗ മെഡിക്കൽ കോളേജ്. ഓക്കെ, മെഡിക്കൽ കോളേജ് ലക്നൗ മെഡിക്കൽ കോളേജ്. ക്ലിയർ അല്ലേ? നമ്മുടെ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ആൻറ്റീരിയർ ഹോൺ ഓഫ് മീഡിയൽ മെനിസ്കസ്. ദെൻ യു ക്യാൻ see what's that, anterior collateral ligament, then L, anterior horn of lateral meniscus, then posterior horn of lateral meniscus, posterior horn of medial meniscus, then posterior collateral ligament. So that medical college Lucknow medical college. And also in the capsule you can also see the tendon of popliteus. ആരുടെ അടുത്തായിരിക്കും? നമ്മുടെ lateral meniscus lateral സൈഡിലായിരിക്കും കാണുക. So these are the structures of the intracapsular structures of the knee joint. Next, അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര മാർക്കായി? We got 6 marks out of 10. നെക്സ്റ്റ് 4 മാർക്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് 10 out of 10 കിട്ടും. ഏതൊക്കെയാണ്? സോ ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ്, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ്. സോ കണ്ടല്ലോ, ദിസ് ഇസ് ദ ഡയഗ്രാം. ഓക്കെ, നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാൻ ടൈം കിട്ടുവാണെങ്കിൽ ഈ ഡയഗ്രാം വരയ്ക്കാം. മെഡിക്കൽ കോളേജ് ലക്നൗ മെഡിക്കൽ കോളേജ്. യു ക്യാൻ സീ ദ ടെൻഷൻ ഓഫ് popliteus inside that. Clear? Pakka? So here you can see the difference between medial and lateral meniscus. Medial meniscus is more prone to injury. So it's attached to the medial collateral only to the tibia, it's attached to a ligament. But here lateral meniscus is attached to a tendon of popliteus muscle. So that's more less prone. Okay, comparatively protect cheyananallu. Clear? So locking and unlocking. About the locking and unlocking, so about the locking, കാണാൻ പറ്റുന്നുണ്ടോ? About the locking, when the foot is on the ground, locking is defined as a medial rotation. ഇങ്ങനെ ചിന്തിച്ചാൽ മതി,
ഫുൾ എക്സ്റ്റൻഷൻ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കാല് നീ ജോയിൻ്റ് നിങ്ങൾ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ. ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ലോക്ക് ആവുകയാണ്. ഓക്കെ, നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ഫുള്ളി എക്സ്റ്റെൻഡ് ആയി. അപ്പോൾ ആ ഫുള്ളി ലോക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം അടക്കില്ലേ, അതുപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. മീഡിയലി റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, മീഡിയലി റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അൺലോക്ക് ചെയ്യുകയാണ്. അൺലോക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ലാറ്ററലി റൊട്ടേറ്റ് ചെയ്യുകയാണ്. നമുക്കപ്പോൾ കുറേ കൂടെ നമുക്ക് എന്താണ് ഒരു സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള ഇനീഷ്യൽ ഫേസ് ഓഫ് ഫ്ലെക്ഷനാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്ലെക്സ് ചെയ്യാൻ പറ്റും അല്ലേ. സോ അതാണ് അൺലോക്കിങ്. അപ്പോൾ ലാറ്ററലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അൺലോക്കിങ്. മീഡിയലി നമ്മൾ തിരിച്ചു വെച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ വെച്ച് ആക്ഷനൊക്കെ ചെയ്ത് പഠിക്കുക. സോ ദാറ്റ്സ് എ സ്ക്രൂ ഹോം മെക്കാനിസം. മനസ്സിലായി? മീഡിയൽ റൊട്ടേഷൻ ഓഫ് ഫീമർ ആണ് ഫുള്ളി ടൈറ്റ്, അബ്സല്യൂട്ട്ലി റിജിഡ്. എല്ലാ ജോയിൻറ്റും ലിഗമെൻസും ടോട്ടായി ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ. ദയവേത് കൂടുതലൊന്നും ചെയ്യരുത്. ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നിങ്ങളത് പഠിക്കാൻ. സോ ലോക്കിംഗ് ഓഫ് നീ, മീഡിയൽ റൊട്ടേഷൻ ഓഫ് ഫീമർ, ടെർമിനൽ ഫേസ് ഓഫ് എക്സ്റ്റൻഷനാണ് കിട്ടുന്നത്. അബ്സല്യൂട്ട്ലി റിജിഡ് ആയിരിക്കും. സ്ക്രൂ ഹോം മെക്കാനിസം. അൺലോക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ലാറ്ററൽ റൊട്ടേഷൻ ഓഫ് ഫീമർ ടു ടിബിയ, ഇനീഷ്യൽ ഫേസ് ഓഫ് ഫ്ലെക്ഷനിലാണ് കാണുന്നത്. ഇവിടെ നമുക്കൊരു മസിലൂടെ ഉണ്ട് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊപ്ലീറ്റിയസ്. ലാറ്ററൽ ആകുമ്പോൾ തന്നെ നമുക്കറിയാം പൊപ്ലീറ്റിയസ് ആണ് അതിൻ്റെ അടുത്ത് വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ലോക്കമോഷൻ നമ്മൾ നടക്കണമെങ്കിൽ ഇത് ലോക്കിങ്ങും അൺലോക്കിങ്ങും ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. സോ ദാറ്റ്സ് ദ തിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് പറയുവാണെങ്കിൽ ക്യാൻ സി മീഡിയൽ റൊട്ടേഷൻ ഓഫ് ഫീമർ ഓൺ ടിബിയ, ദിസ് ഇസ് ലാറ്ററൽ റൊട്ടേഷൻ. Then locking is actually by the quadriceps femoris. Okay, quadriceps femoris, another important topic. Unlocking is by the popliteus muscle. Unlocking by the popliteus muscle. And locked knee absolutely rigid ആവും, unlocked ആവുമ്പോൾ വീണ്ടും ഫ്ലെക്സ് ചെയ്യാൻ പറ്റും. Dot relaxed. Difference very very important. I hope this is clear. Clear ആണോ? Clear അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ക്ലിയർ? പക്ക പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഡൺ. താങ്ക് യു അജിത് ബാബു, താങ്ക് യു. A 35-year-old lady admitted to the hospital with pain, abdomen and vomiting. Oh, pain, abdomen and vomiting അല്ലേ. On examination നോക്കിയപ്പോൾ small lemon size swelling കണ്ടു on the upper medial aspect of right thigh, infrolateral to the pubic tubercle. Infrolateral to the pubic tubercle. Okay, upper medial aspect of right thigh, infrolateral to the pubic tubercle. So according to that you have to understand which is the swelling. So നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഫറോലാറ്ററൽ ആയിട്ട് വരുന്നത് ആരാണ് ഈ ഡയഗ്രത്തിൽ? ഇറ്റ്സ് എ ഫെമറൽ ഹെർണിയ. ഓക്കെ, മനസ്സിലായോ? സോ അങ്ങനെ നമ്മൾ ഇൻഗ്വൈനൽ ഹെർണിയയും ഫെമറൽ ഹെർണിയയും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട അങ്ങനെയാണ്. So you can say infrolateral to the pubic tubercle, that means it's a femoral hernia. So in this question it's a femoral hernia. And നമുക്ക് ഒരു ക്ലൂവും കൂടെ ക്വസ്റ്റ്യനിലുണ്ട്, that in the final sub question it's given that it's of a femoral triangle. പക്ഷെ അങ്ങനെ വിചാരിച്ച് നിങ്ങൾ femoral hernia എന്ന് പറഞ്ഞ് എഴുതരുത്. You should understand the difference between femoral hernia and inguinal hernia. നമ്മൾ inguinal canal ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, femoral hernia is actually infrolateral. ഇത് കണ്ടില്ലേ, കുറച്ചുകൂടെ മീഡിയലി അല്ലേ പോകുന്നത്, ഇൻഗ്വൈനലി മീഡിയലി ആണ് പോകുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. എങ്ങനെയാണോ വന്നത്? സോ വാട്ട്സ് ദ സ്വെല്ലിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ തൈ? ദാറ്റ്സ് എ ഫെമറൽ ഹെർണിയ. ക്ലിയർ? സോ വൈ ഡിഡ് ദ പേഷ്യൻറ്റ് പ്രസന്റ് വിത്ത് അബ്ഡോമിനൽ പെയിൻ ആൻഡ് വോമിറ്റിംഗ്? അബ്ഡോമിനൽ പെയിൻ ആൻഡ് വോമിറ്റിംഗ് വരാനുള്ള റീസൺ, ഓക്കെ, വാട്ട്സ് ദ റീസൺ ഫോർ അബ്ഡോമിനൽ പെയിൻ ആൻഡ് വോമിറ്റിംഗ്? ദർ ഇസ് എ സ്ട്രാങ്കുലേഷൻ ഇസ് ഹാപ്പനിങ്. എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്നുണ്ടല്ലോ, ഈ ഹേർണിയ ഇറങ്ങി വന്നു. സോ ഈ ഹേർണിക്കകത്ത് ആരാണുള്ളത്? അബ്ഡോമിനൽ കണ്ടൻസ് ആണുള്ളത് അല്ലേ. സോ ഈ അബ്ഡോമിനൽ കണ്ടൻസ് വന്നിട്ട് ഈ ഒരു കുഞ്ഞൊരു വീക്ക്നെസ്സിൽ കൂടെയാണ് ഇത് പുറത്തോട്ട് ഇറങ്ങുന്നത്. ആൻഡ് അവിടെ ഇപ്പോൾ ഇത് സ്ട്രാങ്കുലേറ്റഡ് ആയി എന്ന് വെച്ചാൽ അവിടെ ടൈറ്റായി. ഓക്കെ, അവിടെ മുറുകി കെട്ടിയൊരു ഫീല് വന്നു. സോ ദാറ്റ് അവിടുത്തെ അത്രയും ലൂപ്പ് ഓഫ് ഇൻഡസ് അല്ലെങ്കിൽ ആ ഒരു അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് ഇഷ്യൂമിക് ആവുക, അവർക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല. സോ സിവിയർ പെയിൻ ആയിരിക്കും ആൻഡ് വോമിറ്റിംഗ് വരും. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. So 2 marks, we got 4 marks, and the final thing is boundaries and contents of femoral triangle. So that's for 6 marks. That means 3 for boundaries and 3 for contents. സോ നമുക്ക് ബൗണ്ടറീസ് ആൻഡ് കണ്ടൻസിലേക്ക് പോകാം. സോ ബൗണ്ടറീസ് എന്തൊക്കെയാണ്? ഇത് നിങ്ങൾ പണ്ട് തന്നെ ക്ലിയർ ആയിട്ട് പഠിച്ച കാര്യമാണ്, ഐ നോ. സോ നിങ്ങൾ തന്നെ ഇങ്ങനെ നോക്കൂ, ഏറ്റവും മുകളിൽ ആരാണുള്ളത്? നമുക്ക് ഇൻഗ്വൈനൽ ലിഗമെന്റ് ആണുള്ളത്. ദെൻ സാർട്ടോറിയസ് വരുന്നുണ്ട് അല്ലേ. സോ ദാറ്റ്സ് മീഡിയൽ ബോർഡർ ഓഫ് സാർട്ടോറിയസ്. ദെൻ യു ക്യാൻ സി മീഡിയൽ ബോർഡർ ഓഫ് അഡക്ടർ ലോങ്ങസ്.
You can see the femoral triangle here. നിങ്ങൾ dissection പോയപ്പോൾ തന്നെ femoral triangle ആണെന്നൊക്കെ പറഞ്ഞ് sartorius ഒക്കെ ഇങ്ങനെ പിടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. I know that it's the longest muscle sartorius like that. You study the apex, that is the femoral triangle. Clear? Next is the contents. Contents പറയുവാണെങ്കിൽ you can see the great saphenous vein terminal part, then you can see the lateral circumference femoral artery, then femoral artery, then its branches, then you can see this branch, that's the femoral branch of genitofemoral nerve, that's a nerve, then you can see the femoral nerve, okay, femoral artery, femoral nerve and femoral vein. You guys know നിങ്ങൾ എത്ര തവണ ഇത് വരച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? then lateral cutaneous nerve of the content ഒന്ന് ഇറങ്ങി പോകുന്നുണ്ട്. okay, then saphenous nerve ഉണ്ട്, sartorius and branch, I mean boundary ആണ്. സോ നമ്മുടെ ബൗണ്ടറീസും കണ്ടൻസും ഒന്ന് ഓടിച്ച് പറഞ്ഞാലോ, inguinal ligament, medial border of sartorius and medial border of adductor longus. Boundaries പക്ക, നമുക്ക് 3 മാർക്സ് കിട്ടി അല്ലേ? നെക്സ്റ്റ് എന്താണ് നമുക്ക് കണ്ടൻസ് ആണ്. ഫെമറൽ എന്താണ്, നെർവ് ആർട്ടറി വെയിൻ, നെർവ് ആർട്ടറി വെയിൻ, നാവ് ആണ്, നെർവ് ആർട്ടറി വെയിൻ. നിങ്ങൾ എന്താ കോഡാണോ പഠിച്ചത് ആ കോഡ് നിങ്ങൾക്ക് പറയാം. നെക്സ്റ്റ് നമുക്ക് അതിൽ നിന്ന് വരുന്ന ബ്രാഞ്ച് ഉണ്ട്, ലാറ്ററൽ സർക്കംഫ്ലെക്സ് ഫെമറൽ ആർട്ടറി, പിന്നെ നമുക്ക് ഫെമറൽ ബ്രാഞ്ച് ഓഫ് ജെന്റോഫെമറൽ നെർവ് ഉണ്ട്, സൈഡിൽ കൂടെ പോകുന്ന ലാറ്ററൽ ക്യൂട്ടീനിയസ് നെർവ് ഓഫ് തൈ ഉണ്ട്, സോ സഫീനസ് നെർവ് ഉണ്ട്. ക്ലിയർ അല്ലേ, പക്കയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലും ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ ഇത്? പക്ഷേ അവർ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കണം നമ്മൾ ഏതാണ് ഈ ഹേർണിയ എന്ന്. ഫെമറൽ ഹേർണിയയും ഇൻഗ്വാനൽ ഹേർണിയയും നമ്മൾ തിരിഞ്ഞു പോകരുത്, ആ ഡിഫറൻസ് നിങ്ങൾ പഠിക്കണം. സോ എന്തെങ്കിലും കോഡിട്ടെങ്കിലും പഠിക്കണം. സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസോ എന്തെങ്കിലും ഇട്ട് നിങ്ങളത് തിരിഞ്ഞു പോകാത്ത രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു കോഡിട്ട് പഠിക്കാം. ഓക്കെ, പക്ക. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകട്ടെ. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ക്വസ്റ്റനാണ്. എന്താണ് കാഷ്വാലിറ്റിയിൽ ഡീപ്പ് സ്റ്റാബ് ഇഞ്ചുറി ഓൺ ദ ബാക്ക്, കട്ടപ്പ ബാഹുബലിനെ കുത്തിയ പോലത്തെ ഒരു ഡീപ്പ് സ്റ്റാബ് ഇഞ്ചുറി ആണ്. അത് വാളിട്ടാണ് കുത്തിയത്, ഇറ്റ്സ് സ്റ്റാബ് ഇഞ്ചുറി. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ബാക്കിലാണ് നമുക്ക് എന്താണ് കുത്തേറ്റത്. ദാറ്റ് ഇസ് എ ഡീപ്പ് സ്റ്റാബ് ഇഞ്ചുറി. സോ അവിടെ എന്താണ് സംഭവിച്ചത്? സോ ദാറ്റ്സ് യൂറിൻ ഒന്നും സംഭവിച്ചില്ല, കുത്തിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ, പക്ഷേ യൂറിൻ പോകുമ്പോൾ ബ്ലഡ് ഉണ്ട്, അതായിരുന്നു അയാളുടെ കംപ്ലയിൻറ്റ്, അല്ലാതെ ഈ ഡീപ്പ് സ്റ്റാബ് ഇഞ്ചുറി അല്ലായിരുന്നു. സോ നമുക്ക് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കിഡ്നിയാണ് ഉദ്ദേശിക്കുന്നത്. സോ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. സോ സർഫസ് മാർക്കിംഗ് ഓഫ് ലെഫ്റ്റ് കിഡ്നി, സർഫസ് മാർക്കിംഗ് ഓഫ് ലെഫ്റ്റ് കിഡ്നി ഓൺ ബാക്ക്, ആൻഡ് ദെൻ കവറിങ്സ്, റിലേഷൻസ്, ആർട്ടറി സപ്ലൈ ആൻഡ് ഡെവലപ്മെൻറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ സർഫസ് മാർക്കിംഗ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താണ് അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്ന് പറയുവാണെങ്കിൽ, സർഫസ് മാർക്കിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് മോറിസ് പാരലോഗ്രാം. അപ്പോൾ നമ്മളൊരു പാരലോഗ്രാം വരച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഡിസെക്ട് ചെയ്ത് പോയപ്പോൾ നിങ്ങൾ ആദ്യം പാരലോഗ്രാം പോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, ഡിസെക്ട് ചെയ്ത് തുടങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ. സോ ദാറ്റ്സ് എ മോറിസ് പാരലോഗ്രാം. മോറിസ് പാരലോഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, സോ ദ എക്സ്റ്റെൻറ്റ് നമുക്ക് പറയാം. T11 to L3, T11 to L3 ലൈൻസ് വരയ്ക്കുക. ദെൻ ദ മീഡിയൽ ലൈൻ എന്ന് പറയുമ്പോൾ 2.5 സെൻറ്റിമീറ്റർ ഫ്രം ദ സ്പൈൻ ആണ്. ദെൻ ലാറ്ററലി വരുന്ന ലൈൻ എന്ന് പറയുമ്പോൾ 9 സെൻറ്റിമീറ്റർ ഫ്രം ദ സ്പൈൻ ആണ്. സോ ദിസ് എ ഹൊറിസോണ്ടൽ ലൈൻ ദ ലെവൽ ഓഫ് സ്പൈൻ L3. ലൈക്ക് ദാറ്റ് യു ഹാവ് ടു ഡ്രോ ദ പാരലോഗ്രാം. സോ ദെൻ ഡ്രോ ദ കിഡ്നീസ്. കിട്ടിയില്ലേ? സർഫസ് മാർക്കിംഗ് കിട്ടി. സിമ്പിളാണ്, മോറിസ് പാരലോഗ്രാം വരയ്ക്കുക, അത്രയേ ഉള്ളൂ. T11 to L3, 2.5 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ. ക്ലിയർ? നെക്സ്റ്റ് അതിൻ്റെ കവറിങ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കവറിങ്സ് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്യാപ്സൂൾസ് അല്ലെ, ക്യാപ്സൂൾസ് ഓഫ് കിഡ്നി അല്ലെങ്കിൽ കവറിങ്സ് ഓഫ് കിഡ്നി. ക്യാപ്സൂൾസ് ഓഫ് കിഡ്നി അല്ലെങ്കിൽ കവറിങ്സ് ഓഫ് കിഡ്നി പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻലി 4 പേരുണ്ട്. ഫൈബ്രസ് ക്യാപ്സ്യൂൾ, പെരിറീനൽ ഫാറ്റ്, റീനൽ ഫേഷ്യ, പാരാറീനൽ ഫാറ്റ്. ഫൈബ്രസ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ട്രൂ ക്യാപ്സ്യൂൾ, പെരിറീനൽ ഫാറ്റ് അല്ലെങ്കിൽ പെരിനെഫ്രിക് ഫാറ്റ്, റീനൽ ഫേഷ്യ അല്ലെങ്കിൽ ഫോൾസ് ക്യാപ്സ്യൂൾ. ഫേഷ്യ എന്ന് പറയുമ്പോൾ ഫോൾസ് ക്യാപ്സ്യൂൾ ആണ്, ട്രൂ ആയിട്ട് അവർ ഉണ്ടാക്കിയതാണ് നമ്മളുടെ ട്രൂ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ ഫൈബ്രസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ട്രൂ ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇനി അതിലൊരു അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. എത്ര മാർക്കിനാണ് വന്നത്? ദാറ്റ് വാസ് ഫോർ 1 മാർക്ക്. അപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ 4 ഇത് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഡയഗ്രാം കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഡയഗ്രാം വരയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യനിലും ഡയഗ്രാം വരയ്ക്കേണ്ട ഒരു രീതിയിൽ മാർക്ക് വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കൂ. ഈ ഓർഡർ അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ഇമാജിനേഷൻ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഐ നോ ദാറ്റ്. സോ ഫൈബ്രസ് ക്യാപ്സ്യൂൾ, പെരിറീനൽ ഫാറ്റ്, റീനൽ ഫേഷ്യ ആൻഡ് പാരാറീനൽ ഫാറ്റ്. സോ നമുക്ക് റീനൽ ഫേഷ്യ തന്നെ നമുക്ക് 2 ലെയേഴ്സ് ഉണ്ട്. ഇൽ ഡിഫൈൻഡ് ആൻറ്റീരിയർ ലെയർ, ദാറ്റ് ഇസ് ഫേഷ്യ ഓഫ് ടോൾട്ട്. ഇത് 1 വേർഡ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പേരിട്ടത്. ബിക്കോസ് നെയിംഡ് ഫേഷ്യാസ് ആണ്. നെയിംഡ് ഫേഷ്യാസ് നിങ്ങൾക്ക് 1 വേർഡിന് വരാൻ സാധ്യതയുണ്ട്. ഫേഷ്യ ഓഫ് സുക്കർ കാൻഡിൽ ആൻഡ് ഫേഷ്യ ഓഫ് ടോൾട്ട്.
സോ ഓക്കെ ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ആൻറ്റീരിയർ ലെയർ ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പോസ്റ്റീരിയർ ലെയർ. ഫേഷ്യ ഓഫ് ടോൾഡ് ആൻഡ് ഫേഷ്യ ഓഫ് സുക്കകാൻറ്റിൽ. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റിലേഷൻസ് ആണ്, പിന്നെ ആർട്ടീരിയൽ സപ്ലൈ, ദെൻ ഡെവലപ്മെൻറ്റ്. സോ അബൌട്ട് ദ റിലേഷൻസ് നിങ്ങൾ എന്താണ്, സിമ്പിളാണ്. നമുക്ക് ലെഫ്റ്റ് കിഡ്നിയുടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ലെഫ്റ്റ് കിഡ്നി പറയാം. ഏറ്റവും മുകളിൽ ആരായിരിക്കും? സുപ്രാറീനൽ ഏരിയ, സുപ്രാറീനൽ ഗ്ലാൻഡ് ആയിരിക്കും അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കിഡ്നിയുടെ അടുത്ത് എന്തൊക്കെയായിരിക്കും കാണുക? സുപ്രാറീനൽ ഏരിയ, പിന്നെ ഫ്രണ്ടിലൊരു ഗ്യാസ്ട്രിക് ഏരിയ ഉണ്ട്. ഞാനത് എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു കിഡ്നി വരച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഞാൻ വരച്ചു. ഇവിടെ ഞാനൊരു സ്റ്റൊമക്കിനെ വരച്ചു, ദെൻ ഞാൻ ഇവിടെ ഒരു സ്പ്ലീനിനെ വരച്ചു, ഇവിടെ ഒരു പാൻക്രിയാസ് ഇങ്ങനെ വരുന്നത് പോലെ വരച്ചു, ഇവിടെ ഒരു കോളിക്കഞ്ഞ് ഇൻഡസ്റ്റൈനെ വരച്ചു, ജെജുനം വരച്ചു. ഞാൻ അങ്ങനെ കിഡ്നിക്ക് പുറത്തായിട്ട് ഈ സ്ട്രക്ചേഴ്സിനെ വരച്ചു. ഈ രണ്ട് ആൾക്കാരെയും കൂടി ഞാൻ ഒരുമിച്ച് അങ്ങനെ വരച്ചാണ് പഠിച്ചത്. സോ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഐ നോ നിങ്ങൾ ഏകദേശം പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ സുപ്രാറീനൽ ഏരിയ, ഗ്യാസ്ട്രിക് ഏരിയ, സ്പ്ലെനിക്, അടുത്തുള്ള എല്ലാ സ്ട്രക്ചേഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലെഫ്റ്റ് കിഡ്നിയുടെ അടുത്ത് ആരൊക്കെ വരുമായിരിക്കും? സ്റ്റൊമക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്നതുകൊണ്ട് ദർ ഇസ് എ ഗ്യാസ്ട്രിക് പാർട്ട്. സ്പ്ലീൻ നമ്മുടെ ലെഫ്റ്റിലുള്ളതുകൊണ്ട് ദർ ഇസ് എ സ്പ്ലെനിക് പാർട്ട്. ദെൻ യു ക്യാൻ സീ നമ്മുടെ ക്യാപ്പ് പോലെ നമ്മുടെ കിഡ്നിയിൽ ഇരിക്കുന്നു. ഇറ്റ്സ് എ സുപ്രാറീനൽ ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ് അല്ലേ? പിന്നെ നമുക്ക് പാൻക്രിയാസ് ഇവിടെ ഇങ്ങനെ ചെടി പോലെ പോകുന്നുണ്ട്. സോ ദർ ഇസ് എ പാൻക്രിയാറ്റിക് ഏരിയ. പിന്നെ ഇൻഡസ്റ്റൈൻസ് അവിടെ, ഇത് ഇൻഡസ്റ്റൈൻ്റെ ഒരു ഏരിയ ആണല്ലോ. സോ കോളിക് ആൻഡ് ജെജുനൽ നമുക്ക് കാണാൻ പറ്റും, ലാർജ് ആൻഡ് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ. ദെൻ അബൌട്ട് ദ പോസ്റ്റീരിയർ റിലേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആൻറ്റീരിയർ റിലേഷൻ ആണ്. പോസ്റ്റീരിയർ റിലേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് 3 മസിൽസ് ഉണ്ട്, പിന്നെ റിബ്സ് ഉണ്ട്. സോ നമുക്ക് ലെഫ്റ്റ് കിഡ്നി മാത്രം പറഞ്ഞു പോകാം. 11th റിബും 12th റിബുമാണ് വരുന്നത്. റൈറ്റ് കിഡ്നിയിൽ ആ കൂടുതൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 12th റിബ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, 11th ആൻഡ് 12th റിബ് വരുന്നുണ്ട്. ദെൻ യു ക്യാൻ സീ ഡയഫ്രം, psoas major and quadratus lumborum, then transversus abdominis muscle also. Then നമുക്ക് സബ്കോസൽ വെസൽസ് ആൻഡ് നെർവ്സ്, ഇലിയോ ഹൈപ്പോഗ്യാസ്ട്രിക് നെർവ് ആൻഡ് ഇലിയോ ഇൻഗ്വനൽ നെർവ്. ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ റീസൺ ഇത് ഡയഗ്രം നിങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ കോഡൊന്നും അങ്ങനെ ഇട്ട് പഠിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി മനസ്സിലാക്കി പോവുമായിരുന്നു ചെയ്തിരുന്നത്. സോ ലൈക്ക് ദാറ്റ് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. ഓക്കെ, ലംബോറം, ഓക്കെ, ദിസ് psoas major, lumborum, transversus abdominis. Like that you should just do some air anatomy and study these diagrams if you didn't study yet. കാര്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്. നെക്സ്റ്റ് ആർട്ടീരിയൽ സപ്ലൈ പറയുവാണെങ്കിൽ സിമ്പിൾ, റീനൽ ആർട്ടറീസ്. റീനൽ ആർട്ടറി എങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതിലാണ് കാര്യം. റീനൽ ആർട്ടറി, ഓക്കെ, റീനൽ ആർട്ടറി നമ്മുടെ സെഗ്മെന്റൽ ആർട്ടറിയായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സെഗ്മെന്റ് എന്താണ്? നമ്മുടെ ആൻറ്റീരിയർ ബ്രാഞ്ച്, ആദ്യം ആൻറ്റീരിയർ ഡിവിഷൻ പോസ്റ്റീരിയർ ഡിവിഷൻ ആവും, സെഗ്മെന്റൽ ആർട്ടറീസ് ആവും. ഈ സെഗ്മെന്റൽ ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ എപ്പിക്കൽ, അപ്പർ, മിഡിൽ, ലോവർ എന്നീ സെഗ്മെന്റ്സിനാണ് ഇത് കൊടുക്കുന്നത്. എപ്പിക്കൽ, അപ്പർ, മിഡിൽ, ലോവർ. നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു എവാസ്കുലർ പ്ലെയിൻ ഉണ്ട്, ബ്രോഡൽസ് ലൈൻ. ജസ്റ്റ് ഞാനൊരു വീണ്ടും ഒരു 1 മാർക്ക് ക്വസ്റ്റിന് സാധ്യതയുള്ള ടോപ്പിക് ആയിരുന്നു. ജസ്റ്റ് പറയാം, ബ്രോഡൽസ് ലൈൻ ഇസ് ദ എവാസ്കുലർ പ്ലെയിൻ. എവാസ്കുലർ പ്ലെയിൻ, നമുക്ക് അവിടെ ഒരു ആർട്ടറി ഇല്ലാത്ത, ഒരു ആര് നോക്കാൻ ഇല്ലാത്തൊരു ഏരിയ ഉണ്ട്. ദാറ്റ്സ് ദ ബ്രോഡൽസ് ലൈൻ. Next, you can see the interlobar artery, arcuate, then cortical radiate artery, afferent arteriole, like that. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി നിങ്ങൾ. ജസ്റ്റ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചാർട്ട് പോലെ വരയ്ക്കണം. സോ റീനൽ ആർട്ടറി, ദെൻ സെഗ്മെന്റൽ ആർട്ടറീസ്, ദെൻ ലോബർ, ഇന്റർലോബർ, ലൈക്ക് ദാറ്റ്. ഐ മീൻ യു ഹാവ് ടു ലോബുലാർ, അങ്ങനെ നമ്മുടെ ആ ഒരു ഫുൾ ആ ഒരു ബ്രാഞ്ച്, ആർക്വേറ്റ്, അങ്ങനെയുള്ള ബ്രാഞ്ചസ് എല്ലാം ഓർഡറിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ആരോ ആക്കി ഒരു ചാർട്ട് പോലെ വരച്ച് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ. സോ എന്താണ് റീനൽ ആർട്ടറി? സെഗ്മെന്റൽ ആർട്ടറി ആകും. സെഗ്മെന്റൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഡിവിഷൻസ് ആയിട്ട് സെഗ്മെന്റൽ ആർട്ടറി ആകും, ദെൻ ഇന്റർലോബാർ, ആർക്വേറ്റ്, ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ആ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. സോ ദാറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഈസി. അങ്ങനെ ഒരു ചാർട്ടാക്കി പഠിക്കുമ്പോൾ എനിക്ക് നെറ്റിൽ നിന്ന് ഇതേ കിട്ടിയുള്ളൂ. നമുക്ക് ടെക്സ്റ്റിൻ്റെ ആ സെൻറ്റൻസിൽ നിന്ന് തന്നെ നിങ്ങൾ തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കി, അതായിരിക്കും ഏറ്റവും സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഫൈനൽ തിങ് ആണ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് എവിടെ നിന്നാണ് വന്നത്? ഓക്കെ, കിഡ്നിക്ക് നമുക്ക് 2 കമ്പോണൻ്റ് ഉണ്ട് അല്ലേ? എക്സ്ക്രീറ്ററി കമ്പോണൻ്റ് ഉണ്ട്, കളക്റ്റിംഗ് കമ്പോണൻ്റ് ഉണ്ട്. എക്സ്ക്രീറ്ററിയിൽ വരുന്നതാണ് നമ്മുടെ നെഫ്രോൺസ് ഒക്കെ. അത് വരുന്നത് മെറ്റാനെഫ്രോസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. നെഫ്രോൺസ് ഫ്രം ദ മെറ്റാനെഫ്രോസ്. ദെൻ കളക്റ്റിംഗ് സിസ്റ്റം വന്നത് കളക്റ്റിംഗ് ട്യൂബ്യൂൾസ്, കളക്റ്റിംഗ് ഡക്ട്, മൈനർ ആൻഡ് മേജർ കാലിസസ്, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അല്ലേ? അതുണ്ടായത് യൂറിട്രിക് ബഡ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ദാ ഈ ഒരു ബോക്സ് പഠിച്ചാൽ മതി, സിമ്പിളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ പറയാനുള്ള റീസൺ, ഇത്രയും പാരായിട്ട് കൊടുത്തേക്കുന്ന കാര്യം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും. സോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് യൂറിട്രിക് ബഡ്. യൂറിട്രിക് ബഡിൽ നിന്ന് ഉണ്ടാവുന്നത് നമ്മുടെ കളക്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം യൂറിട്രിക് ബഡിൽ ഉണ്ടാവുന്നത്. മെറ്റാനെഫ്രോസ് എന്നുണ്ടാവുന്നത് നമ്മുടെ നെഫ്രോൺ ആണ്. ഇത്രയും പഠിച്ചാൽ മതി. കിട്ടിയല്ലോ പാർട്സ്? ക്ലിയർ?
ഫീറ്റൽ കിഡ്നി ലോബുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റൽ അനോമലീസ് കൂടെ നോട്ടിച്ച് പറയുവാണെങ്കിൽ നമുക്ക് എന്താണ് ഹോഴ്സ് ഷൂ കിഡ്നി, നമുക്ക് സിസ്റ്റിക് ആയിട്ടുള്ള കിഡ്നി കാണാം. ഹോഴ്സ് ഷൂ കിഡ്നി പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഡിസെക്ഷൻ ഹാളിൽ ഒരു ബോഡിയിൽ 2 സൈഡിൽ ഇങ്ങനെ കിഡ്നീനെ ഡിസെക്ട് ചെയ്ത് പോയപ്പോൾ ഒരു സൈഡിൽ കിഡ്നി ഉണ്ടായിരുന്നില്ല. ആക്ച്വലി 2 സൈഡിലേയും കൂടെ കിഡ്നി ഈ ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആയിട്ട് ഒറ്റ സൈഡിൽ ഇരിക്കുമായിരുന്നു. നമ്മൾ അപ്പോൾ ഒരു സൈഡിൽ പോയവർ താഴെ എത്തിയിട്ടും കിഡ്നി കിട്ടുന്നുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ദ തിങ്. സോ ദാറ്റ്സ് എ ഡെവലപ്മെൻറ്റൽ അനോമലി, ഹോഴ്സ് ഷൂ ഷേപ്ഡ് കിഡ്നി. ക്ലിയർ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഇതുവരെയുള്ള ക്ലിയർ ആണോ? നമ്മളിപ്പോൾ കിഡ്നിയാണ് ഫുൾ പറഞ്ഞത്. ഞാനിപ്പോൾ ലെഫ്റ്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്തെങ്കിലും യു ഹാവ് ടു സ്റ്റഡി റൈറ്റ് കിഡ്നി ഡീറ്റെയിൽസ് ഓൾസോ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുവാണ്. സോ വി ഹാവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി ഒരു 15 ക്വസ്റ്റ്യൻസ് കൂടി വരും. സോ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുവാണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ക്ലിയർ ആണ് എന്ന് ഇടുക. ഓക്കെ, ക്ലിയർ ആണോ? വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ഇടണേ. So medical casualty is sudden complaints of onset of pain in the chest with sweating and increased pulse rate. So chest pain radiating into the inner border of left. Clear? Thank you Ajit Babu. Thank you so much. Okay. Next, inner border of left upper limb. ECG യിൽ നിങ്ങൾക്ക് ഇഷീമിക് ഹാർട്ട് ഡിസീസ് ആണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ MI ആണ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അത് തന്നെയാണ് ഇഷീമിക് ഹാർട്ട് ഡിസീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ECG യിൽ കണ്ടു. സോ എന്താണ് ക്വസ്റ്റ്യൻസ്? എന്താണ് നമ്മുടെ ഒറിജിൻ, കോസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആർട്ടറീസ്, നമ്മുടെ കൊറോണറി ആർട്ടറീസ് അല്ലേ, റൈറ്റ് കൊറോണറി, ലെഫ്റ്റ് കൊറോണറി, ദെൻ വെയിൻസ് അക്കമ്പനിങ്ങിൻ്റെ നെയിംസ് പറഞ്ഞത്, വേരിയസ് ബ്രാഞ്ചിന് അക്കമ്പനി ചെയ്യുന്ന വെയിൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെയിനും ആർട്ടറിയും കൂടെ കമ്പയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആ ഏരിയയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും വന്നത്. ഇപ്പോൾ നമ്മുടെ മാർജിനൽ ബ്രാഞ്ച് ഓഫ് റൈറ്റ് കൊറോണറി ആയിട്ട് വരുന്നത് റൈറ്റ് മാർജിനൽ വെയിൻ ആണ്. ലൈക്ക് ദാറ്റ്. ഇപ്പോൾ നമ്മുടെ ഒരേ സ്ഥലത്ത് പോകുന്ന കൂടെ പോകുന്ന ആൾക്കാരുടെ പേരുകൾ ഇതുപോലെ നോക്കി കണ്ടുപിടിച്ച് യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, സിമ്പിളാണ്. ലൈക്ക് ദാറ്റ്. കുറച്ച് പോയിന്റ്സ് എഴുതിയാൽ മതി. കണ്ടോ, 3 marks. So we got 5 marks by writing both right and left coronary. We got 3 marks by writing the veins. So great cardiac vein, then oblique vein of left atrium, left marginal vein, middle cardiac vein. Just കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. ഞാനിത് പറഞ്ഞ ദിസ് ആക്ച്വലി ഹാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണല്ലേ, യു ഗൈസ് നോ ദാറ്റ്. സോ അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. നമുക്ക് ഇനിയും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഡ്യൂ ടു ദ ഷോർട്ടേജ് ഓഫ് ടൈം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. സോ വൈ ദ പെയിൻ ഈസ് റേഡിയേറ്റിംഗ് ഇൻ ദ ഇന്നർ ബോർഡർ ഓഫ് ദ ലെഫ്റ്റ് അപ്പർ ലിം. നമ്മൾ പറഞ്ഞു T4 to T5 സെഗ്മെൻറ്റ്സ്, അപ്പർ T4 to T5 സെഗ്മെൻറ്റ്സ് വരെ നമ്മളുടെ ആ ഒരു സെയിം ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ അപ്പർ ലെഫ്റ്റ് ആമിലും കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ജോയിലും ചിലപ്പോൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോകുന്നുണ്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ് സർജിക്കൽ ഇൻ്റർവെൻഷൻസിനെ കുറിച്ചുള്ള ഒരു ചെറിയ നോട്ട് കൊടുക്കാൻ പറഞ്ഞൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന സർജിക്കൽ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണ് ഹാർട്ട് റിലേറ്റ് ചെയ്ത്? കൊറോണറി ആൻജിയോഗ്രാഫി, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അല്ലേ. സോ കൊറോണറി ആൻജിയോഗ്രാഫി, വാട്ട് ഇസ് മീൻ ബൈ കൊറോണറി ആൻജിയോഗ്രാഫി? ആക്ച്വലി റേഡിയോളജിക്കൽ പ്രൊസീജിയറാണ്. നമുക്ക് കൊറോണറി ആർട്ടറി കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രാഫി. വി ആർ ആക്ച്വലി സ്റ്റഡിങ്. ഓക്കെ, ഗ്രാഫ്. So coronary angiography is actually we are visualizing the coronary arteries after injecting contrast medium in their lumen. Clear? ഇത് നമ്മൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അതിൻ്റെ പറഞ്ഞില്ലേ, നോക്കി ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നത്, 2 ബ്ലോക്ക് ഉണ്ട് അങ്ങനെയൊക്കെ പറയത്തില്ലേ, ദാറ്റ്സ് ആക്ച്വലി ബൈ കൊറോണറി ആൻജിയോഗ്രാഫി. ദെൻ കൊറോണറി ബൈപ്പാസ് സർജറി ഇറ്റ്സ് ആക്ച്വലി ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ ബൈപ്പാസ് കോമൺ ആണെന്ന് പറഞ്ഞാൽ അഞ്ചൈന എന്ന് പറഞ്ഞാൽ MI വരുന്ന പേഷ്യൻസിന് നമ്മുടെ നെഞ്ചുവേദനയായിട്ട് വരുന്ന അൺസ്റ്റേബിൾ സിവിയർ അഞ്ചൈനായിട്ട് വരുന്ന പേഷ്യൻറ്റിൽ കൊറോണറി ആർട്ടറി ഒബ്സ്ട്രക്ഷൻ കാരണം വരുന്നവർക്ക് കൊറോണറി ബൈപ്പാസ് സർജറി നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, എ സെഗ്മെൻറ്റ് ഓഫ് എ വെയിൻ ഓർ ആൻ ആർട്ടറി is connected to the ascending aorta. Then like നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിൻ്റെ ഓവർ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ട. പിന്നെ അടുത്ത ഗ്രാഫ്റ്റ് കണ്ടോ, കൊറോണറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ഷൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഗ്രാഫ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആരൊക്കെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതൊരു 1 മാർക്കിന് അല്ലെങ്കിൽ നമ്മുടെ ഈ എസ്സേയുടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഒരു 1 or 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയാണ്. നമ്മൾ ഗ്രാഫ്റ്റായിട്ട് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഗ്രേറ്റ് സഫീനസ് വെയിൻ ഇസ് കോമൺലി യൂസ്ഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. ഗ്രേറ്റ് സഫീനസ് വെയിൻ ഇസ് കോമൺലി യൂസ്ഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. എന്തുകൊണ്ടാണ്? ഈസിലി ഡിസെക്റ്റഡ്, കാലിൽ ഏറ്റവും പുറത്തിരിക്കുന്ന ഒരു വെയിനാണ് അല്ലേ. സോ ഇറ്റ്സ് ഈസിലി ഡിസെക്റ്റഡ്, ഇറ്റ്സ് എ ഡയമീറ്റർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓഫ് കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറി അതേ സൈസ് തന്നെ വേണം അല്ലേ. ഇങ്ങനെ ഒരെണ്ണവും ഇങ്ങനെ ഒന്നും ആണെങ്കിൽ അത് കറക്റ്റ് ആവില്ല. സോ ഏകദേശം സെയിം ഡയമീറ്റർ ഓർ ഗ്രേറ്റർ ആണെങ്കിൽ വളരെ നല്ലതാണ്, പോകും. Then it provides lengthy portions with a minimum occurrence of valving or branching. Clear? Then
എന്താണ് ലെഫ്റ്റ് മാമറി ഗ്രാഫ്റ്റ് റൈറ്റ് റേഡിയൽ ആർട്ടറി. സോ ലെഫ്റ്റ് ഇന്റേണൽ മാമറി ആർട്ടറി, ഓക്കെ, ലെഫ്റ്റ് ഇന്റേണൽ മാമറി ആർട്ടറി, പിന്നെ റൈറ്റ് റേഡിയൽ ആർട്ടറി. സോ ഇതൊക്കെയാണ് വേറെ കുറേ ഗ്രാഫ്റ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ഇൻഫ്ലേറ്റ് ബലൂൺ പോലത്തെ ഒരു സാധനം നമ്മൾ ആദ്യം ഇൻഫ്ലേറ്റ് ചെയ്യാതെ വീർപ്പിക്കാതെ നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ആക്ച്വലി ജസ്റ്റ് ഇൻഫ്ലേറ്റിംഗ് സോ ദാറ്റ് ദ ബ്ലോക്ക് ആക്ച്വലി മാറിയിട്ട് അത് ക്ലിയർ ആകുന്നു. ദാറ്റ് പ്രൊസീജിയർ ഇസ് ആക്ച്വലി ആൻജിയോപ്ലാസ്റ്റി, കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. സോ ദീസ് ആർ ദ സർജിക്കൽ ഇൻ്റർവെൻഷൻസ് റിലേറ്റഡ് ടു ദ coronary arteries. Clear? Next ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഹാർട്ട് ക്ലിയർ ആണ്. നമ്മൾ ഹാർട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. അതിൻ്റെ ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളിപ്പോൾ പറഞ്ഞു പോയത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആണെന്നിടുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിപ്പ് ജോയിൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, ഹിപ്പ് ജോയിൻ. Bonds forming hip joint, ligaments, muscles and movements, nerve supply, blood supply, applied aspects. We studied that. Next question, 35-year-old male patient came to brought to casualty with a swollen right knee and history of a fall during mountain climbing. Severe pain and restricted mobility at the joint. Attachments and relations and ligaments of the joint. എന്താണത്? നീ ജോയിൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നീ ജോയിൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ അതിൻ്റെ മെൻസ്കയും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ലോക്കിംഗ് അൺലോക്കിംഗ് എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. സോ എല്ലാ മസിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? Next question, 50-year-old woman came to casualty with complaints of pain in the pelvic region. Pelvic scan ചെയ്തപ്പോൾ യൂട്രസിലൊരു മാസ് കണ്ടു. നമ്മൾ യൂട്രസ് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പാർട്സ്, റിലേഷൻ, സപ്പോർട്ട്സ്, ബ്ലഡ് സപ്ലൈ, അപ്ലൈഡ് ആസ്പെക്ട്സ്. അപ്ലൈഡ് ആസ്പെക്ട്സ് പ്രൊലാപ്സ് ഓഫ് യൂട്രസ് ഒക്കെയാണ് വരുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. വീണ്ടും നമുക്ക് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനുള്ള അർത്ഥം എന്താ, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ യൂട്രസിനായിരുന്നാലും തൊട്ടുമുമ്പ് ഹിപ്പ് ജോയിൻ, നീ ജോയിൻ എല്ലാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മിഡിൽ ഏജ് മെയിൽ പേഷ്യൻറ്റ് കംപ്ലൈൻറ്റ് ഓഫ് ലോ ബാക്ക് പെയിൻ റേഡിയേറ്റിംഗ് ടു ലെഗ് ഓൺ ദ റൈറ്റ് സൈഡ് ആൻഡ് നംനെസ് ആൻഡ് വീക്ക്നെസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ലെഗ് ആൻഡ് ഫുഡ്. സയാറ്റിക്ക ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. സോ നമുക്കറിയാം സയാറ്റിക് നെർവ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സയാറ്റിക് നെർവിൻ്റെ റൂട്ട് വാല്യൂ, ഫോർമേഷൻ, കോസ്, പിന്നെ അതിൻ്റെ 2 ബ്രാഞ്ചസ്, അതിൻ്റെയും സപ്ലൈയും കാര്യങ്ങളും കോസും എല്ലാം നമ്മൾ പറഞ്ഞു. ക്യൂട്ടീനിയസ് സപ്ലൈ വരെ നമ്മൾ പറഞ്ഞു. നെയിം ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഇന്നോവേറ്റഡ് ബൈ ദിസ് നെർവ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് അറ്റ് വേരിയസ് ലെവൽ നമ്മൾ പറഞ്ഞു. നൗ ദ ക്യൂട്ടീനിയസ് ബ്രാഞ്ചസ് ഓഫ് ദിസ് നെർവ് അറ്റ് വേരിയസ് ലെവൽസ് അലോങ് ഇറ്റ്സ് കോസ്, അത് നമ്മൾ പറഞ്ഞു. ക്ലിയർ? സോ നമ്മൾ ക്യൂട്ടീനിയസ് ഇന്നോവേഷൻ ലോവർ ലിംബ് ഫുള്ളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സയാറ്റിക് നെർവ് പക്കേ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതെല്ലാം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കായാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ഞാനിത് കാണിക്കാൻ, ഇത് വീണ്ടും വന്ന് റിപ്പീറ്റഡ് ടോപ്പിക്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺ, പല രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരും. ഒരേ ടോപ്പിക്കിനെ പല രീതിയിൽ വരും. അപ്പോൾ നമ്മളത് ഇൻ്റർപ്രിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പണ്ട് മുതൽ നീറ്റ് മുതലേ പഠിക്കുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് പിന്നെ ആ ടൈപ്പ് വന്നാൽ നമുക്ക് കിട്ടും. ദാറ്റ്സ് വൈ. നെക്സ്റ്റ് ഇസ് 18-year-old boy was hit down by car while walking on the road and sustained injury on his right knee joint. വീണ്ടും knee joint. again. So knee joint കുറിച്ചാണ് പറയാൻ പോകുന്നത്. So articular surface of knee joint, ligaments of knee joint, structure that maintains the anteroposterior stability, നമ്മുടെ anterior cruciate posterior cruciate ligaments ആണ്. പിന്നെ locking and unlocking and the nerves that supply the knee joint. Anteroposterior stability, cruciate ligaments ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ cruciate ligaments എന്താ ഫ്രാക്ചർ ലൈക്ക് അത് ടയർ സംഭവിക്കുമ്പോൾ വരുന്നതിന് ആൻറ്റീരിയർ ഡ്രോവർ സൈൻ നമുക്ക് കാണാൻ പറ്റും, പോസ്റ്റീരിയർ ഡ്രോവർ സൈനും കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകണം. നമുക്ക് ഇനി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡിന് പോകുന്നത്. ടൈമും കുറവാണ്. ദാറ്റ്സ് വൈ. ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുക. 2-month-old male child was brought to the hospital since the mother noticed the left scrotum of the boy was empty. So ഇതിപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെസ്റ്റിസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓൺ എക്സാമിനേഷൻ ഇറ്റ് വാസ് നോട്ടീസ് ദാറ്റ് ദ റൈറ്റ് ടെസ്റ്റിസ് വാസ് ഇൻ ദ സ്ക്രോട്ടം. റൈറ്റ് ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലുണ്ട്, ലെഫ്റ്റ് സ്ക്രോട്ടം ഇസ് എംപ്റ്റി. ഓക്കെ, സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഓൺ അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇൻഗ്വൈനൽ കനാലിൽ ഇരിക്കുവാണ് ലെഫ്റ്റ് ടെസ്റ്റിസ്. സോ 2 കണ്ടീഷൻസ് റിസൾട്ട് ഇൻ എംപ്റ്റി സ്ക്രോട്ടം വരാനുള്ള 2 കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ക്രിപ്റ്റോകിഡിസം ആൻഡ് എക്ടോപിക് ടെസ്റ്റിസ്. കണ്ടോ? ക്രിപ്റ്റോകിഡിസം ആൻഡ് ectopic testis. Cryptorchidism means incomplete descent എന്ന് പറയാം.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പാത്വേയിൽ, ആ ഡിസെൻറ്റിൻ്റെ കറക്റ്റ് ഏരിയയിലാണ് അത് വന്നുകൊണ്ടിരുന്നത്, പക്ഷേ എവിടെയോ വെച്ച് സ്റ്റോപ്പായിപ്പോയി. ദാറ്റ് ഇസ് ക്രിപ്റ്റോക്രിറ്റിസം ഓർ ഇൻകംപ്ലീറ്റ് ഡിസെൻറ്റ്. എക്ടോപിക് മീൻസ് അബ്നോർമൽ പ്ലേസ്. എക്ടോപിക്കിൻ്റെ മീനിങ് അതാ. എക്ടോപിക് എന്ന് പറയുമ്പോൾ വേറൊരു സ്ഥലത്ത്. സോ ദാറ്റ് മീൻസ് അബ്നോർമൽ പൊസിഷനിൽ പോയി ഇരിക്കുന്നു. ദാറ്റ് ഇസ് ectopic testis. So these are the two conditions where that the testis is absent in the scrotum. So we got 2 marks. Just പേര് മെൻഷൻ ചെയ്യാൻ വേണ്ടി we got 2 marks. Okay. Next is describe the development and descent of testis. Development and descent എന്ന് പറയുമ്പോൾ ഇതാ കാണുന്നുണ്ടോ, നമ്മുടെ ഗൊണാഡ് ഡെവലപ്പ് ആകുന്ന ആ ഒരു ഫസ്റ്റ് തിങ്ങിൽ നമ്മുടെ ടെർട്ടോ ലൈക്ക് നമ്മുടെ ജനറൽ എംബ്രിയോളജി നോക്കണം. അത് നമ്മുടെ ടെസ്റ്റിസ് വൺസ് ഫോം ആയിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പെരിട്ടോണിയം കവറിങ് ഉണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഐറിസ് ലേണിങ്ങിൻ്റെ ആപ്പിൽ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാൻ ടൈമില്ല. സോ എന്താണ്, ടെസ്റ്റിസ് ഇരിക്കുവാണ്, പെരിട്ടോണിയം കവറിങ് ഉണ്ട്, എന്താണ് താഴെ നമുക്ക് ഗുബർനാക്കുലർ ഉണ്ട്, ഒരു ഫൈബർ ബാൻഡ് ഉണ്ട്. ഓക്കെ, ഈ ഫൈബർ ബാൻഡ് ഇങ്ങനെ വരണം, താഴോട്ട് വരുന്ന അനുസരിച്ച് ഈ പെരിട്ടോണിയത്തിൻ്റെ ആ ഒരു കവറിങ് ഇതിനെ ഫുള്ളി കവർ ചെയ്തിങ്ങനെ വരുവാണ്. അങ്ങനെ ഈ പെരിട്ടോണിയത്തിനും കൂടെ വലിച്ചുകൊണ്ടാണ് ഈ ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലേക്ക് വരുന്നത്. ഈ ഡിസെൻറ്റിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറച്ച് ലോ ആയിട്ട് വേണം ഫോർ ദ സ്പേം പ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് സ്ക്രോട്ടത്തിലേക്ക് ഇത് ഡിസെൻഡ് ആവുന്നത്. ഇറ്റ് വാസ് എൻ അബ്ഡോമിനൽ ഓർഗൻ, ആക്ച്വലി അത് പിന്നെ സ്ക്രോട്ടത്തിലേക്ക് വരുവാണ്. സോ ഇത് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് മന്തിലാണ് ഈ ഒരു ഡിസെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓക്കെ, ദിസ് പെരിട്ടോണിയത്തിൻ്റെ ആ ഒരു ഫോൾഡ് പതുക്കെ ഇതിനെ കവർ ചെയ്ത് വരുന്നുണ്ട്. അതാണ് നമ്മളുടെ പിന്നെ നമ്മൾ കവറിങ് ആണെന്ന് നമ്മൾ അറിയപ്പെടുന്ന ട്യൂണിക്ക വെജൈനാലിസ് ആൻഡ് അതിൻ്റെ റിമെയിൻസ് പ്രോസസ്സസ് വെജൈനാലിസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രോസസ്സസ് വെജൈനാലിസിൻ്റെ റിമെയിൻസ് ഇപ്പോഴും ഉണ്ട്. ക്ലിയർ? സോ ഡിസൈൻ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിങ്ങനെ സ്പീഡാക്കി പോകുന്നത്. ആൻഡ് ഓൾസോ ടൈം കുറവാണ്. നെക്സ്റ്റ് കവറിങ്സ് ആണ് നമ്മൾ പറയുന്നത്. കവറിങ്സ് ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോ യു നോ ദാറ്റ് ട്യൂണിക്ക വെജൈനാലിസ്, ട്യൂണിക്ക ആൽബുജിനിയ, ട്യൂണിക്ക വാസ്കുലോസ. Tunica vaginalis, we have parietal and visceral layer. Tunica albuginea is a whitish type of fibers, like anganthru type aanu. Next is tunica vascular. So the vascular bed, like vascular supply fully നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. സോ അതാണ് നമ്മളുടെ ടെസ്റ്റിസിൻ്റെ കവറിങ്സ് പറയുകയാണെങ്കിൽ. അതിൻ്റെ പുറത്തെ കവറിങ്സ് എന്താണെന്ന് വെച്ചാൽ സ്കിന്നുണ്ട്, എക്സ്റ്റേണൽ സ്പെമാറ്റിക് ഫേഷ്യ, ക്രിമാസ്റ്റിക് മസിൽ ആൻഡ് ഫേഷ്യ, ഇന്റേണൽ സ്പെമാറ്റിക് ഫേഷ്യ. ഇത് നിങ്ങൾ എവിടെ പഠിച്ചു? നിങ്ങൾ ഇൻഗ്വൈനൽ കനാലിൻ്റെ ഒക്കെ കവറിങ്ങിൽ ഞാൻ ഇൻഗ്വൈനൽ ഹേർണിയ പറഞ്ഞപ്പോൾ ഈ ടോപ്പിക് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ഇടുക. സോ നമ്മളടുത്ത് മൈക്രോസ്കോപ്പിയിലേക്ക് പോവുകയാണ്. മൈക്രോസ്കോപ്പി സിമ്പിളാണ്. നമുക്ക് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നമുക്ക് സ്പെർമറ്റോസോവ കുറച്ച് കാണാനൊക്കെ പറ്റും. സെമിനിഫറസ് ട്യൂബ്യൂൾസും ഇൻറ്റർസ്റ്റിഷ്യൽ ലേഡിക് സെൽസ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങളിത് ഹിസ്റ്റോളജി വരച്ചതാണ്, ഐ നോ. ആൻഡ് ഓൾസോ നമ്മൾ 12th ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മളുടെ ഈ ഒരു സ്ട്രക്ചർ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റിഷ്യൽ സെൽസ്, സ്പെർമറ്റോസോവ, അതിനെ നർച്ചറിങ് ചെയ്യുന്ന സെൽസ്, നേഴ്സ് സെൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ക്ലിയർ അല്ലേ? About the tests, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കവറിങ്സ് ഓഫ് ടെസ്റ്റസ് ആൻഡ് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ. ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ടെസ്റ്റസ് ആണെന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ യു ഹാവ് ടു ടെൽ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുവാണേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 60-year-old lady was brought to the casualty following a history of fall at her residence. On clinical examination, anatomical orientation of her right lower limb was disturbed. X-ray നോക്കിയപ്പോൾ hip joint. Again hip joint വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. We discussed that earlier. Hope that is also clear. നമുക്ക് nerve can be injured, sciatic nerve. Then root value, clinical procedure to that can cause injury to the nerve and describe the causes of the nerve and name the branches of the nerve and supply. ഞാൻ പറഞ്ഞു sciatic nerve ഫുള്ളി കാണാതെ പഠിക്കുക. സോ നമ്മൾ ഈ റിഡക്ഷൻ, ഇൻറ്റേർണൽ റിഡക്ഷൻ ചെയ്യാൻ ടൈമിൽ നമുക്ക് ഈ ഹിപ്പ് ജോയിൻറ്റിൽ റെഡ്യൂസ് ചെയ്യാൻ എന്തെങ്കിലും നോക്കുവാണെങ്കിൽ നമുക്ക് സയറ്റിക് നെർവിൻ്റെ ഇഞ്ചുറി പറ്റാറുണ്ട്. നമ്മുടെ ക്ലിനിക്കൽ പ്രൊസീജിയർ ദാറ്റ് ക്യാൻ കോസ് ഇഞ്ചുറി ടു ദിസ് നെർവ് എന്താണെന്നറിയോ? ക്ലിനിക്കൽ പ്രൊസീജിയർ നമ്മുടെ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ഞാൻ പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ തെറ്റായ സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ. സോ ദാറ്റ്സ് ക്ലിനിക്കൽ പ്രൊസീജിയർ. ഓക്കെ, സോ അതിന് 2 മാർക്സ് ആണ്. ഓക്കെ, 2 മാർക്സ് ആ ക്ലിനിക്കൽ പ്രൊസീജിയർ എഴുതുന്നതിന്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ബ്രാഞ്ചസും കാര്യങ്ങളും എൻ്റെ മസിൽ സപ്ലൈഡും എല്ലാം പറഞ്ഞതുകൊണ്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
62-year-old man with progressive weight loss, complaints of pain and bleeding near the anal orifice, condition diagnosed as carcinoma of anal canal. So neoplasm നമ്മളുടെ entirely below the pectinate line ആണ്. നമ്മൾ anatomy of anal canal ഞാനാണ് പഠിപ്പിച്ചത്. ഐറിസ് ലേണിങ്ങിൻ്റെ ആപ്പിൽ എൻ്റെ വീഡിയോ ഉണ്ട്. ലൈക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് anal canal എന്ന്. നിയോപ്ലേസം ഫുള്ളി പെക്റ്റിനേറ്റ് ലൈനിൻ്റെ താഴെയാണ്. ഓക്കെ, ഫുള്ളി പെക്റ്റിനേറ്റ് ലൈനിൻ്റെ താഴെയാണ്. സോ ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോട്ട്സ് ആണ് ഈ ക്യാൻസർ സ്പ്രെഡ് ആവുക? നോക്കൂ, ഫുള്ളി പെക്റ്റിനേറ്റ് ലൈൻ. ഓക്കെ, നമ്മുടെ പെക്റ്റിനേറ്റ് ലൈനിൻ്റെ താഴെയാണ് ഈ ഇത് വരുന്നത്. അപ്പോൾ എങ്ങോട്ടായിരിക്കും പോകുക? നമ്മുടെ സൂപ്പർഫിഷ്യൽ ഇൻഗ്വൈനൽ ലിംഫ് നോട്ട്സിലോട്ടായിരിക്കും പോവുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നെക്സ്റ്റ്, നെയിം ദ നെർവ് ക്യാരിങ് ദ പെയിൻ സെൻസേഷൻ. പെയിൻ സെൻസേഷൻ ക്യാരി ചെയ്യുന്ന നെർവ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ദ ഇൻഫീരിയർ റെക്ടൽ നെർവ്. ഇൻഫീരിയർ റെക്ടൽ നെർവ് ആൻഡ് ദാറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് പ്യുഡൻറ്റൽ നെർവ്. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുക ഞാൻ. ഇൻറ്റീരിയർ ഓഫ് ദ ഏനൽ കനാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അതിന് നമ്മൾ ഈ ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏനൽ കനാലിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും സ്പീഡിന് പോകുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ നോട്ടിച്ച് പറയാം, നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഓഫ് ഏനൽ കനാൽ ഫുള്ളി പഠിക്കണം. എസ്പെഷ്യലി ലിംഫാറ്റിക് ഡ്രെയിനേജിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പല സ്ഥലത്തുള്ള ആ ഒരു എപ്പിത്തീലിയത്തിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുക. ആർട്ടീരിയൽ സപ്ലൈ, ദെൻ ആദ്യമേ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുക. എന്താണ് പെക്റ്റിനേറ്റ് ലൈൻ, അത് ആക്ച്വലി അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്താണ് കാണിച്ചു തരാം. കണ്ടോ, ഡെവലപ്മെൻറ്റിൽ ഹൈൻഗഡും എക്ടോഡേമും രണ്ടിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ക്ലോയേക്കൽ അല്ലെങ്കിൽ ഏനൽ മെംബ്രെയിൻ പണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇപ്പോൾ ഉള്ളതാണ് നമ്മുടെ പെക്റ്റിനേറ്റ് ലൈൻ. സോ ഇറ്റ്സ് ആക്ച്വലി okay, thank you Hussein, thank you for your support. Okay, so about the development, anal canal ഡെവലപ്മെൻറ്റ് പറയുകയാണെങ്കിൽ അപ്പർ പാർട്ട് എൻഡോഡെർമൽ ഇൻ ഒറിജിൻ ആണ്. അത് ഏനോറെക്ടൽ കനാൽ എന്നാണ് വരുന്നത്. ലോവർ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊക്ടോഡിയത്തിൽ നിന്നാണ് വരുന്നത്. ക്ലിയർ ആണോ? നമ്മളിത് നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറയാം. ഏത് ലിംഫ് നോഡിൽ നിന്നാണ് നമുക്ക് ഏത് ലിംഫ് നോഡിലോട്ടാണ് ഇത് പോകുന്നത്? സൂപ്പർഫിഷ്യൽ ഇൻഗ്വൈനൽ ലിംഫ് നോഡ്സ്. ദെൻ ഏത് നെർവാണ് ഇത് ക്യാരി ചെയ്യുന്നത്? ഇൻഫീരിയർ റെക്ടൽ നെർവ്, ദാറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് പ്യുഡൻറ്റൽ നെർവ്. ദെൻ ഇൻറ്റീരിയർ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ദാ ഏനോറെക്ടൽ ജംഗ്ഷൻ മുതൽ ഏനൽ ഓറിഫിസ് നമ്മൾ ഔട്ടർ പാർട്ട് വരെ കാണുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് കാണാൻ പറ്റുക? നമുക്ക് മെയിൻലി 3 എൻഡോഡെർമൽ അപ്പർ പാർട്ടും എക്ടോഡെർമൽ ലോവർ പാർട്ടുമാണ് കാണുന്നത്. ടോട്ടലി നമുക്ക് 38 mm ആണ്. അതൊന്നും നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഞാനിപ്പോൾ ഇതിനകത്തുള്ളതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. നമ്മുടെ എൻഡോഡെർമൽ പാർട്ട് നിൽക്കുന്നത് നമ്മുടെ പെക്റ്റിനേറ്റ് ലൈനിലാണ്. നമുക്ക് അവിടെയാണ് ഏനൽ കോളംസ് ഓഫ് മോഗാഗ്നി, ഏനൽ വാൽസ്, ഏനൽ ഗ്ലാൻഡ് അവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിൾ കാര്യങ്ങളല്ലേ. ഈ ഡയഗ്രാം അങ്ങ് പഠിക്കൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഡയഗ്രാം പഠിക്കൂ, മാർക്കുകൾ വാങ്ങും. എനിക്കതാണ് നമ്മളുടെ എന്താണ് ടാഗ് ലൈൻ. ഓക്കെ, സ്റ്റഡി ഡയഗ്രാംസ്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ ഇൻറ്റീരിയർ. സിമ്പിൾ ടോപ്പിക്കാണ് നമ്മളുടെ ഏനൽ കനാൽ. കുറച്ച് ഡയഗ്രാം പഠിച്ചാൽ മതി, ഭയങ്കര സിമ്പിളാണ്. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ആർട്ടറീസ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നന്നായിട്ടിരുന്ന് പഠിക്കൂ. ഞാൻ വീഡിയോയിൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ആർട്ടറീസ് അപ്ലൈ വീനസ് ആൻഡ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. നെക്സ്റ്റ് അബൌട്ട് ദ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൽ ഒന്നുകൂടെ ഒന്ന് പറയാം. വീനസ് ഡ്രെയിനേജിൽ നമുക്ക് ഓക്കെ, യു ക്യാൻ സീ internal venous plexus and external venous plexus. External venous plexus and internal venous plexus. That's by the inferior rectal vein, middle rectal vein, and also by the superior rectal vein. Also, that's also called the hemorrhoidal vein. Okay, so about the hemorrhoids. Hemorrhoids or piles. That's a very important topic. Hemorrhoids or piles. These are the variceal dilatations of the submucosal, anal, and perineal venous plexuses. So internal hemorrhoids ഉണ്ട്, external hemorrhoids ഉണ്ട്. You can see true piles and false piles. So internal hemorrhoids and external hemorrhoids. So അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു പോകേണ്ടതുണ്ടോ? So I hope you guys know about this. നമ്മുടെ internal hemorrhoids എന്ന് പറയുമ്പോൾ superior rectal vein tributaries-ലുള്ള saccular dilatation. Okay, so superior rectal vein വരാണെങ്കിൽ internal hemorrhoids. താഴെയുള്ള ആൾക്കാർ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫീരിയർ റെക്ടൽ വെയിനിന് ബിലോ ദ പെക്റ്റിനേറ്റ് ലൈനിൽ വരുന്നതാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ്. സിമ്പിൾ അല്ലേ? പിന്നെ അതിൻ്റെ വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നോക്കുക, പെയിൻലെസ് ആയിരിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യും. ഇൻറ്റേർണലി ഒരു വേദനയില്ലായിരിക്കും, പക്ഷെ പുറത്തെല്ലാവരും അറിയും. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ഹെമറോയിഡ്സ്. ഇൻറ്റേർണലി ആണ് ഇരിക്കുന്നത്, പെയിൻ ഒന്നുമില്ല, പക്ഷെ ബ്ലീഡ്സ് പ്രൊഫ്യൂസ്ലി.
ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. സോ ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് പെയിൻലെസ് ബട്ട് ബ്ലീഡ്സ് പ്രൊഫ്യൂസ്ലി. ക്ലിയർ? സോ അതാണ് അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അതാണ്. നന്ദന, താങ്ക് യു നന്ദന, താങ്ക് യു ഫോർ സപ്പോർട്ട്. നെക്സ്റ്റ്, എക്സ്റ്റേണൽ ഹെമറോയിഡ്സ്. എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫീരിയർ റെക്ടൽ വെയിനിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, അതിൻ്റെ സാക്കുലർ ഡയലറ്റേഷൻ. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഏനിയൽ കനാൽ ഫുള്ളി ക്ലിയർ അല്ലേ? നമ്മൾ പക്കയായിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഐറിസ് എടുത്ത് നോക്കുക. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Middle-aged man visited the surgical OPD with a history of bleeding perineum since 3 months. On clinical examination, he was found to have internal hemorrhoids. അപ്പോൾ mucosal anatomy, sphincteric muscles, blood supply and clinical aspects വീണ്ടും വന്നു നമ്മളുടെ anal canal അല്ലേ? സോ ഏനിയൽ കനാലിൽ നമുക്ക് സ്പിങ്ക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സ്പിങ്ക്റ്റേഴ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇതും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നമുക്ക് എക്സ്റ്റേണൽ ഏനിയൽ സ്പിങ്ക്റ്റർ ഉണ്ട്, ഇൻറ്റേർണൽ ഏനിയൽ സ്പിങ്ക്റ്റർ ഉണ്ട്. എക്സ്റ്റേണൽ ഏനിയൽ സ്പിങ്ക്റ്ററിൽ 3 ആൾക്കാരുണ്ട്: ഡീപ്പ്, സൂപ്പർഫിഷ്യൽ, സബ്ക്യൂട്ടേനിയസ്. ഇൻറ്റേർണൽ ഏനിയൽ സ്പിങ്ക്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കുലർ മസിൽ കോട്ട് ഓഫ് റെക്റ്റം കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ് ഇൻറ്റേർണൽ ഏനിയൽ സ്പിങ്ക്റ്റർ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആണോ? വി ഹാവ് എക്സ്റ്റേണൽ ഏനിയൽ സ്പിങ്ക്റ്റർ, ഇൻറ്റേർണൽ ഏനിയൽ സ്പിങ്ക്റ്റർ. എക്സ്റ്റേണൽ ഏനിയൽ സ്പിങ്ക്റ്റർ ആണ് വോളണ്ടറി, ഇൻറ്റേർണൽ ഏനിയൽ സ്പിങ്ക്റ്റർ ഇസ് ഇൻവോളണ്ടറി. സോ എക്സ്റ്റേണലിൽ നമുക്ക് ഡീപ്പ്, സൂപ്പർഫിഷ്യൽ ആൻഡ് സബ്ക്യൂട്ടേനിയസ്. ക്ലിയർ? പിന്നെ ഇഷ്യോറെക്ടൽ ഫോഴ്സ്, അതൊക്കെ ഷോർട്ടസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാനിപ്പോൾ ഏനൽ കനാൽ കണ്ടോട്ട് പറഞ്ഞതാ. ദിസ് പാർട്ട് ഇഷ്യോറെക്ടൽ സ്പേസ്. സോ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, ഡയഗ്രാംസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു പോകുന്ന ക്ലിയർ അല്ലേ? നമ്മൾ ഏനൽ കനാൽ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണെന്ന് ഇടാവോ? കമൻറ്റ് സെക്ഷനിൽ ഇടാവോ? നെക്സ്റ്റിലോട്ട് പോട്ടെ. ഇനി വെറും ഒരു 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, വേഗം ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണോ ഗൈസ്? ചാറ്റിലിടാവോ? ഏനൽ കനാൽ ക്ലിയർ അല്ലേ? യെസ്, താങ്ക് യു അജിത് ബാബു, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 40-year-old shopkeeper whose job requires standing up to 15 hours per day, oh my god, developed abnormally swollen, that is varicose veins in the left leg, leading to non-healing ulcers above the left medial malleolus. Condition എന്താണെന്ന് വെച്ചാൽ dilated and incompetent ആയിട്ടുള്ള saphenous vein ആണ്. So associated ആയിട്ടുള്ള incompetent perforators ഉണ്ട്. So എന്താണ്? Describe the cause and relations of great saphenous vein. And then the tributaries of great saphenous vein, then perforating veins, its function. Then these are the questions. So discussing great saphenous vein. ഞാനിത് അത്രയും അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് നിങ്ങൾ വളരെ ബേസിക് ആയിട്ട് ഇത് പഠിക്കുന്നതാണെന്ന് എനിക്കറിയാം. ഗ്രേറ്റ് സഫീനസ് വെയിൻ നമുക്ക് ഓരോ സ്ഥലത്തെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് ജസ്റ്റ് പോകാം. ലെഗിൽ നിന്ന് വരുമ്പോൾ നമുക്ക് മീഡിയൽ മാർജിനൽ വെയിൻ ഓഫ് ഫുഡ്, നമ്മളുടെ ഡോസൽ വീനസ് ആർച്ച് വഴിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോസൽ വീനസ് ആർച്ച് വഴി ഞാനിങ്ങനെ എൻ്റെ ലെഗിൽ ഇങ്ങനെ തൊട്ട് പഠിച്ചു. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. ജസ്റ്റ് നിങ്ങളും എയർ അനാറ്റമി ചെയ്യൂ ഗൈസ്. ഡോസൽ വീനസ് ആർച്ച് വഴി മീഡിയൽ മാർജിനൽ വെയിൻ ഓഫ് ഫൂട്ട് വഴി ഇത് ഇങ്ങനെ മുകളിലോട്ട് വരുവാണ്. നീഡ് അടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഓരോരോ ട്രിബ്യൂട്ടറീസ് വരുന്നുണ്ട്. യു ക്യാൻ സീ പോസ്റ്റീരിയർ ആർച്ച് വെയിൻ, anterior leg vein, then you can see near the patella, then you can see anterolateral vein and posteromedial vein. Like that നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോഡി ലെഗ്സ് ഇങ്ങനെ പറഞ്ഞ് പഠിക്കൂ. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാത്തത് ഈ ഡയഗ്രാം നിങ്ങൾ തന്നെ കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. സോ കുറച്ച് സിമ്പിൾ ടോപ്പിക്സ് ആണ്. ഗ്രേറ്റ് സഫീനസ് വെയിൻ ഒക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് കുറച്ച് വെയിൻസ് ഇങ്ങനെ പഠിച്ചാൽ മതി. ഡോസൽ വീനസ് ആർച്ച്, ദെൻ അവിടെ നിന്ന് നമുക്ക് എന്താണ് മീഡിയൽ മാർജിനൽ വെയിൻ ഓഫ് ഫൂട്ടും വരുന്നുണ്ട്. സോ ഫ്രം ദാറ്റ് യു ക്യാൻ സീ പോസ്റ്റീരിയർ ആർച്ച് വെയിൻ ആൻഡ് ആൻറ്റീരിയർ ലെഗ് വെയിൻ വരുന്നുണ്ട്. അവിടെ നമ്മുടെ നീ എത്തി, നീയിൽ നിന്ന് നമുക്ക് പോസ്റ്ററോമീഡിയൽ ആൻഡ് ആൻട്രോലാറ്ററൽ വെയിൻസ് വരുന്നുണ്ട്. ക്ലിയർ ആണോ? സോ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ക്രിബ്രിഫോം ഫേഷ്യ വഴി നമ്മുടെ സഫീനസ് ഓപ്പണിംഗ് വഴി നമ്മുടെ ഫെമറൽ വെയിനിലോട്ട് ഇത് ഡ്രെയിൻ ചെയ്യുവാണ്. ക്ലിയർ അല്ലേ? കിട്ടിയല്ലോ. സോ ദാറ്റ്സ് അബൌട്ട് ദ ഗ്രേറ്റ് സഫീനസ് വെയിൻ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പെർഫറേറ്റേഴ്സിനെ കുറിച്ചാണ്. പെർഫറേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡയഗ്രാം, എനിക്കിത് സെഷണൽസിന് ക്വസ്റ്റ്യൻ വന്നതായിരുന്നു. ഈ ഗ്രേറ്റ് സഫീനസ് വെയിൻ ഷോർട്ടസ്റ്റ് ആയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡയഗ്രാംസ് ഒക്കെ വരച്ചായിരുന്നു. ഈ ഗ്രേറ്റ് സഫീനസ് വെയിൻ, ഈ ഒരു ഫോർമേഷൻ, കോസ്, ടെർമിനേഷൻ, ട്രിബ്യൂട്ടറീസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഡയഗ്രത്തിൽ കിട്ടുന്നത്. സോ ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഈ ഒരു വെയിൻസ് ഓഫ് ലോവലും പിന്നെ ഈ ഒരു പെർഫറേറ്റേഴ്സിൻ്റെ ഡയഗ്രാം.
ഇമ്പോർട്ടൻറ്റ് പെർഫറേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ കാണുന്ന വയലറ്റ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ് പെർഫറേറ്റേഴ്സ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫറേറ്റേഴ്സ്? താഴെ നിന്ന് തന്നെ തുടങ്ങാം. 3 medial angle perforators ആണ് വരുന്നത്. You can see of Cockett between medial malleolus and midcalf. Then you can see lateral angle perforator. You can see knee or Boyd's perforator below the knee. Boyd's below the knee. Okay. Then you can see adductor canal Hunterian perforator. Adductor canal വെച്ചിട്ട് നിങ്ങൾക്ക് Hunterian perforator കിട്ടുന്നുണ്ട്. That's in the mid thigh. So these are the main perforators. I hope this is clear. ഇനി പറഞ്ഞു പോകാനുള്ള reason അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ്. So the cause and relations of the great saphenous vein, then you can see the tributaries of the great saphenous vein, then you can see the perforating veins and its function, then various perforating veins describe ചെയ്യാൻ. പിന്നെ ടെസ്റ്റ് ഏതാണ്? ട്രെൻഡലൻബർഗ് ടെസ്റ്റും പെർത്തിസ് ടെസ്റ്റാണ് നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്സ് ആണ് ഇപ്പോൾ. പക്കയല്ലേ? നിങ്ങൾക്ക് ഗ്രേറ്റ് സഫീനസ് വെയിൻ കിട്ടി, ട്രിബ്യൂട്ടറീസ് കിട്ടി, പെർഫറേറ്റിംഗ് വെയിൻസും കാര്യങ്ങളും കിട്ടി, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടി, ടെസ്റ്റും കിട്ടി. ക്ലിയർ ആണോ ഗൈസ്? സ്പീഡിൽ പോകുന്നത് ഇനിയും നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റിലിടണേ. ക്ലിയർ ആണെന്നോ അല്ലെങ്കിൽ റിയാക്റ്റോ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ക്ലിയർ ആണോ? Okay, next question. As a 50-year-old traffic policeman came to surgeon with complaints of swollen vessels in the leg. Prominent on standing for long hours. Same question ആണ് superficial veins of lower limb. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് varicose തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. So name the condition, varicose veins, vessels involved ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ എഴുതുക. Then test performed in this condition. ട്രെൻഡലൻബർഗും പെർത്തീസും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. ടെർമിനേഷൻ ഓഫ് ദീസ് വെസൽസ് നമ്മുടെ സഫീനസ് വെയിൻസിനെ കുറിച്ച് എഴുതുക. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പ് വെയിൻ ആരാണ്? പെർഫറേറ്റേഴ്സ് ആണ് അതിൻ്റെ റോൾ എഴുതുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? വീണ്ടും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ടോർഷ്യസ് വെയിൻസ് ഇൻ ദ ലെഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും അത് വരിക്കോസ് ആണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് a 50-year-old man came to the casualty with complaints of pain in the abdomen. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമുക്ക് അബ്നോർമൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കിട്ടി. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ലിവർ. ലിവറിൻ്റെ എല്ലാം പഠിക്കണം. ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിഖിൽ സർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിഖിലാണ് ക്ലാസ് എടുത്തിരുന്നത്. സോ എന്തൊക്കെയാണ് ടോപ്പിക്സ്? നമുക്ക് ആദ്യമേ തന്നെ എൻ്റെ പാർട്സ് ഒക്കെ പറയുവാണെങ്കിൽ നമുക്ക് റൈറ്റ് ലോബ് ഉണ്ട്, ലെഫ്റ്റ് ലോബ് ഉണ്ട്, പിന്നെ കോർഡേറ്റ് ലോബ് ഉണ്ട്, ക്വാഡ്രേറ്റ് ലോബ് ഉണ്ട്. ദെൻ ഫിഷേഴ്സ് ജസ്റ്റ് നിങ്ങൾ അനാറ്റമി നിങ്ങൾ ഡിസെക്ഷൻ ഹാളിൽ വെച്ച് തന്നെ നിങ്ങൾ ലിവർ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഐ നോ ദാറ്റ്. അത്രയും സിമ്പിളായിട്ടുള്ള ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ എക്സ്റ്റെൻറ്റും പാർട്സും. നെക്സ്റ്റ് നമ്മുടെ എക്സ്റ്റെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹൈപ്പോകോൺട്രിയൽ റീജിയനിലാണ് ഉള്ളത് അല്ലേ? റൈറ്റ് ഹൈപ്പോകോൺട്രിയൽ റീജിയനിലുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് അബൌട്ട് ദ പെരിറ്റോണിയൽ റിഫ്ലക്ഷൻസ്. പെരിറ്റോണിയൽ റിഫ്ലക്ഷൻസ് ആൻഡ് ദെൻ ദ റിലേഷൻസ്. ഓക്കെ, വേരിയസ് സർഫസസിൽ എന്തൊക്കെയാണുള്ളത്? ബെയർ ഏരിയ ഓഫ് ലിവർ, ഗ്രൂവ് ഫ്ലോർ. ഞാനിത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത്രയും സിമ്പിൾ അല്ലേ? ലിവറിലെല്ലാം പഠിക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടോപ്പിക് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളങ്ങനെ ഇത് മാത്രമേ പഠിക്കാവുന്നില്ല. നിങ്ങൾക്ക് റിഫ്ലക്ഷൻസ് ഫുള്ളി പഠിക്കുക, റിലേഷൻസ് നോക്കുക, ബ്ലഡ് സപ്ലൈ ആൻഡ് അപ്ലൈഡ് ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവർ സിറോസിസ് വരുന്നുണ്ട്, ഹെപ്പറ്റോസെല്ലാർ കാർസിനോമ വരുന്നുണ്ട്. സോ നമ്മുടെ പോർട്ടൽ ഹൈപ്പർടെൻഷൻ നമുക്കിവിടെ എഴുതാൻ വേണേൽ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ജസ്റ്റ് സർഫസസിൻ്റെ റിലേഷൻസ് എല്ലാം ജസ്റ്റ് ബോക്സ് ആക്കിയത് ഇവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ദെൻ ബ്ലഡ് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി നമ്മുടെ സൈനസോയിഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Arterial blood supplied by the hepatic artery, venous blood supplied by the portal vein. നമ്മൾ പോർട്ടൽ വെയിനിൽ സെയിം ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ജസ്റ്റ് റെഫർ ടു ദാറ്റ് ആൻഡ് ഓൾസോ ദ ഐറിസ് ലേണിംഗ് ആപ്പിലെ വീഡിയോസും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ലിവർ എന്ന് പറയുന്ന ഒരു 1.5 hours ടോപ്പിക്കാണ്. അത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് സിമ്പിൾ. ദാറ്റ്സ് വൈ. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. 55-year-old male presented to the casualty with vomiting of blood. Clinical examination, there was enlarged organ in the right hypochondrium. ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ലിവർ. കുറച്ച് മുന്നേ പറഞ്ഞല്ലേ ഉള്ളൂ. റൈറ്റ് ഹൈപ്പോകോൺട്രിയത്തിലെ enlargement is liver. So also dilated veins നമുക്ക് കാണാൻ പറ്റും, umbilical region. സോ ഇവിടെ പോർട്ടൽ ഹൈപ്പർടെൻഷൻ ആണ്. ക്ലിയർ?
Okay. So vomiting of blood, dilated veins in the umbilical region, നമ്മുടെ esophageal varices അതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. Important relations, blood supply and microstructure. Microscopic structure എന്താണ്? നമുക്ക് hepatic sinusoidsഉം കോഡ്സും ഒക്കെ കാണാൻ പറ്റും അല്ലേ? ആ ഡയഗ്രം നിങ്ങളുടെ ഹിസ്റ്റോളജി റെക്കോർഡിൽ നിന്ന് പഠിക്കുക. സോ എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, ദാറ്റ്സ് വൈ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലിവർ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ദർ ഇസ് എനി ഡൗട്ട് യു ഷുഡ് കമൻറ്റ്, ഓക്കെ? ഓർ എൽസ് യു ഷുഡ് സേ ഇറ്റ്സ് ക്ലിയർ, ഓക്കെ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോട്ടെ. ഓക്കെ. So 43-year-old fair lady reported to the surgery OP with a history of intense pain in the upper right side of the abdomen, often accompanied by nausea and vomiting, steadily increases for approximately 30 minutes to several hours. So she also had pain between the shoulder blades and below the right shoulder. She could correlate the attacks that occurred particularly after ഒരു ഫാറ്റി മീൽ കഴിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വരുന്നത്. സോ ഫാറ്റി മീൽ correlate with your physiology knowledge. എന്തായിരിക്കും ഇത് ഫാറ്റി മീലായിട്ട് വരുമ്പോൾ അതപ്പോൾ ഇത് ബൈലുമായിട്ട് റിലേറ്റ് ചെയ്താണല്ലേ. സോ ഷീ കുഡ് correlate attacks often with a particular fatty meal, also happen at night. Abdominal bloating ഉണ്ട്, intolerance of fatty food ഉണ്ട്, belching, gas and indigestion. On examination, Murphy's sign was positive. അതെന്താണ്? Tip of 9th costal cartilage, that's the Murphy's point. Tip of 9th costal cartilage. Tip of 9th costal cartilage, there is pain, severe pain. So that is actually cholecystitis ഒക്കെ വരുമ്പോഴാണ് ആ കേസിലാണ് അങ്ങനെ കാണുന്നത്. So that is actually Murphy's sign. Then ultrasound revealed the presence of stones in gallbladder. So നമുക്ക് എന്താണ് കോളിലിത്തിയാസിസ് ആണ് ഇവിടുത്തെ കേസ്. സോ gross anatomy of extrahepatic biliary apparatus with a neat label diagram. Okay, സോ ഇത് നിങ്ങൾ പഠിക്കേണ്ട ഡയഗ്രമാണ് എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലിയറി അപ്പാരറ്റസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ബൈൽ നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെപ്പാറ്റിക് ഡക്ട്സ് കാണാൻ പറ്റുന്നുണ്ട്. കോമൺ ഹെപ്പാറ്റിക് ഡക്ട് ഉണ്ട്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെപ്പാറ്റിക് ഡക്ട്സ് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ യു ക്യാൻ സി കോമൺ ഹെപ്പാറ്റിക് ഡക്ട്. ദെൻ നമുക്ക് സിസ്റ്റിക് ഡക്ട് എവിടെ നിന്ന് വരുന്നുണ്ട്? നമ്മുടെ ഗോൾ ബ്ലാഡറിൽ വരുന്നുണ്ട് അല്ലേ? നമ്മുടെ സിസ്റ്റിക് ഡക്ട് വരുന്നുണ്ട്. ദെൻ യു ക്യാൻ സി ദ ബൈൽ ഡക്ട്. Then you can see the pancreatic duct. നമ്മൾ നേരത്തെ പാൻക്രിയാസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു പാൻക്രിയാറ്റിക് ഡക്റ്റും നമ്മളുടെ ഈ ഒരു ബൈൽ ഡക്റ്റും കൂടി ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ സ്പിങ്ചർ ഓഫ് ബോഡി നമ്മുടെ ഇവിടെ കണ്ടോ, മേജർ ഡിയോഡിനൽ പാപ്പിലെ കണ്ടോ ഓപ്പൺ ആയി വന്ന് കണ്ടോ. സോ ദാറ്റ്സ് ഇൻ ദ ഡിയോഡിനം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. സോ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഒരു 7 ക്വസ്റ്റ്യൻസ് കൂടെ കാണത്തുള്ളൂ, 7 or 6 ക്വസ്റ്റ്യൻസ്. സിമ്പിളാണ്. സോ ഇതിൽ പ്രത്യേകിച്ച് സിമ്പിൾ മെത്തേഡ്സ് ഒന്നും എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലിയറി അപ്പാരറ്റസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബ്ലഡ് സപ്ലൈ ഓഫ് ഗോൾ ബ്ലാഡർ ആൻഡ് ബൈൽ ഡക്ട്. നമ്മുടെ എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലിയറി അപ്പാരറ്റസിൻ്റെ ബ്ലഡ് സപ്ലൈനെ കുറിച്ചാണ് പറയുന്നത്. സോ നമുക്ക് സിലിയാക് ട്രങ്കിൽ നിന്ന് നമ്മളിത് സിലിയാക് ട്രങ്കിൻ്റെ ടോപ്പിക്ക് നമ്മൾ സ്റ്റൊമക്കിൻ്റെ ബ്ലഡ് സപ്ലൈയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ സിലിയാക് ട്രങ്ക് എന്ന് കോമൺ ഹെപ്പാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിലെ വീഡിയോ ക്ലാസ് എടുത്ത് നോക്കുക. വെരി സിമ്പിൾ. അതുപോലും ഇനി നോക്കുക, ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അത്രയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഡയഗ്രാംസ് നോക്കിയാൽ മതി. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിലിയാക് ട്രങ്ക്, then common hepatic artery, then you can see hepatic artery, then from the hepatic artery there is a cystic artery that supplies the gallbladder, then from the right gastroepiploic artery and superior pancreatoduodenal artery. From the superior pancreatoduodenal artery you can see ascending branch of superior pancreaticoduodenal artery, then you can that supplies the bile duct, then you can see descending branch of cystic artery. Like that, just study the diagrams. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല, ജസ്റ്റ് ബ്രാഞ്ചസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. നേരത്തെ ഡയഗ്രത്തിൽ തന്നെ നമുക്ക് നേരത്തെ ഡയഗ്രം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് എന്താ ബൈൽ ഡക്റ്റ്, 2 ഹെപ്പാറ്റിക്, ലൈക്ക് ജസ്റ്റ് സി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെപ്പാറ്റിക് ഡക്ട്സ്, കോമൺ ഹെപ്പാറ്റിക് ഡക്ട്, ലൈക്ക് ദാറ്റ്. ക്ലിയർ? നെക്സ്റ്റ് അപ്പോൾ ദ ഗോൾ ബ്ലാഡറിൻ്റെ ഹിസ്റ്റോളജി. എന്താണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സബ്മ്യൂക്കോസ ഇല്ല. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഹിസ്റ്റോളജിയിൽ പഠിച്ചിട്ടുണ്ട്, ഐ നോ ദാറ്റ്. ജസ്റ്റ് ഞാൻ എൻ്റെ റെക്കോർഡിലുള്ളത് ഞാൻ ജസ്റ്റ് ഇതിനകത്തുനിന്ന് കാണിച്ചതേ ഉള്ളൂ. സോ മ്യൂക്കോസ് കോട്ട്, നിങ്ങൾക്ക് സബ്മ്യൂക്കോസ വേണ്ട. മസ്കുലാരിസ് ആൻഡ് സീറോസ ലെയർ. സബ്മ്യൂക്കോസ ഇല്ല. അതാണ് ഗോൾ ബ്ലാഡറിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്.
സോ ആർട്ടറി സപ്ലൈ, ഹിസ്റ്റോളജി, റിലേഷൻസ് ഓഫ് ദി ഇൻഫീരിയർ സർഫസ് ഓഫ് ലിവർ. ലിവറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. സോ നമ്മൾ എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലിയറി അപ്പാരറ്റസിൽ നിന്ന് വരെ എസ്എ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 55-year-old male was brought to emergency department with complaints of severe squeezing chest pain, breathing difficulty, sweating. എന്താണത്? ലെഫ്റ്റ് അപ്പർ ലിംബിൽ വരുന്ന ഈ ഒരു പെയിനും കാര്യങ്ങളും ചെസ്റ്റിൽ വന്നിട്ട് വരുന്നത് MI. സോ എന്താണ്? കൊറോണറി ആർട്ടറി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? സോ ഒറിജിൻ, കോസ്, റിലേഷൻസ്, ബ്രാഞ്ചസ് ഓഫ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, ആർട്ടറി സപ്ലൈ ഓഫ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്, വീനസ് ഡ്രെയിനേജ് ഓഫ് ഹാർട്ട്, 2 arteries supplying the heart mostly involved in ischemic heart disease. ഏതാണ്? നമ്മുടെ LAD, റൈറ്റ് കൊറോണറി ആർട്ടറി. യു ഗൈസ് നോ ദാറ്റ്. നമ്മൾ കൊറോണറി ആർട്ടറി അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ്, ആർച്ചസ് ഓഫ് ഫുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക, കമൻറ്റിൽ ഇടുക. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ഇടുക. ആർച്ചസ് ഓഫ് ഫുഡ്, ക്ലാസിഫിക്കേഷൻ, ഫോർമേഷൻ ആൻഡ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ആർച്ച്. സോ ഇത് ആർച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ്സ് എ ഫ്രീ ക്ലാസ് ഓൾസോ. ഡെമോ ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അബൌട്ട് ദ മീഡിയൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ച്, ലാറ്ററൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ച് ആൻഡ് ട്രാൻസ്വേഴ്സ് ആർച്ച്, 3 ആർച്ച് ഉണ്ട്. നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, നിങ്ങൾ ഹെഡിങ്സ് എന്തൊക്കെ എഴുതണമെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി എന്തൊക്കെയാണ്, നമുക്ക് മെയിൻലി ഏതൊക്കെ ബോൺസ് ആണ് അതിന് ഫോം ചെയ്യുന്നത്, അങ്ങനെ ആർച്ചസ് ഉണ്ടാവാൻ, എന്താ ഫാക്ടേഴ്സ് ഫോർ ദ സ്റ്റെബിലിറ്റി, മസിൽസ്, ലിഗമെൻറ്റ്സ്, കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. പിന്നെ ക്ലിനിക്കൽ കോറിലേഷൻ, ഫ്ലാറ്റ് ഫുട്ട്, നമ്മുടെ ടാലസ്, ഇക്വനോ, വാരസ്, വാൽഗ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോറിലേഷൻ എഴുതി നിർത്തുക. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഫോർമേഷൻ, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ, അതിൻ്റെ കൂടെ ഫങ്ഷൻസ്, വെയിറ്റ് ബിയറിങ്ങിനും കാര്യങ്ങൾക്കൊക്കെയാണ്. യു ഗൈസ് നോ ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ജസ്റ്റ് ഞാൻ ബ്രഷപ്പ് ചെയ്ത് പോവാണ്, ടൈമിൻ്റെ പ്രശ്നം. നെക്സ്റ്റ്, പാൻക്രിയാസ്. പാൻക്രിയാസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്? സിറ്റുവേഷൻ, പാർട്സ്, അത് എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് നമുക്ക് പണ്ട് പോലെ അറിയാം അല്ലേ? എന്തൊക്കെയാണ്? അൺസിനേറ്റ് പ്രോസസ്സ് ഉണ്ട്, ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, ബോഡി ഉണ്ട് അല്ലേ? നെക്സ്റ്റ്, റിലേഷൻസ്, ഡക്ട് സിസ്റ്റം. നമ്മൾ നേരത്തെ നമ്മുടെ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഡക്റ്റിൻ്റെ മെയിൻ പാൻക്രിയാറ്റിക് ഡക്ട് ആൻഡ് ആക്സറി പാൻക്രിയാറ്റിക് ഡക്ട്. ദെൻ ബ്ലഡ് സപ്ലൈ, ലിംഫാറ്റിക് ഡ്രെയിനേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ്, ഡോസൽ പാൻക്രിയാറ്റിക് ബഡ് കറങ്ങി വരുന്നത്, അതിൻ്റെ അനോമലീസ്, അന്നുലാർ പാൻക്രിയാസ്. ദെൻ സ്റ്റഡി ദ റിലേഷൻസ്. റിലേഷൻസ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് തന്നെയാണ് വെയിറ്റേജ് കൂടുതലും. 4 മാർക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ 15 മാർക്സ് ഔട്ട് ഓഫ് 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 10 ആവുമ്പോൾ അതിനനുസരിച്ച് വെയിറ്റേജ് മാറും, ക്വസ്റ്റ്യൻസും മാറും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുവാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 80-year-old lady had a fall and on examination പെയിനും സ്വെല്ലിംഗ് ഉണ്ട് ലെഫ്റ്റ് ഹിപ്പിൽ. സോ എഗെയിൻ ഇറ്റ്സ് എ ഹിപ്പ് ജോയിൻറ്റ്. ദാറ്റ് മീൻസ് ഹിപ്പ് ജോയിൻ്റ് ഒക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ? ആർട്ടിക്കുലേറ്റിംഗ് സർഫസ്, ലിഗമെൻറ്റ്സ്, മൂവ്മെൻറ്റ്സ്, ബ്ലഡ് സപ്ലൈ ആൻഡ് കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ഇൻ ദ എബോ പേഷ്യൻറ്റ്. കോംപ്ലിക്കേഷൻസ് ഒന്നും എന്താണ്? നമ്മുടെ അഡക്റ്റ് ഇൻറ്റേർണലി റൊട്ടേറ്റ്, നമ്മൾ ആ ഒരു സ്ലൈറ്റ്ലി ഫ്ലെക്സ് പുഷ്, നമ്മൾ ആ ഒരു പ്രസൻറ്റേഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യന് പ്രസൻറ്റേഷൻ കൊടുക്കാത്തത് കൊണ്ട് അവർ എന്താണ് ആൻസറായിട്ട് പ്രസൻറ്റേഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ്സ് ഫോർ 1 മാർക്ക്. ക്ലിയർ? സോ കോംപ്ലിക്കേഷൻ വേറെ എന്ത് വരാം? സയാറ്റിക് നെർവിൻ്റെ ഇഞ്ചുറി വരാം അല്ലേ? പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ, ലൈക്ക് ഹിപ്പിൻ്റെ പ്രശ്നമാണല്ലോ, ഹിപ്പ് ജോയിൻറ്റിൻ്റെ. സോ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണല്ലോ? നമ്മളിത് 3-ാമത്തെ തവണത്തെ ഓർ 4-ാമത്തെ തവണത്തെ ഹിപ്പ് ജോയിൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിന് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻട്രാക്യാപ്സുലർ സ്ട്രക്ചേഴ്സ് ഓഫ് നീ ജോയിൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. വി നോ ദി ഇൻട്രാക്യാപ്സുലർ സ്ട്രക്ചേഴ്സ് ഓഫ് നീ ജോയിൻറ്റ് വിച്ച് ആർ ദേ മെഡിക്കൽ കോളേജ് ലക്നൗ മെഡിക്കൽ കോളേജ്. Don't write like that. You guys know about the anterior horn of medial meniscus, then the anterior collateral ligament, anterior horn of lateral meniscus, then like that split the cord, okay, mnemonic. Then the clinical importance of any 2 of them. Clinical importance means this medial tears are there, then the dislocation of patella, all those points are the clinical location of clinical significance of the knee joint. And also the anterior cruciate ligament and posterior cruciate ligament fracture that can cause anterior draws and posterior draws, and then locking and unlocking, different clinical importance are there in that topic. Then you can see in the bursae also, you have the knee jerk man's knee, clergyman's knee and housemaid's knee. Next is 60-year-old multiparous woman came to hospital with complaints of mass descending per vagina. എന്താണ് ആ ടോപ്പിക്? യൂട്രസ്. ക്ലിനിക്കൽ കണ്ടീഷൻ പ്രൊലാപ്സ് ആണ്. പാർട്സ്, പൊസിഷൻ, റിലേഷൻസ് എനിക്ക് എല്ലാം അറിയാം. സപ്പോർട്ട്സ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. patient was brought
with a history of difficulty in breathing, breathlessness, clinic, auscultation-നകത്ത് നമുക്ക് ചെസ്റ്റ് ഇപ്പോൾ ക്രെപ്സ് കേൾക്കാൻ പറ്റും. ദാറ്റ് ഈസ് നിങ്ങൾ ക്ലിനിക്സ് വരുമ്പോൾ മനസ്സിലാവും ഇത് ഉദ്ദേശിക്കുന്നത് ലങ്സ് ആണ്. ഏതാണ്? ലങ്സ്. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലേ. സോ എക്സ്റ്റേണൽ ഫീച്ചർ ഓഫ് ദ ഓർഗൻ കവറിങ്സ് നമ്മൾ നേരത്തെ റിലേഷൻസ് പറഞ്ഞായിരുന്നു അല്ലേ. നമ്മളൊരു മീഡിയാസ്റ്റിനൽ സർഫസും കാര്യങ്ങളും അതിലെ റിലേഷൻസ് പറയാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്. ദെൻ റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ലങ്ങിന് ഡിഫറൻസ് പറയാം. ബ്രോങ്കിയൽ ട്രീ ആൻഡ് ബ്രോങ്കോപൾമണറി സെഗ്മെന്റ്സ്. ബ്രോങ്കോപൾമണറി സെഗ്മെന്റ് നമ്മൾ 10 ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പിരമിഡിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഓരോരോ സെഗ്മെന്റ് ഇന്റർ സെഗ്മെന്റൽ ഏരിയ, ഓരോ സർജിക്കൽ സെഗ്മെന്റൽ റിസെക്ഷൻ ഓഫ് ലങ്, നമ്മൾ അതാണ് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞു. ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞു മീഡിയാസ്റ്റിനൽ സർഫസ് ഓഫ് റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങും രണ്ടിൻ്റെ റിലേഷൻസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. Clear? Next question. 70-year-old man presented with the swelling in the inguinal region on the both sides, cough since 2 months. Swelling reduces on rest and bulges on coughing. ഏത് കനാലാണിത്? ഇൻഗ്വൈനൽ കനാൽ. കഫിങ്ങിൽ വന്നു. ലൈക്ക് യു ഗൈസ് നോ അബൌട്ട് ദി ഇൻഗ്വൈനൽ കനാൽ. ഞാൻ ഇൻഗ്വൈനൽ കനാൽ ഡീറ്റെയിൽ ആയിട്ട് ഐറിസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ബൗണ്ടറീസ് ഓഫ് ദ കനാൽ ആൻഡ് കണ്ടൻസ് ഓഫ് ദ കനാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയേണ്ടതുണ്ടോ? നിങ്ങൾക്ക് അത്രയും ബേസിക് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഇൻഗ്വൈനൽ കനാൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചോദിക്കൂ. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ദറ്റ് പ്രിവെൻറ്റ് ദ സ്വെല്ലിംഗ് ഇൻ ദ നോർമൽ ഇൻഡിവിജ്വൽ. അതാണ് നമ്മുടെ സ്റ്റെബിലിറ്റി. നമ്മളൊരു ഫ്ലാപ്പ് വാൽവ് മെക്കാനിസം, ഷട്ടർ വാൽവ് മെക്കാനിസം, ലൈക്ക് ദാറ്റ് അങ്ങനെ എന്താണ് ബോൾ വാൽവ് മെക്കാനിസം, ഷട്ടർ മെക്കാനിസം, ലൈക്ക് ദാറ്റ് വി സ്റ്റഡീഡ് ലോട്ട്സ് ഇൻ മെക്കാനിസംസ്. ഗാർഡിങ്, നമ്മൾ പ്രൊട്ടക്റ്റീവ് ഗാർഡിങ്, മസിൽസ് തമ്മിലുള്ളത് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. യു ഷുഡ് ചെക്ക് ദാറ്റ്. ദെൻ ഹെസൽബാക്സ് ട്രയാങ്കിൾ. ഹെസൽബാക്സ് ട്രയാങ്കിളിലാണ് മെയിൻലി ഈ ഫെമറൽ ഹെർണിയ വരാനുള്ള ഒരു ഏരിയ. അതാണ് നമുക്കറിയാം ഇൻഫീരിയർ എപ്പിഗാസ്ട്രിക് ആർട്ടറിയും നമ്മളുടെ റെക്ടസ് അബ്ഡോമിനസ് മസിലിൻ്റെ എന്താണ് ലാറ്ററൽ ബോർഡറിൻ്റെ ലാസ്റ്റ് 5 centimeters. ദെൻ യു ക്യാൻ സീ ദ ഇൻഗ്വൈനൽ ലിഗമെൻറ്റ് ഇൻ ദ മീഡിയൽ പാർട്ട്, പിന്നെ ഇൻഫീരിയർ എപ്പിഗാസ്ട്രിക് ആർട്ടറി. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ട്രയാങ്കിൾ, ദാറ്റ് ഇസ് ദ ഹെസൽബാക്സ് ട്രയാങ്കിൾ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. വീണ്ടും ക്വസ്റ്റ്യൻ ഇൻഗ്വൈനൽ കനാൽ, ബൗണ്ടറീസ് ആൻഡ് കണ്ടൻസ്, അനാറ്റമിക്കൽ പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് പഠിക്കണേ. ദെൻ അനാറ്റമിക്കൽ വേസ് ഓഫ് 2 types ഓഫ് ഇൻഗ്വൈനൽ ഹെർണിയ, ഡയറക്റ്റും ഇൻഡയറക്റ്റും. എൻ്റെ ഡയഗ്രംസ് ഉൾപ്പെടെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോ 1 hour ടോപ്പിക്കാണ്, നമുക്ക് അത്രയും ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല. നെക്സ്റ്റ് കവറിങ്സ് ഓഫ് ഇൻഗ്വൈനൽ ഹെർണിയ. നമുക്കറിയാം സ്കിൻ, എക്സ്റ്റേണൽ സ്പെമാറ്റിക് ഫേഷ്യ, ക്രിമാസ്റ്റിക് ഫേഷ്യ, ഇന്റേണൽ സ്പെമാറ്റിക് ഫേഷ്യ, അതാ വരുന്നത് നിങ്ങൾക്കറിയാം. ഫേഷ്യ ട്രാൻസ്വേഴ്സാലിസ്, എക്സ്റ്റേണൽ ഒബ്ലിക് അപ്പോന്യൂറോസിസ്, ഇന്റേണൽ ഒബ്ലിക് അപ്പോന്യൂറോസിസ്, നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച പിള്ളേരല്ലേ? ക്ലിയർ അല്ലേ? പക്കയല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കണേ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. 15-year-old boy came with altered gait. ഒരു പാവം ബാക്കിലൊരു ഇഞ്ചക്ഷൻ കുത്തിയതിന് ശേഷം അയാൾക്ക് നേരെ നടക്കാൻ പറ്റുന്നില്ല. സോ എന്താണ് ഫുഡ് ഡ്രോപ്പ് ഒക്കെ വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് സയാറ്റിക് നെർവ്. വീണ്ടും നമ്മൾ സയാറ്റിക് നെർവിനെ കണ്ടല്ലേ. സോ ദാറ്റ് മീൻസ് സയാറ്റിക് നെർവ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സയാറ്റിക് നെർവുകൾ പഠിക്കണം. Origin, insertion and nerve supply of gluteus maximus. Gluteus maximusന്റെ അണ്ടറിലുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ നേരത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലെ പറഞ്ഞതാണ്. ദെൻ ട്രെൻഡലബൻ സൈൻസിൻ്റെ അനാറ്റമിക്കൽ ബേസിസ്, അതും ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹിപ്പ് ജോയിൻറ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ ട്രെൻഡലബൻ സൈൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടിയസ് മീഡിയസ്, ഒരു സൈഡ് പാരാലിസിസ് ആവണമെങ്കിൽ അത് സൈഡിൽ സാഗിങ് സംഭവിക്കും, നോർമൽ സൈഡിൽ സാഗിങ് സംഭവിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ട്രെൻഡലബൻ സൈൻ്റെ ഒരു ബേസിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഗ്ലൂട്ടിയസ് മസിലിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂട്ടിയസ് മീഡിയസ് പാരലൈസ് ആയി കഴിഞ്ഞാൽ അതർ സൈഡിൽ സാഗിങ് സംഭവിക്കും ഹിപ്പിൽ. ദാറ്റ്സ് ദ തിങ്. ദെൻ ഹാർട്ടിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, ബ്ലഡ് സപ്ലൈ, കൊറോണറി, ഡോമിനൻസ്, അപ്ലൈഡ് അനാറ്റമി. വി ഓൾറെഡി ഡിസ്കസ് ദീസ് ടോപ്പിക്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ദെൻ അഗെയിൻ ഏനൽ കനാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. എക്സ്റ്റെൻഡ് ഇന്റീരിയർ ഫീച്ചേഴ്സ്, ബ്ലഡ് ആൻഡ് നെർവ് സപ്ലൈ ആൻഡ് അനാറ്റമിക്കൽ ബേസിസ് ഓഫ് ഹെമറോയിഡ്സ്. നമ്മളെ വീനസ് ബ്രെയിൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റേണൽ ഹെമറോയിഡ്സ്, എക്സ്റ്റേണൽ ഹെമറോയിഡ്സ്, പെയിൻലെസ് ആൻഡ് പ്രൊഫ്യൂസ്ലി ബ്ലീഡിംഗ് ഇസ് ഇന്റേണൽ ഹെമറോയിഡ്സ്. നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 30-year-old man came to the history of upper abdominal pain and vomiting. അപ്പർ അബ്ഡോമിനൽ പെയിനും വോമിറ്റിംഗും ഉണ്ട്, ടെൻഡർനെസ്സിൻ്റെ എപ്പിഗാസ്ട്രിക് ഏരിയ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റൊമക്കാണ്. ഓക്കെ, സ്റ്റൊമക്ക് ഓർഗൻ ഇൻവോൾവ് സ്റ്റൊമക്കാണ്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഗൻ ഞാൻ തന്നെയാണ് ആ ടോപ്പിക്കും പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീഡിന് പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പ് എടുത്ത് നോക്കൂ. പെരിട്ടോണിയൽ ആൻഡ് വിസറൽ റിലേഷൻസ് ആൻഡ് ബ്ലഡ് സപ്ലൈ ഓഫ് ദ ഓർഗൻ. ഓക്കെ, ക്ലിയർ അല്ലേ?
Next question, 20-year-old male had applied for selection into a defense academy in India. His application was rejected during physical examination on the grounds of bilateral flat foot. So, flat foot. ഇപ്പോൾ ഇവിടെ എന്ത് ക്വസ്റ്റൻ ആണ് ഉദ്ദേശിക്കുന്നത്? ആർച്ചസ് ഓഫ് ഫൂട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അനാറ്റമിക്കൽ ബേസ് ആർച്ചസ് ഓഫ് ഫൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ബോൺസ് ഫോർമേഷൻ, ഫാക്ടർ, സ്റ്റെബിലിറ്റി അത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു എന്താണ് ടെൻഡൻസ് പോകുന്ന ഒരു ഡയഗ്രാം ഒക്കെ ഉണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫാക്ടേഴ്സ് ദാറ്റ് മെയിൻറ്റെയിൻ ദ ആർച്ചസ് ഓഫ് ഫുഡ്. കണ്ടോ, ഹെഡിങ്സ് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് തന്നെയുള്ള സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ടിപ്പിക്കൽ ഇൻഡോകോസ്റ്റൽ സ്പേസിലെ മസിൽസ്, ബ്ലഡ് വെസൽ, നെർവ് ആൻഡ് അപ്ലൈഡ് മോൺസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇൻഡോകോസ്റ്റൽ സ്പേസിലാണ് നമ്മൾ ഇൻഡോകോസ്റ്റൽ മസിൽസും നെർവ്സും കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഓർഡറിൽ നമുക്കൊരു ഡയഗ്രാം ഉണ്ട്. പിന്നെ തൊറാക്കോസെൻറ്റസിസിൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ട അപ്ലൈഡ് ഇമ്പോർട്ടൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് തൊറാക്കോസെൻറ്റസിസ്. നമ്മുടെ പ്ലൂറൽ എഫ്യൂഷനൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവിടെ ലങ്സിൽ എന്തെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടീഷൻസ് എന്തെങ്കിലും ആണെങ്കിൽ എന്താണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതൊന്ന് എടുത്ത് കളയാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് കുത്തി വയ്ക്കും. ദാറ്റ് ഈസ് തൊറാക്കോസെൻറ്റസിസ്. ഓക്കെ, അപ്പോൾ തൊറാക്കോസെൻറ്റസിൽ നമ്മൾ നീഡിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെ സ്ട്രക്ചേഴ്സാണ് പിയേഴ്സ് ആവുന്നത് ആ ഒരു ഓർഡറിൽ നിങ്ങൾ ആ സ്ട്രക്ചേഴ്സ് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 65-year-old man with chronic history of cough and constipation complained he noticed gradual increase in size in the right groin, dragging sensation, globular swelling above the pubic tubercle. Size increased on coughing. Above ആണ്. ഇൻഫെറോലാറ്ററൽ ആണെങ്കിലാണ് ഫെമറൽ ഹെർണിയ. ഇത് എബവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻഗ്വാനൽ ഹെർണിയ. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻഗ്വാനൽ കനാലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെസൽബാക്സ് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല ഗൈസ്, നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ വി കംപ്ലീറ്റഡ് അനാറ്റമി പേപ്പർ 2 ഡിസ്കഷൻ എസ്സേ മാരത്തോൺ. സോ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് ക്ലാസ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് ക്ലാസ്സസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ഇടുക. ഞാനിനി മിക്കവാറും ഇനി ക്ലാസ്സിൽ കാണത്തില്ല. നമ്മുടെ അനാറ്റമി ഫുൾ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. നന്നായിട്ട് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുക. കൂളായിട്ടിരുന്ന് പരീക്ഷ എഴുതുക. ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പോൾ ബൈ. ഓൾ ദി ബെസ്റ്റ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ബൈ.